Hello guys, good evening. നമ്മുടെ സിസ്റ്റത്തിൻ്റെ അവിടെ എന്തൊക്കെയൊക്കെയോ ചകപൊകയായിട്ട് നമ്മുടെ ആദ്യത്തെ ഒരു 10-15 മിനിറ്റിനുള്ള സമയം കുറച്ചൊന്ന് ലാഗായിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ വി ആർ സ്റ്റാർട്ടിങ് എ ന്യൂ വീഡിയോ സീരീസ് ഫോർ യു. ഡെഫിനറ്റ്ലി you know that thing, DOPA is doing a lot of work for you people. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സാം സീരീസാണ്, ദാറ്റ് ഈസ് DOPA ടെസ്റ്റ് സീരീസ്. നമ്മുടെ ഡോപ്പയിലെ റിപ്പീറ്റേഴ്സൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് എക്സ്ട്രാ എഴുതിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഇതേ സാധനത്തിൻ്റെ തന്നെ നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ടെസ്റ്റ് സീരീസ് നടക്കുന്നുണ്ട്. DTS എന്നുള്ള പേരിൽ നമ്മുടെ ടെസ്റ്റ് സീരീസ് സാധനങ്ങൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ടുഡേ ഐ എം ജസ്റ്റ് സ്റ്റാർട്ടിങ് എ ന്യൂ തിങ് ഫോർ യു, ലൈക്ക് ദാറ്റ് ഈസ് കോൾഡ് T&D, ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ഫോർ ദ DTS. സോ ഇൻ എവറി ഡേ, ഇനി എല്ലാ ദിവസവും നമുക്ക് എവറി തേർഡ് ഡേയിൽ നിങ്ങളുടെ DTSൻ്റെ എക്സാമുകൾ ഉണ്ടാവും, സാധനങ്ങൾ നിങ്ങൾക്ക് വരാനുണ്ട്. അപ്പോൾ ആ സാധനം ഓൺ ദ നെക്സ്റ്റ് ഡേ ഓഫ് DOPA ടെസ്റ്റ് സീരീസിൻ്റെ ആ റിസൾട്ട് വരുന്ന നെക്സ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്ത് തരുന്നുണ്ടാവും. ദാറ്റ് ഈസ് ഓൺ ദ മോഡ് ഓഫ് ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ മോഡ്. സോ ഫസ്റ്റ് ടൈം ഇൻ കേരള വി ആർ ഇൻട്രൊഡ്യൂസിങ് ദാറ്റ് ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ഫോർ യു പീപ്പിൾ. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓഡിയോ വീഡിയോ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്, എല്ലാം കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കുന്നു. ആൻഡ് മൈ നെയിം ഈസ് ഡോക്ടർ ആഷിഖ് സൈനുദ്ദീൻ. ആൻഡ് കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഞാനിങ്ങനെ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ, ഞാൻ പണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് MBBS ഒക്കെ ജോയിൻ ചെയ്ത് വരുന്ന സമയത്ത് ഐ വാസ് എ ടീച്ചർ, ലൈക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാ സാധനങ്ങളും ഒരുപോലെ തന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഫോർ ദി ടൈം ബീങ് നമ്മൾ DOPA തുടങ്ങി ഒരു 3.5 വർഷമായി. അപ്പോൾ ആ സമയത്തൊക്കെ ദെയർ വാസ് എ ലോട്ട് ഓഫ് സ്ട്രഗിൾസ് ഫോർ മീ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു അക്കാഡമിക് സിസ്റ്റം സാധനങ്ങൾ റൺ ചെയ്യുക, മാനേജ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഐ വാസ് എവേ ഫ്രം ക്ലാസ് റൂം ഫോർ ലോങ് പീരീഡ്, കുറേ സമയത്തേക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഫോർ ലൈക്ക് 3 years ഞാനൊരു ഫിസിക്സിൻ്റെ ക്ലാസ്സുകൾ ഒഫീഷ്യലി ഇതുപോലത്തെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തിട്ട് ഡോപ്പയിലുള്ള കുട്ടികൾക്ക് ചെറിയ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് എല്ലാ സബ്ജക്റ്റിനും അവൈലബിൾ ആയിരുന്നു. ബട്ട് ഇറ്റ് വാസ് നോട്ട് ഓൺ എ പബ്ലിക് പ്ലാറ്റ്ഫോം. സോ ദിസ് ഈസ് ലൈക്ക് എ റിട്ടേൺ ഫോർ മീ ആഫ്റ്റർ ലോങ് പീരീഡ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ഫിസിക്സിൻ്റെ അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ ഒരു ചാപ്റ്ററൊക്കെ ആയിട്ട് തിരിച്ചു വരിക എന്നുള്ളത് ഇറ്റ് ഈസ് എ റിട്ടേൺ ഫോർ മീ ഓൾസോ. സോ നിങ്ങൾ കുറേ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നു വിചാരിക്കുന്നുണ്ട്. സോ എല്ലാ സാധനങ്ങളും ക്ലിയർ ആണ്. അപ്പോൾ ജസ്റ്റ് അനൗൺസിങ് ദാറ്റ് ഹിയർ ഈസ് DOPA ടെസ്റ്റ് സീരീസ് ഫോർ യു, ഹിയർ ഈസ് DOPA ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ഫോർ യു. ആൻഡ് ടുഡേസ് ചാപ്റ്റർ ഈസ് ഓസിലേഷൻസ്. ഇന്നലെ ആയിരുന്നു ഓസിലേഷൻ്റെ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ നടന്നിരുന്നത്. ആൻഡ് ഐ വാണ്ട് ടു ഫസ്റ്റ് നമ്മളൊരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വി ഹാവ് ടു അനൗൺസ് ദാറ്റ് വിന്നേഴ്സ് ദേ, റൈറ്റ്? നമുക്ക് 3 മിടുക്കി കുട്ടികൾ അതിൻ്റെ വിന്നേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ടെസ്റ്റ് സീരീസിലുണ്ടായിരുന്ന 20 ക്വസ്റ്റ്യൻസിൽ ഔട്ട് ഓഫ് 20 ശരിയാക്കിയിട്ട് 3 ആൾക്കാരും ഫുൾ മാർക്കും സ്കോർ ചെയ്ത ആൾക്കാരാണ്. സോ അതിൽ ഫസ്റ്റ് സ്കോർ ചെയ്തിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ആദില രഘു. ഇതിനകത്ത് 3 ആൾക്കാർ ഒരുപോലെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഫസ്റ്റ് കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ DOPA ആപ്പിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സോ ദാറ്റ് ദേ വിൽ ബി ചെക്കിംഗ് ദെയർ ടൈമിംഗ്, എത്ര സമയം കൊണ്ട് അത് കവർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നോക്കുന്നുണ്ടാവും. സോ മുഴുവൻ ക്വസ്റ്റ്യൻസും ഫസ്റ്റ് ചാൻസിൽ കംപ്ലീറ്റ് ചെയ്ത ആ ഗേൾ എൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റുഡൻ്റ് ആണ്. അവളെന്നോട് ഓൺലൈനിൽ ഒരുപാട് സംസാരിക്കാറുള്ള കുട്ടിയാണ് ആതിര രഘു, തിരുവനന്തപുരംകാരിയാണ്. ആൻഡ് ഐ നോ ദാറ്റ് ഷീസ് ലൈക്ക് അവൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ കൺഗ്രാജുലേഷൻ ആതിര, ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ച് 1. ആൻഡ് പിന്നെയുള്ള 2 മിടുക്കി കുട്ടികൾ ആക്ച്വലി ദാറ്റ് ഇസ് ഫ്രം എയിംസ് ഗേൾസ് റെസിഡൻഷ്യൽ നിന്നാണ്, നഫീസ കൻസ ആൻഡ് റണ ഫാത്തിമ. കൺഗ്രാജുലേഷൻസ് ഓൾ. ആൻഡ് അടുത്ത തവണത്തേക്ക് ലൈക്ക് ഐ എം ഇൻവൈറ്റിംഗ് എവ്രിബഡി ഫ്രം ഓൾ ഓവർ കേരള. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയോ +2 പഠിക്കുകയോ എന്തെങ്കിലും ആണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം സാധനങ്ങളിലേക്ക് നിന്ന് ട്രെയിൻ ചെയ്തെടുക്കാൻ. ലൈക്ക് എൻട്രൻസ് പ്രിപ്പറേഷൻ ഈസ് നോട്ട് സ്റ്റഡിങ് എവറി ചാപ്റ്റേഴ്സ്. എല്ലാ ചാപ്റ്ററും പഠിക്കുക എന്നുള്ളതിനല്ല നമ്മൾ എൻട്രൻസ് പ്രിപ്പറേഷൻ എന്ന് പറയുക. എൻട്രൻസ് പ്രിപ്പറേഷനിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള കോമ്പറ്റേറ്റീവ് സ്പേസുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നമ്മൾ എവിടെ എത്തുന്നു, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താം എന്നുള്ളത്, എവിടെ എത്തുന്നു എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതല്ല, എങ്ങനെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താം എന്നുള്ള കാര്യം നോക്കലാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഐ എം ഇൻവൈറ്റിംഗ് എവ്രിബഡി, എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ DPSൽ എന്താ നടക്കുക, അടുത്ത എക്സാം ഏതാ, അതിനൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ വേണം. നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു മെൻറ്റർഷിപ്പ് വേണ്ടേ? മെൻറ്റർഷിപ്പിന് വേണ്ടിയിട്ട് വി ഹാവ് എ DOPA NEET മെൻറ്റർഷിപ്പിൻ്റെ വാട്സാപ്പ് ചാനലുണ്ട്. സോ ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്. ഇപ്പോൾ ഒന്ന് പോസ്റ്റ് ചെയ്യുക. ആൻഡ് യു ഹാവ് ടു എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ കം ടു ദ വാട്സാപ്പ് ചാനൽ. വാട്സാപ്പ് ചാനലിൽ ബേസിക്കലി ഐ വിൽ ബി ദെയർ ആസ് എ മെൻറ്റർ ഫോർ യു. നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടുകൾ, സാധനങ്ങൾക്കൊക്കെ ആയിട്ട് മറുപടികളായിട്ട് കുഞ്ഞു വീഡിയോസ് ആയിട്ട് ചെറിയ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് തരുന്നുണ്ടാവും. ആൻഡ് നിങ്ങൾ ചോദിക്കുന്ന ഏത് ചാപ്റ്ററും ഏത് ടോപ്പിക്കും ഏത് സാധനങ്ങളും ഇതുപോലത്തെ ലൈവ് സെഷൻസിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ടാവും. സോ മക്കൾ റെഡിയാണോ? നമുക്ക് തുടങ്ങിയാലോ? അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, റെഡിയാണെന്നൊന്ന് പറഞ്ഞേ. സോ ഷാൽ വി സ്റ്റാർട്ട് ദ ഡിസ്കഷൻ
for oscillations. Can we start? തുടങ്ങാൻ പറ്റുമോ? എൻ്റെ കയ്യിൽ നമ്മുടെ ഡോപ്പയുടെ ടെസ്റ്റ് സീരീസിൻ്റെ DTSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിൽ റെഡിയാണ്. സോ വി വിൽ ബി ഡിസ്കസിങ് each questions and we will be going through each of the concepts in detail. So this is the first class for you, that is a test and discussion ലുള്ള. So നിങ്ങൾ എക്സാം എഴുതിയവരുണ്ടാവും എഴുതാത്തവരുണ്ടാവും. So we will be discussing each of the questions. ഓക്കെ ആണോ? റെഡി ആണെങ്കിൽ റെഡിയാണ് എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞോ. സോ ഒന്ന് എന്താ പറയുക, വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ ഇമോഷൻസ് മൊത്തമായിട്ട് മനസ്സിലാക്കിയെടുത്ത് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദൈവമേ കാത്തോളേന്നാണ് എൻ്റെ ഒരു ഇത്. എന്താണെന്നറിയോ, ഞാൻ കുറച്ച് കാലമായിട്ട് ഇതുപോലത്തെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഫിസിക്സിൻ്റെ ഒരു ചാപ്റ്റർ എടുത്തിട്ട്. സോ ലെറ്റ്സ് ഗോ ദേർ. സോ ഇവിടെ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ലെറ്റ്സ് ഗോ. സ്റ്റാർട്ട് ആണോ? റെഡി ആണോ? പവർ ആവട്ടെ മക്കളെ, റെഡി ആവട്ടെ, നല്ല ഉഷാറായിട്ടിരിക്കണം കേട്ടോ. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബേസിക്കലി നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ള കാര്യം കൂടി നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകാം. ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്തു പോകാം എന്നുള്ള കാര്യം കൂടി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിങ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, SHM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. ലൈക്ക് എ പെൻഡുലം, ലൈക്ക് ഗോയിങ് ദെയർ കമ്മിങ് ബാക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ടു ആൻഡ് ഫ്രോയിൽ ഇങ്ങനെ മോഷൻ ചെയ്യുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്താ പറയുക, ഈ പറയുന്ന ഓസിലേറ്ററി മോഷൻസ് എന്ന് പറയാറുള്ളത്. അതിനകത്തുള്ള ഒരു ടൈപ്പ് ഓഫ് മോഷനാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്ന സാധനം. ലൈക്ക് ഓൾവേസ് ഇറ്റ് വിൽ കം ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ. ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് തന്നെ വരും, പിന്നെ അങ്ങോട്ട് പോകും തിരിച്ചിങ്ങോട്ട് വരും. സോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സാധനമാണ്. അതിൻ്റെ എന്താ തന്നിട്ടുള്ളത് മക്കളെ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ ആദ്യമായിട്ട് കേട്ടിട്ടുണ്ടാവുക. ഐ എം ഷുവർ ദാറ്റ് നിങ്ങൾ 1 ഡയമെൻഷണൽ മോഷനിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കേട്ടിട്ടുണ്ടാവുക. ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട് ഗിവൺ ബൈ ഒരു ഇക്വേഷനാണ് y ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ് y ഈസ് ഈക്വൽ ടു സൈൻ 200t തന്നിട്ടുണ്ടാവുക. സോ അവർ ചോദിച്ചിട്ടുള്ളത് മാക്സിമം സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ എത്രയാണെന്നുള്ളത് ചോദിച്ചിട്ടുള്ളത്. സോ കണ്ടുപിടിക്കാനുള്ള സാധനം. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യാന്ന് പറയാം മക്കളെ, ഭയങ്കര സിമ്പിളായിട്ടാണ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നത്. നോക്കിക്കോട്ടോ, ഇവിടെ നമ്മളത് പഠിക്കും. നമ്മൾ ഈ T&D കഴിയുന്നതോട് കൂടിയിട്ട് യു വിൽ ലേൺ ഹൗ ടു അപ്രോച്ച് എ ക്വസ്റ്റ്യൻ. ഈ സെഷൻ അല്ല, ഈ സീരീസ് തീരുന്നതോട് കൂടിയിട്ട് ടോട്ടൽ ഇപ്പോൾ നീറ്റിനുള്ള 81 ചാപ്റ്ററിൻ്റെയും T&D നമ്മൾ ഇതുപോലെ ചെയ്യുന്നുണ്ടാവും. സോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ലേൺ ദാറ്റ് തിങ്. സോ നമുക്ക് ആദ്യം നോക്കേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുക, ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എടുത്ത് എഴുതാന്നുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ തന്നിട്ടുള്ളത്? y ഈസ് ഈക്വൽ ടു 0.25 അല്ലേ, 0.25 സൈൻ 200t എന്നുള്ളത്. സോ ഐ വിൽ ബി റൈറ്റിംഗ് ഹിയർ ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു 0.25 എങ്ങനെ ഉണ്ടാവുക, സൈൻ ബ്രാക്കറ്റിലാണ് 200 × t എന്നുള്ളത് തന്നിട്ടുണ്ടാവുക ആണല്ലോ അല്ലേ. ആൻഡ് മാക്സിമം സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ ഇവിടെ കേട്ടോ മക്കളെ, നിങ്ങൾ പണ്ട് നിങ്ങൾ 1 ഡയമെൻഷണൽ മോഷനൊക്കെ പഠിച്ച സമയത്ത് യു ഹാവ് ലേൺഡ് സംതിങ്. എന്താ പഠിച്ചിട്ടുള്ളത്? നമുക്കറിയാൻ പറ്റും വെലോസിറ്റി എന്ന് പറഞ്ഞ സാധനം എന്താണ്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വാട്ട്, പറഞ്ഞു മക്കളെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടാവുക? വെലോസിറ്റി എന്ന് വിളിക്കുന്നുണ്ടാവുക. നമുക്ക് ഓൾറെഡി അറിയാം ദാറ്റ് ഈസ് ds/dt എന്നാണ് നമ്മൾ വിളിക്കുന്നുണ്ടാവുക അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ചേഞ്ചിനല്ലേ നമ്മൾ വെലോസിറ്റി എന്ന് വിളിക്കുന്നുണ്ടാവും, നമുക്ക് ഓൾറെഡി അറിയാം. ആൻഡ് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? y ഈസ് ഈക്വൽ ടു എങ്ങനെയാണെന്ന് 0.25 ആൻഡ് സൈൻ 200t എന്നുള്ളതാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? നമുക്ക് തന്നിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ. ഇതിന് നമുക്കൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. നമ്മളൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതായത് ഇപ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു പെൻഡുലം. നോക്കിക്കോട്ടോ കേട്ടോ, നിങ്ങൾക്ക് വളരെ ബേസിക് ലെവലിൽ എടുത്തു തരാം. ആൻഡ് ഈ ക്ലാസ്സിന് ശേഷം ഡെഫിനറ്റ്ലി ഗീവ് മീ ഫീഡ്ബാക്സ്. ഇത്രയധികം എക്സ്പ്ലനേഷൻസ് വേണോ അതോ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ആൻസർ മാത്രം മതിയോ എന്നുള്ള കാര്യം ഡെഫിനറ്റ്ലി ഗീവ് മീ ഫീഡ്ബാക്ക്. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് ലൈക്ക് എ കമ്മിങ് ബാക്ക് ദെയർ. സോ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ടെൽ മീ ദാറ്റ് എത്രയൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ള കാര്യങ്ങൾ. സോ ഇവിടെ നോക്കിക്കോട്ടോ, സോ ഒരു സാധനം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി തിരിച്ചിങ്ങോട്ടേക്ക് വന്ന് തിരിച്ചങ്ങോട്ടേക്ക് പോയി തിരിച്ചിങ്ങോട്ടേക്ക് വരും. സോ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനല്ലേ. ഇതിൻ്റെ ഒരു നോർമൽ ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ y ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ a സൈൻ ഒമേഗ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആങ്കുലർ ഫ്രീക്വൻസി, അതിൻ്റെ ആങ്കുലർ വെലോസിറ്റിയാണ് പറയുക, ω t. ഇങ്ങനെയാണ് നമുക്കൊരു യൂഷ്വൽ ഇക്വേഷൻ തരുന്നുണ്ടാവുക. സോ ദിസ് ഈസ് ദ നോർമൽ ഇക്വേഷൻ ഫോർ എന്ത് പറയുന്നുണ്ടാവുക, നമ്മളുടെ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് തരുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യുക? നമുക്കറിയാൻ പറ്റും വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ്. അതിൻ്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിൻ്റെ ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. സോ ഐ ക്യാൻ ഡു ലൈക്ക് dy/dt കണ്ടുപിടിക്കണം. എങ്ങനെയാണ് dy/dt കണ്ടുപിടിക്കാൻ മക്കളെ? നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതായത് ദാറ്റ് വിൽ ബി d/dt ഓഫ് a സൈൻ ω t. ഇങ്ങനെയല്ല ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ബേസിക് മാത്തമാറ്റിക്സിൽ, ഐ എം നോട്ട് എ മാത്തമാറ്റിക് പ്രൊഫസർ, ബട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന മാത്തമാറ്റിക്സ് ഞാനിവിടെ പറഞ്ഞുതരാം. സോ എന്താ സംഭവം ചെയ്യാമെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് തിങ്. ഈ a എന്ന് പറയുന്ന സാധനം കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ അത് ഇപ്പുറത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. സോ ദാറ്റ് വിൽ ബിക്കം a in d/dt ഓഫ് എന്താ വരുന്നുണ്ടാവുക? പറഞ്ഞോ മക്കളെ, എങ്ങനെ വരുന്നുണ്ടാവുക പറഞ്ഞോ? a into d/dt ഓഫ് സൈൻ ω t. സൈൻ ω t അല്ലേ വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയോ? ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒമേഗ പുറത്തേക്ക് വരും. സോ ഡെഫിനറ്റ്ലി ഇറ്റ് സൈൻ ω t ആണ്. സൈൻ ω t എന്ന് പറയുന്ന സാധനത്തിൻ്റെ d/dt റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് സിംപ്ലി ലൈക്ക് വാട്ട്, കോസ്
ഒമേഗ ടി, പിന്നെ ഈ ഒമേഗനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ദാറ്റ് വിൽ ബി ഇൻറ്റു ഒമേഗ എന്നായിരിക്കും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഒമേഗ കോസ് ഒമേഗ ടി എന്നാണ് ഉത്തരം വരുന്നുണ്ടാവുക. സോ ഈ പറയുന്ന ഇപ്പോൾ നോക്കിക്കോ, d/dt ഓഫ് സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഒമേഗ കോസ് ഒമേഗ ടി എന്നാണ് വരുന്നുണ്ടാവുക. സോ ഇതിന് ഉത്തരം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബിക്കം, ഇത് നോക്കിക്കോട്ടോ, എ ഒമേഗ കോസ് ഒമേഗ ടി എന്ന് ഉത്തരം വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു കോസ് ഒമേഗ ടി എന്ന് വരും. സോ ഇതിൻ്റെ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ ആണ് കേട്ടോ, ഈ പറയുന്ന സാധനത്തിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടുക, വി ഈസ് ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി എന്ന് കിട്ടുന്നുണ്ടാവും. ഭയങ്കര സിമ്പിളായിട്ട് എടുത്ത് നോക്കിയാൽ മക്കളെ. സോ എങ്ങനെയായിരുന്നു ഡിസ്പ്ലേസ്മെൻറ്റ് വൈ ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്നാണ് നമ്മളൊരു സിമ്പിൾ ഹാർമോണിക് മോഷനുള്ള സാധനങ്ങളുടെ എന്ത് പറയുന്നുണ്ടാവുക, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് പറയുന്നുണ്ടാവുക. ആൻഡ് ഇതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ എന്ത് ചെയ്യണം, dy/dt ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കണം. ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ലൈക്ക് വാട്ട്, എ ഒമേഗ കോസ് ഒമേഗ ടി കിട്ടുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. എ ഒമേഗ കോസ് ഒമേഗ ടി എന്ന് കിട്ടുന്നുണ്ടാവും. ദാറ്റ് ഈസ് വാട്ട്, ദാറ്റ് ഈസ് ദ വെലോസിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്ന സാധനം. സോ ഇത് നമുക്ക് ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട തിയറിയാണ്. അത് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് കടന്നു വന്ന് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദ മാക്സിമം സ്പീഡ്, പരമാവധി സ്പീഡ് എത്രയാണ്. അപ്പോൾ സ്പീഡിൻ്റെ വെലോസിറ്റി നമുക്ക് ഇക്വേഷൻ എത്ര കിട്ടിയത്, എ ഒമേഗ കോസ് ഒമേഗ ടി എന്നല്ല കിട്ടിയത്. സോ നമുക്കറിയാൻ പറ്റും ഈ കോസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്ന സാധനം നമുക്കറിയാം. സോ ആദ്യം നമുക്കറിയാൻ പറ്റും കോസ് 0-ലാവുമ്പോൾ 0 ആയിരിക്കും ഉണ്ടാവുക അല്ലേ. കോസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. പിന്നെ കോസ് 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി കോസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് വരുന്നുണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് കോസ് 30 എത്തിക്കഴിയുമ്പോഴത്തേക്കും വാല്യൂ കുറഞ്ഞു വരും, 60 എത്തിക്കഴിയുമ്പോഴത്തേക്കും വാല്യൂ കുറഞ്ഞു വരും, 90 എത്തിക്കഴിയുമ്പോഴത്തേക്കും കോസ് 90 എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം 0 അഗെയിൻ. സോ ഈ കോസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇങ്ങനെ ഗ്രാഫിക്കലായിട്ട് ഇങ്ങനെ പോകുന്ന സാധനമാണ്. സോ ഇതിന് മാക്സിമം എന്ന് പറഞ്ഞാൽ കോസിൻ്റെ മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ വിൽ ബി 1 ആയിരിക്കും വരുന്നുണ്ടാവുക. സോ മാക്സിമം വെലോസിറ്റി വി മാക്സ് ഈസ് ഈക്വൽ ടു എ ഒമേഗ എന്നാണ് നമുക്ക് കിട്ടണ ഇക്വേഷൻ. വി മാക്സ് ഈസ് ഈക്വൽ ടു എ ഒമേഗ എന്ന ഇക്വേഷൻ. കറക്റ്റ് ആണെങ്കിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവും നോക്കിക്കേ. സോ ഇതൊരു ബേസിക് സാധനം ആയതുകൊണ്ടാണ് കേട്ടോ. അടുത്ത സാധനത്തിനകത്ത് നമ്മൾ ഇത് പറയില്ല, ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. ഈ സാധനം മനസ്സിലാവുന്നുണ്ടോ? ക്യാൻ യു ടെൽ മീ ദാറ്റ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വി മാക്സിൻ്റെ ഇക്വേഷൻ മനസ്സിലായോ? എ ഒമേഗ എന്നുള്ള ഇക്വേഷൻ മനസ്സിലായോ നോക്കിയേ. ശരിയാക്കാലോ. ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു അതിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി ആണ് അതിൻ്റെ മാക്സിമം വെലോസിറ്റി. കാരണം അതിൻ്റെ അപ്പുറത്തുള്ളത് കോസ് ഒമേഗ ടി എന്ന് പറയുന്ന ഈ സാധനത്തിൻ്റെ മാക്സിമം വാല്യൂ ഞാൻ 1 കൊടുത്തപ്പോൾ മാക്സിമം വെലോസിറ്റിക്ക് ഇങ്ങനൊരു സാധനം കിട്ടി. സോ ഐ എം ജസ്റ്റ് ടെല്ലിങ് യു മക്കളെ, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ബൈ ഹാർട്ടിങ് ദ ഇക്വേഷൻ. വി മാക്സിൻ്റെ ഇക്വേഷൻ എ ഒമേഗ ആണ്, അങ്ങനെയല്ല നമ്മൾ പഠിക്കുക. വിൻ്റെ ഇക്വേഷൻ എ ഒമേഗ കോസ് ഒമേഗ ടി എന്നാണ്. ഈ കോസ് ഒമേഗ ടിക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ വി മാക്സ് വിൽ ബി ഈക്വൽ ടു എ ഒമേഗ എന്ന് വരുന്നുണ്ടാവും. അങ്ങനെ മനസ്സിലാക്കാമല്ലോ അല്ലേ. ഇനി നമുക്ക് ഇവിടെ തന്ന ക്വസ്റ്റ്യനുള്ള ഇക്വേഷൻ നോക്കിക്കോട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കിക്കോ, തന്ന ക്വസ്റ്റ്യനുള്ള ഇക്വേഷൻ വൈ ഈസ് ഈക്വൽ ടു പറഞ്ഞോ, നിങ്ങൾക്ക് എഴുതിയെടുക്കാമല്ലോ. തന്ന ക്വസ്റ്റ്യനുള്ള ഇക്വേഷൻ എന്താ മക്കളെ പറഞ്ഞോ, വൈ ഈസ് ഈക്വൽ ടു 0.25 സൈൻ 200 ടി എന്നുള്ളതാണ് അല്ലേ. സോ ഇത് നോക്കുന്ന സമയത്ത് യു വിൽ നോട്ടീസ് 2 തിങ്സ്. നിങ്ങൾ 2 കാര്യങ്ങളോട് നോട്ടീസ് ചെയ്യണം. വാട്ട് ഈസ് ദിസ് 0.25, എന്താ ഈ 0.25 എന്താണ്, അതുപോലെ ഈ 200 എന്താണ്. ഇതിൻ്റെ നോർമൽ ഫോർമുല എന്താ മക്കളെ? നോർമൽ ഫോർമുല ഇസ് ലൈക്ക് വാട്ട്, എ സൈൻ ഒമേഗ ടി എന്നല്ലേ. അപ്പോൾ നോക്കിക്കോ, എ വിൽ ബി ഈക്വലൻ ടു 0.25 ആയിരിക്കും. ആൻഡ് ഇവിടെ നോക്കിക്കോട്ടോ, ഈ 200 വിൽ ബി ഈക്വലൻ ടു ഒമേഗ ആയിരിക്കും. പിന്നെ ടി വിൽ ബി ഈക്വലൻ ടു ടി, അങ്ങനെ തന്നെയല്ലേ വരുന്നുണ്ടാവുക. നോക്കിക്കോ, മനസ്സിലാക്കുക. സോ ഇതിനകത്ത് നിന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഈ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന ഫാക്ടേഴ്സിൻ്റെ എ ഈസ് ഈക്വൽ ടു 0.25 ആണ് ഇതിൻ്റെ എ എന്ന് പറയുന്ന സാധനം. ആൻഡ് ഒമേഗ ഈസ് ഈക്വൽ ടു എത്ര വരുന്നത്, 200 ആണ് ഒമേഗ എന്ന് പറയുന്ന സാധനം. സോ വാട്ട് ഈസ് വി മാക്സ്? വി മാക്സ് ഈസ് ഈക്വൽ ടു നമ്മൾ ഇപ്പുറത്ത് കണ്ടുപിടിച്ചതുപോലെ ദാറ്റ് ഈസ് എ ഒമേഗ എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25 ഇൻറ്റു 200 എന്നാണ് വരിക. 0.25 നമുക്കറിയാലോ 1/4 ആണ്. 1/4 ഇൻറ്റു 200 എന്നാണ് വരിക. അത് എത്ര വരുന്നുണ്ടാവുക മക്കളെ? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 50 എന്നാണ് വരുന്നുണ്ടാവും ഉത്തരം. 50 cm/s. നോക്കിക്കോ, 4ാമത്തെ ഓപ്ഷൻ കണ്ടോ, അവിടെ കിടക്കുന്ന സാധനം കണ്ടോ. സോ വി ആർ ജസ്റ്റ് ഗോയിങ് ത്രൂ ദാറ്റ്. ഇതെനിക്ക് ഒറ്റയടിക്ക് സിമ്പിളായിട്ട് എ ഒമേഗ എന്നൊക്കെ പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തരാൻ പറ്റും. പക്ഷേ അത് അങ്ങനെ ചെയ്യാനല്ല നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. വി വിൽ ബി ടെല്ലിംഗ് ദ ബേസിക് തിയറി ആൻഡ് വി വിൽ ബി മേക്കിംഗ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ്. എങ്ങനെയാണ് ഒരു നോർമൽ SHM സിമ്പിൾ ഹാർമോണിക് മോഷൻ എങ്ങനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാം, അതിനകത്ത് എങ്ങനെ വെലോസിറ്റി ഡിറൈവ് ചെയ്യാം, അതിൻ്റെ മാക്സിമം വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം, അതെങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് മനസ്സിലായോ നോക്കിയേ. മനസ്സിലായെങ്കിൽ ജസ്റ്റ് ടെൽ മീ ദാറ്റ് ദിസ് ഈസ് ഓക്കെ ദെയർ ആൻഡ് ജസ്റ്റ് ടെൽ മീ ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യണോ, അടുത്ത ക്വസ്റ്റ്യൻ എന്നുള്ള കാര്യം കൂടി ഇപ്പം കമൻറ്റ് ബോക്സിലേക്ക് പറഞ്ഞോ. ഞാനിവിടെ ബാക്കി റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുന്ന സമയം കൊണ്ട് ഡെഫിനറ്റ്ലി യു ഹാവ് ടു ടെൽ മീ ദിസ് തിങ്. എന്താ പറഞ്ഞു തരേണ്ടത്, ഇങ്ങനെ തന്നെ വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് നോക്കിക്കോട്ടെ. കുറേ ആൾക്കാർ ലൈവിൽ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. സോ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ടെൽ മീ ദാറ്റ് ഇതെങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. പറയൂ കമോൺ ഫാസ്റ്റ്. സോ ഇവിടെ നോക്കിക്കോ, ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ഹിയർ ദിസ് നോർമൽ ഫോർമുല അല്ലെങ്കിൽ അല്ലേ നോർമൽ ഇക്വേഷൻ, റെപ്രസെൻറ്റേറ്റീവ് ഇക്വേഷൻ ഫോർ ആൻ SHM ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാനത് എഴുതി
തീരുമ്പോഴത്തേക്ക് കേട്ടോ, ദിസ് ഈസ് നോട്ട് ഫോർ യു. y ഈസ് ഈക്വൽ ടു a sin omega t. ഇതിനകത്ത് y വിൽ ബി റെപ്രസെൻറ്റിംഗ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, a ഈസ് റെപ്രസെൻറ്റിംഗ് ദ ആംപ്ലിറ്റ്യൂഡ് ആണോ, ആൻഡ് ഒമേഗ ഈസ് റെപ്രസെൻറ്റിംഗ് ദ ആംഗുലാർ ഫ്രീക്വൻസി എന്നുള്ള സാധനമായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ആൻഡ് ടി വിൽ ബി ദാറ്റ് ആ ഒരു പോയിന്റിലുള്ള ടൈം, ഇൻസ്റ്റൻറ്റീനിയസ് ടൈം എന്നുള്ളതായിരിക്കും മനസ്സിലാവുന്നുണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ നോക്കിയേ, ഈ സാധനം മനസ്സിലാവുന്നു. നിങ്ങളുടെ കമൻറ്റ് എവിടെ കമൻറ്റ് ബോക്സിൽ ഒരു മൂവ്മെൻറ്റ് കാണുന്നില്ല കേട്ടോ. നിങ്ങളിങ്ങനെ സീരിയസ്ലി ഉത്തരം എഴുതിയെടുത്തുകൊണ്ടിരിക്കുകയാണോ? ഒരാൾ പറഞ്ഞു ഇതുപോലെ എക്സ്പ്ലെയിൻ ആക്ക് സാർ എന്നുള്ള കാര്യം. സോ ലെറ്റ് മീ സീ ദാറ്റ് തിങ്. ദിസ് ഈസ് എ നോർമൽ ഇക്വേഷൻ ആൻഡ് ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദ വെലോസിറ്റി, വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ഡു ദ ഡിസ്പ്ലേസ്മെൻറ്റിനെ എന്ത് ചെയ്യണം, യു ഹാവ് ടു ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈമിനെ വെച്ച്. അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡി ബൈ ഡി ടി ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വെലോസിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വൈ അല്ലേ. വൈ എന്ന് പറഞ്ഞ സാധനം അല്ലേ, ദിസ് വൈൻ്റെ അല്ലേ, വൈ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വാട്ട്, പറഞ്ഞ മക്കളെ, ഡി ബൈ ഡി ടി ഓഫ് വാട്ട്, എ സൈൻ ഒമേഗ ടി, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഞാൻ പറഞ്ഞു എ ഒമേഗ കോസ് ഒമേഗ ടി എന്നുള്ള സാധനമാണ് അതിനകത്ത് വരുന്നുണ്ടാവുക. സോ നിങ്ങൾക്ക് ഡിഫറൻഷിയേഷൻ അറിയില്ലെങ്കിൽ വി വിൽ ബി ടേക്കിംഗ് അനദർ സെഷൻ ഫോർ ദാറ്റ് തിങ്. സെറ്റാണോ, റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കിയേ. സോ ഇത്തരം സാധനങ്ങൾ കണ്ടുപിടിച്ചു. അതിനകത്ത് നമ്മൾ പറഞ്ഞു വി മാക്സ് വരണമെങ്കിൽ കോസ് ഒമേഗ ടി ഷുഡ് ബി ഈക്വൽ ടു 1. സോ ദ വി മാക്സ് ഈസ് ഈക്വൽ ടു എ ഒമേഗ ഇൻറ്റു 1, ദാറ്റ് ഈസ് ഇ ഒമേഗ എന്നുള്ള സാധനം തന്നെ. സോ ഇത് കറക്റ്റായിട്ട് എഴുതിയെടുത്തോ. ദിസ് ഈസ് എ സിമ്പിൾ തിങ് ആൻഡ് വി വിൽ ബി ഡൂയിങ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഡി ആണോ, പവറാണോ, ക്ലിയർ ആണോ, ഉഷാറാണോ എന്നുള്ള കാര്യം പറയും. ഉഷാറാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പറയണം. ആൻഡ് വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഇത് അവിടെ വെച്ചിട്ടുണ്ട്, ആ ചാനലിലേക്ക് വരിക. സോ ഡെഫിനറ്റ്ലി we will do that thing. So here comes the second question for you. Different thing. Okay ആണോ, ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിക്കോ. ക്ലിയർ ആണല്ലോ അല്ലേ. എ ബോഡി ഓഫ് മാസ് എം. ഫസ്റ്റത്തെ കാര്യം കേട്ടോ, ഞാൻ പറയാം. സിസ്റ്റമാറ്റിക്കലി ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്തോ. സിസ്റ്റമാറ്റിക്കലി ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ആൻ ആൻസർ. ഉറപ്പാണ്. നിങ്ങൾക്ക് ആൻസറിലേക്ക് പോകും. നിങ്ങൾ പറയില്ലേ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതല്ലേ നിങ്ങളൊരു പ്രധാനപ്പെട്ട പ്രശ്നം. എല്ലാവരുടെയും പ്രശ്നം അതാണ്. അതിനപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക്കലി ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ, ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്ത് നോക്കാം. സോ എ ബോഡി ഓഫ് മാസ് എം, ഇവിടെ തന്നിട്ടുണ്ട് മാസ് എന്ന് പറഞ്ഞാൽ എം ആണ്. അറ്റാച്ച് ടു ദ ലോവർ എൻഡ് ഓഫ് എ സ്പ്രിങ്, അതൊരു സ്പ്രിങ് ആണ്. അതായത് ഒരു ബോഡീനെ, ഒരു മാസ് എം ഉള്ള ഒരു സാധനത്തിന് ഒരു സ്പ്രിങ്ങിലേക്ക് വെക്കുക. അത് പടം വരയ്ക്കാം, നമുക്ക് നോക്കാം കേട്ടോ. നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ വിൽ ഡ്രോ എ സ്പ്രിങ്. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ മേൽഭാഗം ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണല്ലോ. അപ്പർ എൻഡ് ഈസ് ഫിക്സ്ഡ്, അവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ താഴേക്ക് ഒരു ബോഡി ഓഫ് മാസ് എം ഈസ് കണക്റ്റഡ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ ഫസ്റ്റ് തിങ് ഈസ് ലൈക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഇമാജിൻ ചെയ്ത് നോക്കണം. ഓക്കെ ആണോ, റെഡി ആണോ? ആർ യു റെഡി ടു ഇമാജിൻ വിത്ത് മീ? അയ്യോ, ഐ വിൽ ടേക്ക് സം ടൈം, ഐ നോ ദാറ്റ് തിങ്. ദിസ് ഡിസ്കഷൻ വിൽ ഗോ ഫോർ സം ടൈം. പക്ഷേ എത്ര നേരമായി കഴിഞ്ഞാലും, രാത്രി 12 മണിയായാലും 1 മണിയായി കഴിഞ്ഞാലും, ഐ എം റെഡി ടു സ്റ്റാൻഡ് ഹിയർ ആൻഡ് ഐ എം റെഡി ടു എക്സ്പ്ലെയിൻ ഓൾ ദ ക്വസ്റ്റ്യൻസ് ഹിയർ. ഓക്കെ ആണോ? അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വി വിൽ ഫിനിഷ് ദാറ്റ് തിങ് വിത്ത് ബേസിക് എക്സ്പ്ലനേഷൻസ്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വി ഹാവ് ടു ഇമാജിൻ ദാറ്റ് തിങ് ആൻഡ് വി ഹാവ് ടു ഡ്രോ ദിസ് തിങ്. ഇങ്ങനെ ചെയ്ത് നോക്കാമല്ലോ അല്ലേ. ദ സ്പ്രിങ് ഹാസ് നെഗ്ലിജിബിൾ മാസ്. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ മാസ് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. വെൻ മാസ് എം ഈസ് സ്ലൈറ്റ്ലി പുൾഡ്, ഈ മാസ് എമ്മിനെ പതുക്കെ താഴേക്ക് പുള്ളി തൊട്ട്, അതായത് ഒരു സ്പ്രിങ്ങിന് ഇങ്ങനെ നിൽക്കല്ലേ, ഒരു മാസിനെ പതുക്കെ താഴേക്ക് വലിച്ചു വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് ഓസിലേറ്റ് വിത്ത് എ ടൈം പീരീഡ് ഓഫ് 3 സെക്കൻഡ്. 3 സെക്കൻഡിന് ടൈം പീരീഡിൽ അത് ഓസിലേറ്റ് ചെയ്യും. അതായത് വലിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ മേളിലേക്ക് പോകും, താഴേക്ക് വരും, മേളിലേക്ക് താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒരു ടൈം പീരീഡ് എത്രയായിരിക്കും? ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 3 സെക്കൻഡ് ആണ്. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി എന്ന് പറയാൻ മക്കളെ, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആ ഒരു സാധനം എടുത്ത് എഴുതി വെക്കണം. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു 3 സെക്കൻഡ്സ് ആണ് എന്നുള്ളവരും കിട്ടണം. അപ്പോൾ മാസ് എത്രയാണ്? മാസ് ഈസ് ഈക്വൽ ടു എം ആണ് തന്നിട്ടുള്ളത്. ആൻഡ് അതിന് ടി ഈസ് ഈക്വൽ ടു 3 സെക്കൻഡ്സ് ആണ് തന്നിട്ടുണ്ടാവുകയാണല്ലോ അല്ലേ. പിന്നെ അടുത്ത പറയുകയാണെ, വെൻ ദ മാസ് എം ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 kg. ഈ മാസ് എമ്മിലേക്ക് 1 kg കൂടി 1 kg കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് 1 കിലോയും കൂടി കൂട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ ദ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ബിക്കം 5 സെക്കൻഡ്സ്. ഇവിടെയാണ് അവർ പറയുന്നത്. അപ്പോൾ രണ്ടാമതൊരു ചേഞ്ച് വരുത്താണ്. അപ്പോൾ ഈ എം കഴിഞ്ഞു, അടുത്ത ഈ മാസിനൊരു ചേഞ്ച് വരുത്തുന്നത് വെച്ചാൽ ആദ്യം ഉണ്ടായിരുന്ന എമ്മിൻ്റെ കൂടെ എത്ര കിലോ കൂട്ടി? 1 കിലോയും കൂടെ കൂട്ടി. സോ ദിസ് എം വിൽ ബിക്കം എത്ര? രണ്ടാമത്തെ മാസം കേട്ടോ. എം ഡാഷ് എന്ന് പറയണതല്ല, ഞാൻ M2 എന്നോ M1 എന്നോ MX എന്നോ ഇനി വേറെ എന്തെങ്കിലും സാധനം എന്നൊക്കെ പറയാൻ പറ്റും. രണ്ടാമത്തെ മാസം എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന എമ്മിൻ്റെ കൂടെ 1 കിലോയും കൂടെ കൂട്ടി, M+1 കിലോഗ്രാമായി. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് എത്ര എന്നാണ് പറഞ്ഞത്? 5 സെക്കൻഡായി. 5 സെക്കൻഡായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് അവർ ചോദിച്ചത് എന്താ വെച്ചാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എം ഇൻ kg. ഈ എമ്മിൻ്റെ വാല്യൂ എത്രയായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. സോ ഇത് നോക്ക്. സോ ദിസ് ഈസ് ലൈക്ക് ഒരു സ്പ്രിങ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനെ പറ്റിയിട്ടാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പ്രിങ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനെ പറ്റിയിട്ടാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ അതായത് ഈ സ്പ്രിങ് ഉള്ള സാധനം എന്ത് ചെയ്താൽ വലിച്ചു തിരിച്ചു വിട്ടു. അപ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ മാസം എത്രയാക്കിയിട്ട് 1+ കിലോഗ്രാം കൂട്ടിക്കഴിഞ്ഞപ്പം ആദ്യം 3 സെക്കൻഡിൽ പോയിക്കൊണ്ടിരുന്ന സാധനം ഇപ്പോൾ 5 സെക്കൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടുക എന്നുള്ളതാണ് പറയാനുള്ളത്. മനസ്സിലാവാനുണ്ടോ മക്കളെ? റെഡി ആണോ എന്നുള്ള കാര്യം പറഞ്ഞാൽ യു ഹാവ് ടു ടെൽ മീ ദാറ്റ് തിങ്. ഇത് പറയുന്ന സമയത്ത് ഐ വിൽ ഇൻട്രൊഡ്യൂസ് എ ഇക്വേഷൻ ഫോർ യു. അതായത് ഈ സ്പ്രിങ് വെച്ചിട്ടുള്ള സാധനങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ലെറ്റ് us go.
ഒരു സ്പ്രിങ് വെച്ചിട്ടുള്ള സാധനങ്ങൾ റെഡിയാണല്ലോ അല്ലേ. ഒരു സ്പ്രിങ് വെച്ചിട്ടുള്ള സാധനത്തിൻ്റെ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ് പെൻഡുലം, നമുക്ക് യു ക്യാൻ ടെൽ ലൈക്ക് സ്പ്രിങ് പെൻഡുലം അല്ലെങ്കിൽ സ്പ്രിങ് വെച്ചിട്ട് സാധനം ഓസിലേറ്റ് ചെയ്യുന്ന സാധനത്തിൻ്റെ അതാണ് പറയുകയാണെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2π√of m/k എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. എഴുതിയെടുത്തോ മക്കളെ, റെഡിയാണോന്ന് ആലോചിച്ച് നോക്കി. 2π√of m/k. ഇതിനകത്ത് നമുക്കറിയാൻ പറ്റും ടി ഈസ് വാട്ട്, ടി എന്താ മക്കളെ പറഞ്ഞോ, ടി ഈസ് വാട്ട് ടൈം പീരീഡ്, ടി ഈസ് വാട്ട് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ അല്ലേ, ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ആണ്. ആൻഡ് വാട്ട് ഈസ് എം ഈസ് മാസ്, അതിനകത്തേക്ക് ആ സ്പ്രിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മാസ് ആണ്. ആൻഡ് വാട്ട് ഈസ് ദിസ് കെ ഈസ് വാട്ട്, കെ ഈസ് ദ സ്പ്രിങ് കോൺസ്റ്റൻറ്റ്, കെ ഈസ് ദ വാട്ട് സ്പ്രിങ് കോൺസ്റ്റൻറ്റ്. ഓരോ സ്പ്രിങ്ങിനും അതിൻ്റേതായ ഒരു സ്പ്രിങ് കോൺസ്റ്റൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് പറയുക. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഇക്വേഷനിലേക്ക് നമുക്ക് നോക്കാം അല്ലേ. ആദ്യത്തെ കണ്ടീഷനിൽ T1 വാസ് വാട്ട്, എത്രയായിരുന്നു, T1 വാസ് വാട്ട് 3 സെക്കൻഡ് ആയിരുന്നു T1 ഉണ്ടായിരുന്നത്. ആൻഡ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന മാസ് വാസ് ലൈക്ക് എം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത് ആ മാസം എത്രയാക്കി, രണ്ടാമത്തെ മാസം എന്ന് പറഞ്ഞാൽ എമ്മിൻ്റെ കൂടെ 1 കിലോയും കൂടെ കൂട്ടി m+1 ആക്കി. അപ്പോൾ എത്രയാക്കി, T2 ടൈം പീരീഡ് എത്രയായിരുന്നു, ടൈം പീരീഡ് വിൽ ബിക്കം വാട്ട് 5 സെക്കൻഡ്സ് ആക്കി മാറ്റി. നമുക്കിതൊന്ന് എഴുതി നോക്കിയാലോ, ക്യാൻ വി റൈറ്റ് ഡൗൺ ദിസ് തിങ്, ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലോ, നമ്മൾ ഇമെയിൽ തന്നിരിക്കുന്ന ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലോ, വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദാറ്റ് തിങ്. ഇവിടെ കണ്ടോ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സാധനം T1 ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ പറഞ്ഞോ, റെഡിയാണോ നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ. ഇത് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട്, ഇത് എക്സ്പ്ലനേഷൻ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് വേസ്റ്റ് ടൈം, യു ഹാവ് ടു ഡയറക്റ്റ്ലി ടെൽ മീ സാർ മനസ്സിലായിട്ടില്ല, എനിക്കിതൊന്നും കൂടി പറഞ്ഞു തരണം. നിങ്ങളൊന്നും കൂടി പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി എന്തായാലും പറഞ്ഞു തരുന്നുണ്ടാവും. കുറച്ചും കൂടി സ്പീഡിൽ എടുക്കുമെന്നില്ലേ, യാ ഡെഫിനറ്റ്ലി. അപ്പോൾ ഒരു അടിപൊളിയായിട്ട് സ്പീഡ് കൂട്ടാൻ വേണ്ടി പറയുന്നുണ്ട്. സോ നമ്മൾ ഭയങ്കര സ്പീഡിലേക്ക് നമുക്ക് കൊണ്ടുപോകാം കേട്ടോ, കുറച്ചും കൂടി സ്പീഡിലേക്ക് കേട്ടോ. അപ്പോൾ T1 ഈസ് ഈക്വൽ ടു എങ്ങനെ വരുന്നുണ്ടാവുക, 2π√of m/k. ഇങ്ങനെ തന്നെയല്ലേ നോക്ക്, ഇവിടെ മാസം എം തന്നെയല്ലേ. T2 വാട്ട് ഈസ് T2 വരുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും എം എന്ന് പറയുന്ന സാധനം m+1 ആയി. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ഇത് എത്ര സെക്കൻഡ് ആയിരുന്നു, ദിസ് ഇസ് 3 സെക്കൻഡ്സ്, ഈക്വൽ ടു 3 സെക്കൻഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. T2 ഈസ് ഈക്വൽ ടു വാട്ട് 2π√of m അല്ല m+1/k ആണ് വരിക. ദാറ്റ് വിൽ ബി ഈക്വൽ ടു വാട്ട് 5 സെക്കൻഡ്സ് എന്നാണ് വരുന്നുണ്ടാവുക. സോ ഇതിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് ഐ ക്യാൻ ഡു, എനിക്ക് ഈ രണ്ട് എണ്ണത്തിനെയും കൂടി ഡിവൈഡ് ചെയ്ത് നോക്കാൻ പറ്റും, T1/T2 ചെയ്ത് നോക്കാൻ പറ്റും. സോ ഐ വിൽ ബി റൈറ്റിംഗ് 2π√of. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ മക്കളെ, ഇത് ഒറ്റയടിക്കൊന്നും വെട്ടി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല. ഇത് എഴുതി സ്റ്റെപ്പ് ബൈ എഴുതി ചെയ്താൽ മതി. ഇനീഷ്യലി അറിയില്ലാത്ത ആൾക്കാർ, ദാറ്റ് ഈസ് എനിക്കറിയാം ഒരുപാട് അറിയില്ലാത്ത ആൾക്കാരുണ്ട്, അവരെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഈ സാധനം ചെയ്യുന്നുണ്ടാവുക. സോ ഇങ്ങനെ ഇത് എഴുതിയിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ സിമിലർ സാധനങ്ങൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയി കളയാൻ പറ്റും. സിമിലർ ആക്കാൻ വേണ്ടിയിട്ട് എളുപ്പമുണ്ടല്ലോ. ഈ റൂട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ പേര് കൺഫ്യൂഷൻ ഉണ്ടാവാറില്ലേ, കൺഫ്യൂഷൻ ഒന്നും അടിക്കാത്ത രൂപത്തിലേക്ക് ഞാൻ ഈ റൂട്ടിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് തരാം. സോ ഇവിടെ കണ്ടോ, ഞാൻ ആദ്യത്തെ മേലത്തെ എഴുതാൻ 2π√m/√k എന്ന് എഴുതാൻ പറ്റും. ഇതൊക്കെയാണ് √m/√k എന്ന് എഴുതാൻ പറ്റും. അതാണ് ഒരു റൂട്ടിൻ്റെ ഉള്ളിൽ രണ്ട് സാധനം എഴുതിയാൽ മേളത്തേന് റൂട്ട് കൊടുക്കുക, താഴത്തേന് റൂട്ട് കൊടുക്കുക, അങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടി എനിക്ക് പറ്റും. ഉറപ്പാണല്ലോ അല്ലേ. രണ്ടാമത് 2π√of m+1 ഡിവൈഡഡ് ബൈ √k എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് സിമിലർ സാധനങ്ങളെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമുണ്ടാവും. സോ ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും, ഐ എം ക്യാൻസലിംഗ് ദിസ് 2π വിത്ത് ദിസ് 2π, രണ്ട് 2π ക്യാൻസൽ ആക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഇവിടെ നോക്കിക്കോ, ഇവിടെ ഈ √k വിത്ത് ദിസ് √k ക്യാൻസൽ ആക്കാൻ പറ്റും. പറ്റൂലേ, ആലോചിച്ച് നോക്കുക മക്കളെ. അപ്പോൾ ഈ T1/T2 എന്ന് പറയുന്ന സാധനം എന്തായിട്ട് മാറുന്നുണ്ടാവും, ദിസ് ഇക്വേഷൻ വിൽ ബിക്കം √m/√m+1 എന്നുള്ള രൂപത്തിലേക്കായി മാറും. ദിസ് T1/T2 എന്നുള്ള സാധനങ്ങൾ ഇങ്ങനെ ആയി വരും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു √m/m+1 എന്നുള്ള കാര്യം എനിക്ക് എഴുതാൻ പറ്റും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു T1 എത്രയായിരുന്നു മക്കളെ, T1 വാസ് 3 ആൻഡ് T2 വാസ് വാട്ട് 5 ഈസ് ഈക്വൽ ടു 3/5 എന്നുള്ള കാര്യത്തിലേക്ക് എനിക്ക് എഴുതിയെടുക്കാൻ പറ്റും. സോ ഇവിടെ നോക്കിക്കോ, ഇങ്ങനെയല്ല വരിക. ഇനി ഈ റൂട്ട് ഒഴിവാക്കാൻ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക, എനിക്ക് ഇവിടെയും സ്ക്വയർ ചെയ്യാം, ഇവിടെയും സ്ക്വയർ ചെയ്യാം, അങ്ങനെയല്ലേ വരുന്നുണ്ടാവുക ടോട്ടലി. സോ അവിടെ എഴുതാൻ പറ്റും m/m+1 ഈസ് ഈക്വൽ ടു 3ൻ്റെ സ്ക്വയർ 9 ഡിവൈഡഡ് ബൈ 5ൻ്റെ സ്ക്വയർ 25 എന്നുള്ള രൂപത്തിലേക്ക് എഴുതാൻ പറ്റും. ഇനി എനിക്കിത് സോൾവ് ചെയ്തെടുത്താൽ മതി. എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, ഈ 25നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം, ദാറ്റ് വിൽ ബിക്കം 25m എന്നാവും. ഈസ് ഈക്വൽ ടു, ഇനി ഈ m+1നെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, 9 × m+1 എന്നുള്ള രൂപത്തിലേക്ക് വരും. ഇഫ് ഐ എം സോൾവിങ് ഐ വിൽ ബി ഗെറ്റിംഗ് 9m+9 എന്നുള്ള രൂപത്തിലേക്ക് കിട്ടുന്നുണ്ടാവും. സോ ഐ വിൽ ബി ഗെറ്റിംഗ് 25m ഈസ് ഈക്വൽ ടു 9m+9 എന്നാണ് കിട്ടുക. സോ ഞാൻ ഈ 9m ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചോ. സോ 25m - 9m ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. ഐ വിൽ ബി ഗെറ്റിംഗ് 16m ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. ആണോ? സോ m കിട്ടാൻ വേണ്ടിയിട്ട് ഈ 9 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. സോ ഈ 16 അപ്പുറത്തേക്ക് കൊണ്ടുപോയി. സോ m ഈസ് ഈക്വൽ ടു 9/16 എന്നുള്ള ഉത്തരത്തിലേക്ക് കിട്ടുന്നുണ്ടാവും. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു, നമ്മൾ സിസ്റ്റമാറ്റിക്കലി അപ്രോച്ച് ചെയ്യുക, ആ ഇക്വേഷൻസ് നമുക്ക് അറിയുന്ന ഇക്വേഷൻസ് എഴുതുക, ആൻഡ് വി ഹാവ് ടു ക്യാൻസൽ ദിസ് തിങ്. ചെയ്തെടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ്, നമുക്ക് കിട്ടിയ ഉത്തരം എത്രയായിരുന്നു, 9/16 എന്നുള്ളത്. ഓപ്ഷൻ നമ്പർ 4 റൈറ്റ് ആയിട്ട് വരും. സോ ഇത്രയും സാധനങ്ങളിലേക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ക്ലിയർ ആണോ?
റെഡിയാണോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈസ് ദാറ്റ് ഓക്കെ? കുറച്ചും കൂടി സ്പീഡിൽ എടുക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ഐ വിൽ ബി ടെസ്റ്റിംഗ് ലൈക്ക് സ്പീഡിൽ ക്ലാസ് എടുക്കേണ്ട ആൾക്കാരുണ്ടെങ്കിൽ സ്പീഡ് എന്ന് പറയാം. സ്ലോയിലാക്കേണ്ട ആൾക്കാരുണ്ടെങ്കിൽ സ്ലോ എന്ന് പറയാം. ജസ്റ്റ് നോക്കിക്കോ, നിങ്ങൾ അവിടെ കമൻറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഗൈഡ് ചെയ്യുന്നത് പോലെ അതേ സ്പീഡിൽ നിങ്ങൾ വാട്ട് എവർ ദ സ്പീഡ് യു ആർ റിക്വയറിങ് ആ സ്പീഡിലേക്ക് നമ്മൾ പോകുന്നുണ്ടാവും. ഉറപ്പാണോ? റെഡിയാണോ? ക്ലിയർ ആണോ? ക്യാൻ ഐ കണ്ടിന്യൂ നിങ്ങൾ പറയുന്ന സ്പീഡിലേക്ക് പോകാം. അപ്പോൾ സ്പീഡിൽ വേണ്ടവർക്ക് സ്പീഡ് എന്ന് പറയാം, സ്ലോയിൽ വേണ്ടവർക്ക് സ്ലോ എന്ന് പറയാം. അപ്പോൾ ആരാണോ കൂടുതൽ സാധനം പറയുന്നത് അതനുസരിച്ച് സാധനങ്ങൾ ഉണ്ടാവും. ദിസ് ഇസ് ലൈക്ക് ആൻ ഇൻറ്ററാക്റ്റീവ് തിങ്. ദിസ് ഇസ് നോട്ട് എ റെക്കോർഡഡ് വീഡിയോ, റൈറ്റ്? ലൈവായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമല്ലേ. അപ്പോൾ നിങ്ങൾ പറയുന്ന സ്പീഡിലേക്ക് എനിക്ക് കൊണ്ടുപോകുന്നതിന് എനിക്ക് വലിയ തടസ്സമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ആണോ? റെഡിയാണോ? കൺഫ്യൂഷൻ ഉണ്ടോ? സോ നോക്കിക്കോ, ദ ക്വസ്റ്റ്യൻ നമ്പർ 3. റെഡിയാണോ? ആഞ്ഞു പിടിച്ചോട്ടോ. ആഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊളിച്ചടക്കാം. ആഞ്ഞു പിടിക്കാനുള്ള ഗെയിമാണ്. ഇതപ്പോൾ നോക്കിക്കോ, ക്വസ്റ്റ്യൻ വായിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ച് വായിക്കണം. ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ മാസ് എം തന്നിട്ടുണ്ട്. സസ്പെൻഡഡ് ഫ്രം എ സ്പ്രിംഗ് ഓഫ് നെഗ്ലിജിബിൾ മാസ് ഇസ് ടി. അത് ആദ്യമേ തന്നിട്ടുണ്ട് അല്ലേ. അതായത് ഇതേപോലെ തന്നെ നമുക്കിങ്ങനെ കിട്ടാത്ത സാധനം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്പ്രിങ്ങിൽ ഒരു മാസ് എത്രയാണ്? ക്യാപിറ്റൽ എം ആണെന്നില്ല അല്ലേ. ക്യാപിറ്റൽ എം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ ഇസ് വാട്ട്? ടി ആണ്. ഇഫ് അലോങ് വിത്ത് അനദർ എം, ഒരു മാസ് എം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതേ നമ്മൾ തൊട്ട് മേളിൽ ചെയ്ത ക്വസ്റ്റിനകത്ത് ആ മാസിലേക്ക് 1 കിലോഗ്രാമാണ് കൂടി ചേർത്തത്. ഇത് ഒരു മാസം കൂടി ഒരേ മാസ് എം കൂടി ആഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ദ പീരീഡ് ഓഫ് ഓസിലേഷൻ വിൽ ബി എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? വാട്ട് വാസ് ദ ഇക്വേഷൻ മക്കളെ? ഞാൻ ഓൾറെഡി പറഞ്ഞു, ടി ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് മാസ് ഡിവൈഡഡ് ബൈ സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഇങ്ങനെയല്ലേ വരുന്നുണ്ടാവുക. സോ ഇതിനകത്ത് നമുക്കറിയാൻ പറ്റും ഈ 2π ഒരു കോൺസ്റ്റന്റ് ആണ്, ഈ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഒരു കോൺസ്റ്റന്റ് ആണ്. ഇതിനകത്ത് എം മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. സോ ഐ ക്യാൻ ഈസിലി റൈറ്റ് ഇറ്റ് ലൈക്ക് ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് എം എന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റും. പറ്റുമല്ലോ? റൂട്ട് ഓഫ് എം പറയാൻ പറ്റില്ലേ? പറ്റും. ഇതിനകത്ത് ആദ്യം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഇനീഷ്യലി ഈ എം സസ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ദ ടൈം പീരീഡ് വാസ് ടി ആൻഡ് ടി വാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്മുടെ ക്യാപിറ്റൽ എം. ഇങ്ങനെയായിരുന്നു. ഇനി രണ്ടാമത് പുതിയൊരു ടൈം പീരീഡ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കണക്ക് കൂട്ടേണ്ടത് ഈ ടൈം പീരീഡാണ് കണക്ക് കൂട്ടേണ്ടത്. ആ രണ്ടാമതുണ്ടായ ടൈം പീരീഡ് ഐ ക്യാൻ കോൾ ഇറ്റ് ആസ് ടി ഡാഷ് T1 T2 പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പുതിയ സാധനം ഞാൻ ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ആസ് ടി ഡാഷ്. ദാറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈ എം മാത്രമാണ് ഉള്ളൂ. അല്ല, ആ എമ്മിൻ്റെ കൂടെ ഒരു എം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദാറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 2m. റൂട്ട് ഓഫ് 2m ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുന്ന പറയാം. ആണോ അല്ലയോ? സോ എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? എനിക്ക് ഈ സാധനം ഇപ്പോൾ 2 ഇക്വേഷൻ കിട്ടിയില്ലേ. ഇപ്പുറത്തേക്ക് നോക്കിക്കോ. യു ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ഡൗൺ ഹിയർ. എങ്ങനെ പറയുന്നുണ്ട്? 2 ഇക്വേഷൻ എനിക്ക് എങ്ങനെ കിട്ടിയത്? ആദ്യത്തെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ദാറ്റ് വാസ് ലൈക്ക് ടി വാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ക്യാപിറ്റൽ എം. രണ്ടാമത്തെ ഇക്വേഷൻ ടി ഡാഷ് വാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് 2m ക്യാപിറ്റൽ ക്യൂ റൂട്ടിൻ്റെ ഉള്ളിൽ 2m റൂട്ട് 2m ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ക്യാൻ ഡിവൈഡ് ബോത്ത് സൈഡ്സ്. ഇവിടെയും ഡിവൈഡ് ചെയ്യാം, ഇവിടെയും ഡിവൈഡ് ചെയ്യാം. സോ ദാറ്റ് വിൽ ബിക്കം ടി ബൈ ടി ഡാഷ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരുന്നുണ്ടാവുക? റൂട്ട് എം ഡിവൈഡഡ് ബൈ റൂട്ട് 2 ഇൻറ്റു റൂട്ട് എം. എഴുതാൻ പറ്റുമോ? പറ്റൂലോ. റൂട്ടിൻ്റെ ഉള്ളിൽ 2m അല്ലേ, നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതാൻ പറ്റുമ്പോൾ സിമിലർ സാധനങ്ങൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഐ എം ഗോയിങ് ടു കട്ട് ദിസ് സ്മോൾ എം, ദിസ് റൂട്ട് എം ആൻഡ് ദിസ് റൂട്ട് എം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഐ വിൽ ബി ഗെറ്റിംഗ് ദ ഇക്വേഷൻ ലൈക്ക് വാട്ട്? ക്യാപിറ്റൽ ടി ബൈ ടി ഡാഷ് ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 2 എന്ന് കിട്ടുന്നുണ്ടാവും. സോ ഐ വാണ്ട് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദിസ് ടി ഡാഷ്. ടി ഡാഷിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, റൂട്ട് 2 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. സോ ഐ വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് ടി ഡാഷ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 ക്യാപിറ്റൽ ടി എന്നുള്ളൊരു ഉത്തരം കിട്ടും. കിട്ടിയോന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് മനസ്സിലായോ? ഇത് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ കൈവെക്കണേ. സ്ലോ സ്പീഡ് പറയുന്നുണ്ട് അല്ലേ. സോ ഈ സാധനം മനസ്സിലായോ? ക്ലിയർ ആയോ? കുറച്ചും കൂടി സ്പീഡിൽ എടുക്കുമോ? ഓവർ സ്പീഡ് ആവാണ്ടി നിന്നാൽ മതി. ഓവർ സ്പീഡ് സാധനങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും. സോ ദിസ് ആൻസർ ഈസ് ലൈക്ക് ദിസ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എമ്മും കൂടി ഇതിനകത്തേക്ക് വന്ന സമയത്ത് ദിസ് ആൻസർ വിൽ ബിക്കം വാട്ട്? റൂട്ട് 2t എന്നുള്ള രൂപത്തിലേക്ക് മാറി വരുന്നുണ്ടാവും. റൂട്ട് 2t. ആദ്യം എം ഉണ്ടായിരുന്നു, പിന്നെ ഒരു എമ്മും കൂടി വെച്ചു. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ക്ലിയർ ആണോ? യാ, ഗുഡ്, വെരി ഗുഡ്. സോ അടുത്ത സാധനം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ നമ്മൾ ആ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത് നിർത്തിയതിൻ്റെ അടുത്ത അഡ്വാൻസ്ഡ് സാധനത്തിലേക്കാണ് ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടാവുക. സോ നോക്കാം അല്ലേ. 2 സിമ്പിൾ ഹാർമോണിക് മോഷൻസ്, 2 സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കും y ഈസ് ഈക്വൽ ടു എന്താ പറയുക? അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനല്ലേ നമുക്ക് ആദ്യം ഓർമ്മ വരിക. ബേസിക്കലി നമ്മൾ പഠിച്ചത് y ഈസ് ഈക്വൽ ടു a sin ഒമേഗ t. ഇതായിരുന്നു നമ്മൾ ആദ്യം പഠിച്ച സാധനം അല്ലേ. ആൻഡ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒമേഗ വന്നിട്ടുണ്ട് അല്ലേ. ആദ്യത്തിൻ്റെ ഒമേഗ എത്രയായിരുന്നു? ഫസ്റ്റ് സാധനത്തിൻ്റെ ഒമേഗ 1 വാസ് ലൈക്ക് 100 റേഡിയൻ പെർ സെക്കൻഡ്. 100 റേഡിയൻ പെർ സെക്കൻഡ്. രണ്ടാമത്തതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒമേഗ 2. രണ്ടാമത്തതിൻ്റെ പേര് 1000 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. 1000 റേഡിയൻ പെർ സെക്കൻഡ്. അപ്പോൾ ഒന്നാമത് 100 എന്തും. ആൻഡ് ഹൗ ദ സെയിം ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ്. അവർ പറയുന്നത് വെച്ചാൽ വൈയും സെയിം ആണ്, എയും സെയിം ആണ്. എ ആൻഡ് വൈ സെയിം ഫോർ ദീസ് 2. രണ്ടാൾക്കാർക്ക് എയും വൈയും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ, ദ റേഷ്യോ ഓഫ് their maximum acceleration will be, velocity അല്ല ചോദിച്ചത്, ആക്സിലറേഷൻ എത്രയാണെന്ന്
എന്നാണ് ചോദിച്ചത്. എങ്ങനെയാണ് മക്കൾ ഒരു സാധനത്തിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക? ഭയങ്കര സിമ്പിൾ സാധനം, പെട്ടെന്ന് പഠിച്ചോ. ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് പറയുക? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു a sin omega t ആണല്ലോ അല്ലേ. ഇനി വെലോസിറ്റി മാറ്റണം അല്ലേ, ഇതിനെ വെലോസിറ്റി ആക്കണം. വെലോസിറ്റി ആക്കണമെങ്കിൽ എങ്ങനെയാണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി. യു നോ ദാറ്റ് തിങ്, ദാറ്റ് ഇസ് dy/dt ഈസ് ഈക്വൽ ടു നമ്മളിപ്പോൾ ചെയ്തെടുത്തു അല്ലേ. അത് a കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങോട്ട് മാറ്റും. സൈൻ ഒമേഗ ടീൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നുണ്ടാവുക? ഒമേഗ കോസ് ഒമേഗ ടി. ഇങ്ങനെയല്ല വരുന്നുണ്ട്. ഒമേഗ കോസ് ഒമേഗ ടി ആണ് സൈൻ ഒമേഗ ടീൻ്റെ ഡിഫറൻഷ്യൽ. സോ ദ വെലോസിറ്റി വിൽ ബി a ഒമേഗ കോസ് ഒമേഗ ടി. ഇനി ഹൗ ടു ഫൈൻഡ് ദ ആക്സിലറേഷൻ? വളരെ സിമ്പിളാണ്. നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ 1 ഡയമെൻഷണൽ മോഷനിൽ പഠിച്ചിട്ടുണ്ട്. ആക്സിലറേഷൻ ഈസ് വാട്ട്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. മേലത്തെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്താണ്. ദാറ്റ് ഈസ് വാട്ട്? d/dt ഓഫ് വെലോസിറ്റി. d/dt ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു വാട്ട്? നമ്മുടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്താ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? d/dt ഓഫ് പറഞ്ഞോ a ഒമേഗ കോസ് ഒമേഗ ടി. കിട്ടിയോ? ഇതിനകത്ത് നോക്കിക്കോട്ടോ, ഈ a ഒമേഗ കോസ് ഒമേഗ ടിയിൽ ഈ a ഒമേഗ എന്ന് പറയുന്ന സാധനം ദിസ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഡിഫറൻഷ്യലിൻ്റെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കോസ് ഒമേഗ ടീനെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. സോ ദാറ്റ് വിൽ ബിക്കം a ഒമേഗ ഇൻറ്റു d/dt ഓഫ് കോസ് ഒമേഗ ടി. എന്താ കോസ് ഒമേഗ ടീൻ്റെ ഡിഫറൻഷ്യൽ മക്കളെ? കോസ് ഒമേഗ ടീൻ്റെ കോസിൻ്റെ ഡിഫറൻഷ്യൽ, അതായത് ഇപ്പോൾ കോസ് തീറ്റ ഇല്ലേ, കോസ് തീറ്റയോ അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു സാധനം ആയിക്കോട്ടെ, അതിൻ്റെ ഡിഫറൻഷ്യൽ വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, സോ ദാറ്റ് വിൽ ബിക്കം വാട്ട്? കോസിൻ്റെ ഡിഫറൻഷ്യൽ വരുന്നത് മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്നാണ് വരിക. യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ്. ഇത് പഠിച്ചു വെക്കണേ. കോസിൻ്റെ ഡിഫറൻഷ്യൽ വരുന്നത് എന്താണ്? മൈനസ് ഉണ്ട്, സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്നാണ് വരുന്നുണ്ടാവുക. സോ ദ ആൻസർ വിൽ ബിക്കം a ഒമേഗ ഇൻറ്റു മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്ന് വരും. അപ്പോൾ നോക്കിയോ, ഇവിടെ ഒരു ഒമേഗ ഉണ്ട്, ഇവിടെ ഒരു ഒമേഗ ഉണ്ട്, 2 ഒമേഗ അല്ലേ എന്ന് ആലോചിച്ച് നോക്കിയേ. സോ ദാറ്റ് വിൽ ബിക്കം വാട്ട്? a ഒമേഗ സ്ക്വയർ ഇൻറ്റു മൈനസ് സൈൻ ഒമേഗ ടി എന്ന് വരും. ദാറ്റ് വിൽ ബിക്കം മൈനസ് a ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി എന്ന് വരുന്നുണ്ടാവുക. കിട്ടിയോന്ന് ആലോചിച്ച് നോക്കിയേ. ക്ലിയർ ആണോ നോക്കിയേ. സോ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? ആക്സിലറേഷൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിച്ചത്. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു, ഇത് അവിടെ എഴുതിയെടുത്തോട്ടോ, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് a ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി എന്നാണ് ഇതിൻ്റെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ വരുന്നുണ്ടാവുക. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ. സോ നമ്മൾ ഇതിൻ്റെ മോഷൻ്റെ ബാക്കി കാര്യങ്ങൾ വരും കേട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റ് വാസ് y ഈസ് ഈക്വൽ ടു a സൈൻ ഒമേഗ ടി, വെലോസിറ്റി വാസ് dy/dt ദാറ്റ് ഈസ് a ഒമേഗ കോസ് ഒമേഗ ടി, ആൻഡ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വാട്ട്? മൈനസ് a ഒമേഗ സ്ക്വയർ ആൻഡ് സൈൻ ഒമേഗ ടി. ഈ സാധനം മനസ്സിലായോ? ഇത് ക്ലിയർ ആണോ? മനസ്സിലായോ? റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കിയേ. ദിസ് ഈസ് ഹൗ വി വിൽ ബി ഫൈൻഡിങ് ഔട്ട് ദ ആക്സിലറേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇങ്ങനെയാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിക്കുക. കിട്ടുന്നുണ്ടല്ലോ അല്ലേ? കൺഫ്യൂഷൻസ് ഇല്ലാതെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാക്കിക്കോ. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നോക്കിക്കോട്ടോ, ഇവിടെ നോക്കിക്കോ. ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട്? ഡിപ്പെൻഡിങ് അപ്പോൺ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഒമേഗ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇവിടെ തന്ന ഒമേഗ സ്ക്വയർ ആംപ്ലിറ്റ്യൂഡിനോട് ഡിപ്പെൻഡ് ചെയ്യും, ഒമേഗ സ്ക്വയറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ ക്വസ്റ്റിൽ തന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കോട്ടോ. ഇവിടെ തന്നിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? വി ഹാവ് ഗിവൺ ദാറ്റ് ഒമേഗ തന്നിട്ടുണ്ട് ആൻഡ് 2 ഒമേഗ, ഒന്നിൻ്റെത് 100 തന്നിട്ടുണ്ട്, മറ്റേതിൻ്റെ 1000 തന്നിട്ടുണ്ട്. ആൻഡ് ദേ ആർ ടെല്ലിങ് ലൈക്ക് അവർക്ക് എന്തുണ്ട്? they have same displacement and amplitude. ആക്സിലറേഷൻ അല്ല, ആംപ്ലിറ്റ്യൂഡ് സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ആക്സിലറേഷൻ എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഒമേഗ സ്ക്വയർ എന്നാണ് വരുന്നത്. ഒമേഗേൻ്റെ സ്ക്വയറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ a1 എത്രയായിരിക്കും? a1 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 100 സ്ക്വയർ. സോ 100 സ്ക്വയറിനെ ഞാൻ എഴുതണം എങ്ങനെയാണെന്ന് വെച്ചാൽ 10⁻²ൻ്റെ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു വാട്ട്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 10⁻4 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. പറ്റൂലേ? 100 സ്ക്വയർ 10⁻²ൻ്റെ സ്ക്വയർ 10⁻4 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. രണ്ടാമത്തത് a2, ആക്സിലറേഷൻ 2 will be directly proportional to 1000ൻ്റെ സ്ക്വയർ ആണ്. 1000 എന്ന് പറഞ്ഞാൽ 10⁻3 ആണ്, അതിൻ്റെ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 10⁻6 ആണ് അല്ലേ? സ്ക്വയർ ഇട്ട് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ പോരെ. സോ ഇവിടെ നോക്കിക്കോ, നമുക്കിങ്ങനെ a1 കിട്ടി, a2 കിട്ടി. നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? a1/a2 കണ്ടുപിടിക്കണം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു വാട്ട്? 10⁻4 ഡിവൈഡഡ് ബൈ 10⁻6 ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു വാട്ട്? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/10⁻2 ആയിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക. കിട്ടുന്നുണ്ടോ ആൻസർ നോക്കി. സോ ദിസ് ഈസ് ഓപ്ഷൻ 2, 1/10⁻2. സോ ബേസിക്കലി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താണ്? ആക്സിലറേഷൻ ഡിസ്റ്റൻസിന് a ഒമേഗ സ്ക്വയർ എന്നാണ് വരുന്നുണ്ടാവുക. മൈനസ് a ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി എന്നാണ് ഉത്തരം വരുന്നുണ്ടാവുക. ബാക്കി എല്ലാ സാധനങ്ങളും എല്ലാം സെയിം ആയതുകൊണ്ട് വാട്ട് വി ക്യാൻ ടേക്ക് ലൈക്ക് a ഒമേഗ സ്ക്വയർ മാത്രം വെച്ചിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒമേഗ സ്ക്വയർ 100 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1000 സ്ക്വയർ എന്ന് വരും. സോ യു വിൽ ബി ഗെറ്റിംഗ് 1/100 എന്നുള്ള ഉത്തരത്തിലേക്ക് കിട്ടും. 1/10⁻2 എന്ന് കിട്ടും. കിട്ടിയോ? റെഡിയാണോ? പവറാണോ? കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ നോക്കി. റെഡിയാണോ? ക്ലിയർ ആണോ? സ്പീഡാക്ക് എന്നാണ് എല്ലാവരും പറയുന്നത് അല്ലേ? യാ, ലെറ്റ്സ് ഗോ. സോ അടുത്തത്
ഇത് നമുക്ക് ഇതുപോലെ നോക്കി വെക്കാൻ പറ്റും. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന സാധനം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിരിക്കുന്നത് എക്സിൻ്റെ ഡയറക്ഷനിൽ, അതായത് എക്സ് ആക്സിസിലൂടെ മൂവ് ചെയ്യുന്ന ഒരു സാധനം. മറ്റേതൊക്കെ വൈ ആക്സിസിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സാധനമായിരുന്നെങ്കിൽ ഇത് വരുന്നത് എക്സ് ആക്സിസിലൂടെ മൂവ് ചെയ്യുന്നതാണ്. ദാറ്റ് വാസ് ഗിവൺ ലൈക്ക് എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണെന്ന് നോക്കി, 3 ഉണ്ട് ഇവിടെയാണുള്ളത്, 3 sin 2t കാണുന്നുണ്ടോ അല്ലേ, പ്ലസ് 4 cos 2t ഇങ്ങനെ തന്നിട്ടുള്ളത്. സോ ദിസ് ഈസ് നോട്ട് എ സിമ്പിൾ ഫംഗ്ഷൻ. ഇവിടെ നമുക്ക് സൈനിൻ്റെയും കോസിൻ്റെയും കൂടി ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആയിട്ടാണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ടാവുക. അപ്പോൾ അവർ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എന്താ ചോദിച്ചിട്ടുള്ളത്, ദ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ് ആൻഡ് ഓൾസോ മാക്സിമം വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ആംപ്ലിറ്റ്യൂഡും കണ്ടുപിടിക്കണം, മാക്സിമം വെലോസിറ്റിയും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കോട്ടോ, നമ്മൾ ഇത്രയും കാലം പഠിച്ചിരുന്ന സാധനം എന്താണെന്നറിയോ, ഇത്രയും നേരം പഠിച്ചിരുന്നത് വളരെ സിമ്പിൾ. എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ പഠിച്ചിരുന്നത്, സൈൻ ഒമേഗ ടി, എ സൈൻ ഒമേഗ ടി എന്നുള്ള ഒരു സിമ്പിൾ ഫംഗ്ഷനായിട്ട് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് ഈ എ എന്തായിരുന്നു, ആംപ്ലിറ്റ്യൂഡ് ആയിരുന്നു. പക്ഷേ ഇതുപോലെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ള കാര്യം അറിയാമായിരുന്നോ, അറിയില്ലായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്. ഈ 3 അല്ല അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ഇതിൻ്റെ 4 അല്ല അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് അറിയാം മക്കളെ, യു ഹാവ് ടു നോ ദാറ്റ് തിങ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്തെടുക്കും, അതൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ ഉണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ലോങ് ഡിസ്കഷൻ ക്ലാസ് വരുന്ന സമയത്ത് വി വിൽ ഡിസ്കസ് ദാറ്റ് തിങ്. പക്ഷേ ഇതിൻ്റെ ഫൈനൽ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം, ഒരു ആംപ്ലിറ്റ്യൂഡ് എ വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് a2 സ്ക്വയർ. 2 ആംപ്ലിറ്റ്യൂഡിൻ്റെ എടുക്കണം. നമുക്ക് ഇതൊരു ആംപ്ലിറ്റ്യൂഡ്, ഇത് രണ്ടാമത്തെ ആംപ്ലിറ്റ്യൂഡ്. 2 ആംപ്ലിറ്റ്യൂഡിൻ്റെയും എന്തെടുക്കണം, റൂട്ട് സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് എടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ കഥ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എങ്ങനെ വരുന്നുണ്ടാവുക, റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 9 പ്ലസ് 16, ദാറ്റ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 25, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 5. ഇത്രയും കിട്ടിയോന്ന് ആലോചിച്ച് നോക്കി, റൂട്ട് ഓഫ് 25 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 5. സോ അതിൻ്റെ ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് വിൽ ബി കം ലൈക്ക് വാട്ട്, 5 എന്നായിരിക്കും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഉത്തരം വരുന്നുണ്ടാവുക. ഈ ഒരു ഉത്തരം കിട്ടിയാൽ തന്നെ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് കാണുമ്പോൾ എന്താ വെച്ചാൽ ഈ കോമ്പോസിറ്റ് ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും പേടിച്ച് തൂരി ഓടിപ്പോവും. കാരണം എന്താ കാര്യം എന്നറിയോ, കാരണം നമുക്ക് ഇങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള കാര്യം അറിയില്ല. സോ ഒരു കോമ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിലുണ്ടെങ്കിൽ അതിൻ്റെ ഫൈനൽ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് a2 സ്ക്വയർ എന്നാണ് വരുന്നുണ്ടാവുക. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ സോൾവ് ദാറ്റ് തിങ് ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് 5 ഹിയർ. So definitely you will be getting the answer as 5 here. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കി, ബാക്കി ഇതിലൊന്നും 5 ആൻസർ ഇല്ല. സോ ഡെഫിനറ്റ്ലി ആൻസർ ഈസ് 1. അത് നമുക്ക് കിട്ടി, അത്രയും മാത്രം കിട്ടിയാൽ മതി. കിട്ടോ, സാധനം മനസ്സിലാവുന്നുണ്ടോ, ക്ലിയർ ആണോ എന്ന് ആലോചിക്കേ. ലേറ്റ് ആയോ, ആരോ ലേറ്റ് ആയത്, ഞാനാണോ ലേറ്റ് ആയത്, നിങ്ങളാണോ ലേറ്റ് ആയത്, ആരോ ഒരാൾ ലേറ്റ് ആയെന്ന് പറയുന്നുണ്ട്. ലേറ്റ് ആക്കണ്ട, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ ദിസ് ഈസ് വാട്ട് റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് a2 സ്ക്വയർ ഫൈനൽ സാധനം കിട്ടുന്നുണ്ടാവും കോമ്പോസിറ്റ്. ഇതിലൊരു മാത്തമാറ്റിക്കൽ പ്രൂഫ് ഉണ്ട്, വിൽ ബി എക്സ്പ്ലെയിനിങ് ഇൻ എ ലോങ്ങർ ക്ലാസ്. സമയമില്ല, കുറേ ആൾക്കാർക്ക് ടൈം കുറവാണല്ലോ. സോ അത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. സോ ഇത് നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വി ക്യാൻ സോൾവ് ദിസ് തിങ്. റെഡി ആണോ, മനസ്സിലായെന്ന് ആലോചിക്കേ. ഇനി നമുക്ക് ഇതിനകത്ത് നോക്കാം കേട്ടോ. ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ തന്നെ നോക്കിയോ, എക്സ് ഈസ് ഈക്വൽ ടു 3 sin 2t പ്ലസ് ഫോർ വൈ അല്ല അതല്ലേ, ഞാൻ തന്നെ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. നല്ല കോമഡിയാണ്, എന്നെക്കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറയില്ലേ, ഇതാണ് പ്രശ്നം. നോക്കട്ടെ എന്ന് പോട്ടെ, ബാക്കി വലിയ കഥകളൊക്കെ ഉണ്ട് ഞാൻ എഴുതിയിട്ട് വായിക്കാൻ പറ്റാത്തതിൻ്റെ. ഇവിടെ നോക്കട്ടോ, ഇവിടെയും 2t ആണ്, ഇവിടെയും 2t ആണ്. ദാറ്റ് മീൻസ് എന്താണെന്നറിയോ മക്കളെ, ഇവർ രണ്ടുപേരും ഒരു SHM ആണ് എന്നുള്ള അതിൻ്റെ അർത്ഥം. കാരണം വെച്ചാൽ ഇവിടെ നോക്കിക്കോ, ഇവിടെ ഒരു ഒമേഗ ഉണ്ട്, സെയിം ഒമേഗ തന്നെയാണ് ഇത്. രണ്ടുപേരും ഒരേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. രണ്ടിൻ്റെ ഒമേഗ സെയിം അല്ലേ എന്ന് വെച്ച് നോക്കിയാൽ ഒമേഗ ഈസ് സെയിം ആണ് ഹിയർ. സോ ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി ഒമേഗ നമുക്ക് എടുക്കാൻ പറ്റും. ഒമേഗ ഈസ് ഈക്വൽ ടു 2 എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി കിട്ടും. സോ നമുക്ക് ഓൾറെഡി അറിയാം വെലോസിറ്റി, നമുക്ക് ഇവിടെ രണ്ടാമത് കണ്ടുപിടിക്കുന്നുണ്ട്. മാക്സിമം വെലോസിറ്റി കഴിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ചു, എന്തായിരുന്നു, എ ഒമേഗ കോസ് ഒമേഗ ടി ആയിരുന്നു വെലോസിറ്റിയുടെ ഇക്വേഷൻ. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്ന വെലോസിറ്റി എന്ത് വെലോസിറ്റിയാണ്, മാക്സിമം വെലോസിറ്റി. അതിനകത്ത് മാക്സിമം വെലോസിറ്റി ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ക്വസ്റ്റൻ ചെയ്തു, കോസ് ഒമേഗ ടിയുടെ വാല്യൂ 1 ഇട്ടാൽ മതി. വി മാക്സ് ഈസ് ഈക്വൽ ടു എ ഒമേഗ എന്നാണ്. എ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 5 ആണ്, കണ്ടുപിടിച്ചില്ലേ, എ 5 ആണെന്ന് കണ്ടുപിടിച്ചില്ലേ. ഒമേഗ നമ്മൾ ഇക്വേഷൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് മനസ്സിലാക്കി, ഇത് 2 ആണെന്ന് മനസ്സിലാക്കി. ഇതിപ്പോൾ 2 ഡിഫറൻറ്റ് ഒമേഗ ആണെന്ന് മനസ്സിലാക്കിയോ. അങ്ങനെയാണെങ്കിൽ ഇത് SHM അല്ല. കാരണം ഒരു ഫംഗ്ഷൻ ഒരു ഫ്രീക്വൻസിയിലും വേറൊരു ഫംഗ്ഷൻ വേറൊരു ഫ്രീക്വൻസിയിലും വരുമ്പം ഇറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതാണ് അതിൻ്റെ സാധനം. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണോ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസീസ് കോമ്പോസിറ്റ് ഫംഗ്ഷനിൽ സെയിമിലായിരിക്കും. പക്ഷേ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉള്ള കാര്യമാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാണ്. എ ഒമേഗയാണ് വി മാക്സ്. സോ യു നോ ദാറ്റ് തിങ്, എ ഈസ് ഈക്വൽ ടു 5 ആണ്, ഒമേഗ ഈസ് ഈക്വൽ ടു 2 ആണ്. സോ വി മാക്സ് ഈസ് ഈക്വൽ ടു എ ഒമേഗ, ദാറ്റ് ഈസ് 5 × 2, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 10. ഇത് കണ്ടുപിടിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സോ ദാറ്റ് ഈസ് ഇറ്റ്. ക്ലിയർ ആണോ? ഇതുവരെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? എങ്ങനെയാണ് ക്ലാസ് പോണത്? ഹൗ മച്ച് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് ഈസ് ദാറ്റ് തിങ് ഒന്ന് പറഞ്ഞു തരണം ഫീഡ്ബാക്ക്.
ഐ ടോൾഡ് യു ലൈക്ക് ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഫിസിക്സിൻ്റെ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണ്. സോ ഐ വിൽ ബി ഹിയർ. ഐ നോ ദാറ്റ് തിങ്. അക്കോർഡിംഗ് ടു യുവർ സജഷൻസ് നിങ്ങൾ പറയുന്ന സാധനത്തിൽ നമ്മൾ സ്പീഡ് മാറ്റും, കാര്യങ്ങൾ മാറ്റും, എക്സ്പ്ലനേഷൻ ലെവൽ മാറ്റും. കനത്ത ലെവലും ചെയ്യാം, സിമ്പിൾ ലെവലിലും ചെയ്യാം, അഡ്വാൻസ് ലെവലിലും ചെയ്യാം, ജെഇക്കും ചെയ്യാം, നീറ്റിനും ചെയ്യാം, എന്തിനു വേണമെങ്കിലും ചെയ്യാം. ഐ ഡു ദാറ്റ്. ബട്ട് ഇത് നിങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളിലേക്കാണ് എനിക്ക് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് തരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ടെൽ മീ. ആൻഡ് ഡെഫിനറ്റ്ലി മക്കളെ ദിസ് കംസ് വിത്ത് എ ലോട്ട് ഓഫ് പ്രാക്ടീസ്. നിങ്ങൾക്കറിയോ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ദിസ് വാസ് എ ടഫസ്റ്റ് ചാപ്റ്റർ ഫോർ മി, വെരി ടഫ് ചാപ്റ്റർ. ഒരു രക്ഷയില്ലാത്ത ചാപ്റ്റർ ആയിരുന്നു. പക്ഷേ എനിക്കൊന്നും അറിയില്ലായിരുന്നു. ആൻഡ് ഐ ഹാവ് ഡൺ ലൈക്ക് നോട്ട് ലെസ് ദാൻ 600 ക്വസ്റ്റ്യൻസ്, ഒരു 500-600 ക്വസ്റ്റ്യൻസ് ഞാൻ ഈ ചാപ്റ്ററിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ റിപ്പീറ്റേഴ്സിനോട് എല്ലാ ദിവസവും മോർണിംഗ് മീറ്റിംഗിൽ എവറി ഡേ നമ്മൾ റിപ്പീറ്റേഴ്സിനോട് ഡോപ്പയിലുള്ള ആൾക്കാരോട് പറയലുണ്ട്, യു ഹാവ് ടു പ്രാക്ടീസ് 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 മേക്ക് എ മാൻ പെർഫെക്റ്റ്, പ്രാക്ടീസ് മേക്ക് ദ സെൻസ് വർത്ത്. അതർവൈസ് നമുക്ക് പെർഫെക്റ്റ് ആവുന്നുണ്ടാവില്ല. സോ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ടെൽ മീ ദാറ്റ് എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് സാധനങ്ങൾ എന്നുള്ള പറയാം. ഡെഫിനറ്റ്ലി വിൽ ഗോ. ക്യാൻ വി ഗോ ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 6 ഹിയർ? മക്കളെ റെഡി ആണോ നോക്കിയേ. ദർ ഇസ് എ ബോഡി ഹാവിംഗ് മാസ് m. നോക്കിക്കോട്ടോ, ഒരു ബോഡി ഉണ്ട്, ബോഡിയുടെ മാസ് ഈസ് m ആണ്. പെർഫോമിംഗ് SHM വിത്ത് ആൻ ആംപ്ലിറ്റ്യൂഡ് A. ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്. ദ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു F ഈസ് ഈക്വൽ ടു -kx. അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു SHM ആണെങ്കിൽ ആ SHMൽ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. എന്താ മക്കളെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഇവിടെ നോക്കിക്കോ, അപ്പോൾ എൻ്റെ കയ്യിലൊരു പെൻഡുലം ആക്കാൻ പറ്റുന്ന എന്ത് സാധനം ഇവിടെ ഉള്ളത്? ലെറ്റ് മീ ചെക്ക്. എൻ്റെ കയ്യിലൊരു ചാർജറോ ഇവിടെ ഒരു ചാർജർ ഇരിപ്പുണ്ട്. നമുക്ക് ഇതിനെ പെൻഡുലം ആക്കാം. നോക്കിക്കോ, യാ ഇതെൻ്റെ ലാപ്ടോപ്പിൻ്റെ ചാർജറാണ്. സോ ഐ ഗോട്ട് എ പെൻഡുലം. ഇങ്ങനെയൊക്കെ പെൻഡുലം കിട്ടും അല്ലേ? സോ ഇവിടെ നോക്കിക്കോട്ടോ, ഇതൊരു സാധനമാണ്. ഇതാണ് ഇതിൻ്റെ മീൻ പൊസിഷൻ. കിട്ടുന്നുണ്ടോ? ഇതൊക്കെ ഞാൻ പെൻഡുലം കൊണ്ട് ക്ലാസ്സിൽ വരേണ്ട ആവശ്യമുണ്ട് അല്ലേ? കൊണ്ടുവരാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പെൻഡുലൊക്കെ ആയിട്ട് വരാം. കിട്ടിയോ? എങ്ങനെയുണ്ട് എൻ്റെ പെൻഡുലം? റെഡി ആണോ നോക്കി? നിങ്ങൾ കാണുന്നുണ്ടോ? പെൻഡുലം കിട്ടി, സാധനം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? സോ ഇതാണ് പെൻഡുലം. ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? സോ ഇവിടെ നോക്കിക്കോട്ടോ. സോ ഇവിടെ വരുന്ന സമയത്ത് ദിസ് ഈസ് എ പെൻഡുലം ഐ നോ, ബട്ട് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് പെൻഡുലം ഉള്ളി. ഇതെന്ന് വെച്ചാൽ നമ്മൾ നോക്കിക്കോട്ടോ, ഇത് ഇവിടുന്ന് മീൻ പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചിതാ ഇങ്ങോട്ടേക്ക് വരും അല്ലേ? അതിൻ്റെ മീൻ പൊസിഷനിലേക്ക് തിരിച്ചിങ്ങോട്ട് വരും. അതിന് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്താ പറയുക? ഈ റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുക. എന്നിട്ട് അതിനകത്ത് -kx നടക്കുന്നുണ്ടോ? വൈ ഇറ്റ് ഈസ് മൈനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. എന്തുകൊണ്ടാണ് ഇത് -kx എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഇത് നോക്കിയോ, നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങോട്ടാണെങ്കിൽ, അതായത് നമ്മൾ നോക്കുക, ഇത് ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ടല്ലേ തള്ളുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങോട്ടാണെങ്കിൽ ഈ ഫോഴ്സ് ഇതിനെ തിരിച്ച് കൊണ്ടുവരാനാണ് നോക്കുന്നത്. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റിലാണ് സാധനം ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ റിസ്റ്റോറിംഗ് ഫോഴ്സിന് എന്താ പറയുക? -kx. ദിസ് ഈസ് നോർമൽ. അതൊരു നോർമൽ ഫോർ എനിത്തിങ്. അപ്പോൾ എൻ്റെ ഈ പെൻഡുലത്തിന് ലൈക്ക് അടിക്കേണ്ടവർ ലൈക്ക് അടിക്കാം, എൻ്റെ ഈ പെൻഡുലത്തിൻ്റെ ഫോട്ടോ സ്റ്റാറ്റസ് ഇടുന്നവർക്ക് സ്റ്റാറ്റസ് ഇടാം. സോ ഇതുപോലത്തെ പെൻഡുലങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ദിസ് ഈസ് ദെയർ ഇൻ എവറി ഡേ ലൈഫ്. ഫിസിക്സ് അല്ലേ, എല്ലായിടത്തും ഉണ്ടാവും. സോ എന്ത് വള്ളി തൂക്കിയിട്ട് കഴിഞ്ഞാലും ദാറ്റ് വിൽ ബിക്കം എ പെൻഡുലം. ഓക്കെ ആണോ? ഇഷ്ടമായോ? ഇഷ്ടമായി കാണും. സോ ഇവിടെ നോക്കോ, y ഈസ് ഈക്വൽ ടു എന്ത് കുന്തെന്നല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കാം. ഇതിനകത്ത് നോക്കോ, y ഈസ് ഈക്വൽ ടു a sin ωt എന്നുള്ളതാണ് ഒരു നോർമൽ SHMൻ്റെ ഇക്വേഷൻ. അതിനകത്ത് ഉണ്ടാകുന്ന റിസ്റ്റോറിംഗ് ഫോഴ്സ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അതിനകത്ത് ഉണ്ടാകുന്ന എന്ത് ഫോഴ്സാണ്? റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഓൾവേസ് ഈക്വൽ ടു വാട്ട്? -kx എന്നാണ് വിളിക്കുന്നുണ്ടാവുക. -kx ഇങ്ങനെയാണ് അതിൻ്റെ. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഇത് x ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. എത്ര ഡിസ്പ്ലേസ്മെൻറ്റ്? y പറയണ്ട അല്ലേ, x പറയാം. ഓക്കെ, ഈ എക്സിനോട് എത്രയാണോ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി -kx എന്നായിരിക്കും റിസ്റ്റോറിംഗ് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു -kx എന്നായിരിക്കും വരുന്നുണ്ടാവുക. ദിസ് ഈസ് എ സിമ്പിൾ തിങ്. ഇത്രയേ ഉള്ളൂ. അതിനകത്ത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇതാണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. സോ അത്ര ആയിക്കോട്ടെ, അതവിടെ നിന്നോട്ടെ. അപ്പോൾ അതാണ് ഇവിടെ തന്നില്ല, ക്വസ്റ്റൻ തന്നിട്ടില്ലേ, വേർ x ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. മനസ്സിലായല്ലോ, x ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ദ ടോട്ടൽ എനർജി ഓഫ് ബോഡി ഡിപ്പെൻഡ്സ് അപ്പോൺ. ഇതിനകത്ത് ഉണ്ടാവുന്ന, അതായത് ഞാൻ ഈ പറയുന്നിട്ടുള്ള ഇപ്പോൾ ഈ പെൻഡുലം ആയിക്കോട്ടെ, എന്തെങ്കിലും ഗുണമായിക്കോട്ടെ, ദിസ് പെൻഡുലം, എഗെയിൻ ദിസ് പെൻഡുലം. ഈ പെൻഡുലത്തിനകത്ത് ഇത് ഇങ്ങനെ ആടി ഇങ്ങോട്ടും പോകുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ എനർജി എത്രയായിരിക്കും? അതിന് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ടോട്ടൽ എനർജി നിൽക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദിസ് ഈസ് എ ന്യൂ സാധനം, ന്യൂ ഐഡിയ, ന്യൂ സംഗതികൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ടോട്ടൽ എനർജി ഉണ്ടാവുക എന്നുള്ള കാര്യം. സോ ഇവിടെ നോക്കൂ. സോ വി ആർ ഗോയിങ് ടു ദ ടോട്ടൽ എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ഈ പറയുന്ന പോർഷൻസിൽ അത് വലിയ സംഭവമൊന്നുമില്ല. സോ ഐ വിൽ ബി ഡിറൈവിങ് ദാറ്റ് തിങ് ഫോർ യു. ഓക്കെ ആണല്ലോ അല്ലേ? ടോട്ടൽ എനർജി, കുറച്ച് തിയറി കേട്ടോ, ഓഫ് SHM. റെഡിയാണോ? ടോട്ടൽ എനർജി ഓഫ് SHM. ടോട്ടൽ എനർജി, എന്ത് സാധനത്തിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പം എൻ്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കുന്ന എൻ്റെ സ്റ്റേറ്റ് കാരണം ഉണ്ടാകുന്നത്. ഞാൻ ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ എനിക്ക് ഇവിടെ നിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു എനർജി ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് പൊട്ടൻഷ്യൽ എനർജി. ആൻഡ് ഞാൻ മൂവ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മൂവ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ട്, ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി. ഈ രണ്ടിൻ്റെയും കൂടി സമ്മായിരിക്കും ടോട്ടൽ എനർജി എന്ന് പറയുന്ന സാധനം. സോ നോക്കിക്കോ മക്കളെ, TE ദാറ്റ് ഈസ് ഫോർ ടോട്ടൽ എനർജി, ദാറ്റ് വിൽ ബി ഈക്വൽ ടു സം ഓഫ്, പറഞ്ഞോ മക്കളെ, എന്തൊക്കെയാണ് സം വരുന്നുണ്ടാവുക? സം ഓഫ് വാട്ട്? അയ്യോ, കമോൺ,
come on. Sum of what? Sum of potential energy plus sum of what? Kinetic energy. ഈ പൊസിഷനിലുള്ള കൈനറ്റിക് എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പോൾ ഒരു സ്പ്രിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് ലൈക്ക് ഇവിടെ നോക്കിക്കോ, ഒരു മാസ് ഉണ്ട്, ഈ മാസ് അറ്റാച്ച്ഡ് ടു വൺ സ്പ്രിങ് ആണ്. ഈ സ്പ്രിങ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു, നമ്മൾ പഠിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഇക്വേഷൻ എങ്ങനെയാണെന്ന് അറിയാം. പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷനാണ് ഞാൻ താഴേക്ക് എഴുതാൻ പോണത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നാണ് വിളിക്കുക. കെ എക്സ് സ്ക്വയർ. എത്ര ഈ സാധനത്തിനെ വലിച്ചു മാറിയിട്ടുണ്ടോ, എത്ര മുന്നോട്ട് പോയിട്ടുണ്ടോ ആ വലിവിനനുസരിച്ചിട്ടാണ് ഈ കെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. കെ എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ് വരുന്നുണ്ടാവുക. ദാറ്റ് ഈസ് ഫോർ വാട്ട്? പൊട്ടൻഷ്യൽ എനർജി. കിട്ടുന്നുണ്ടോ? അതുപോലെ ഇതിൻ്റെ കൈനറ്റിക് എനർജിക്ക് ഒറ്റ ഇക്വേഷൻ ഉള്ളൂ. വർക്ക് എനർജി പവറിൽ നമ്മൾ പഠിച്ച ഒറ്റ ഇക്വേഷൻ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? ഹാഫ് എം വി സ്ക്വയർ. ഇങ്ങനെ വരുന്നുണ്ടാവുക. ദിസ് ഈസ് വാട്ട് ഈസ് ടോട്ടൽ എനർജി. ക്ലിയർ ആണെന്ന് ആലോചിച്ച് നോക്കി. സോ ദിസ് ഈസ് ദ ടോട്ടൽ എനർജി ഓഫ് എ എന്താ പറയുക, സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇതൊരു ബേസിക് സ്റ്റെപ്പാണ്. നമുക്ക് ഓൾറെഡി എല്ലാവർക്കും ഏത് കുതാന്തരത്തിലും ഏത് നൂറ്റാണ്ടിലും നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന ഒരു ബേസിക് സ്റ്റെപ്പാണ്. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ. കിട്ടിയോ? റെഡി ആണല്ലോ അല്ലേ? സോ ഇനി നോക്കിക്കോ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഗെയിൻ എൻ്റെ പെൻഡുലം കിട്ടുക. ഓക്കെ, ഈ പെൻഡുലം കൊണ്ട് ഇത്രയൊക്കെ ഉപകാരമുണ്ട് അല്ലേ? സോ ഇവിടെ നോക്കിക്കോ, ഈ പെൻഡുലം ഇവിടെ നിൽക്കുക. ദിസ് ഈസ് ദ മീൻ പൊസിഷൻ. ഇത് നടുവിൽ നിൽക്കുക. ആടാണ്ട് നിൽക്കുക പെൻഡുലമേ. ഇത് ആടുന്നില്ല എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ദിസ് ഈസ് വാട്ട് ഈസ് എൻ്റെ മീൻ പൊസിഷനിൽ നിൽക്കുന്ന പെൻഡുലമാണ്. അപ്പോൾ ഈ പെൻഡുലം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചോ. സോ വാട്ട് വിൽ ഹാപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ മൂവ് ചെയ്ത് മൂവിങ് സാധനത്തിന് എന്തുണ്ടാവും? കൈനറ്റിക് എനർജി ഉണ്ടാവും. മൂവ് ചെയ്ത് അതിൻ്റെ എക്സ്ട്രീം പൊസിഷനിൽ എത്തുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് ഫുള്ളായിട്ട് നിൽക്കും. നോക്കിയേ, ഇങ്ങനെ ആടി ഇവിടെ ഇങ്ങനെ എത്തുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് ഫുള്ളായിട്ട് നിൽക്കും. അപ്പോൾ വി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അവിടെ കൈനറ്റിക് എനർജി 0 ആയിരിക്കും. ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇങ്ങനെ പോകുന്ന സാധനത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടി വരും. സോ ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ കൈനറ്റിക് എനർജി 0 ആണ്. അവിടെ ഓൺലി പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. ഉറപ്പാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് തിരിച്ചിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും, പക്ഷേ കൈനറ്റിക് എനർജി ഫുള്ളായിട്ടുണ്ടാവും. ഇത് എങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞു തരാം കേട്ടോ. വി നീഡ് ലോങ്ങർ ഡിസ്കഷൻസ്. എനിക്ക് ടൈമില്ല, പക്ഷേ സ്റ്റിൽ ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക് ഒരു സാധനം ഒരു ഓസിലേറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ പൊസിഷൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി അതിൻ്റെ എക്സ്ട്രീം പൊസിഷനിൽ ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വെലോസിറ്റി വി വിൽ ബി ഈക്വൽ ടു 0. വെലോസിറ്റി 0 ആവും. പിന്നെ അത് ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ഈ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും അതിൻ്റെ കൈനറ്റിക് എനർജി വിൽ ബിക്കം 0. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വാട്ട്? 0 ആയിട്ട് മാറുന്നുണ്ടാവും. കൈനറ്റിക് എനർജി 0 ആയിട്ട് മാറുന്നുണ്ടാവും. സോ ഈ പൊസിഷനിൽ എന്തുണ്ടാവുള്ളൂ? ഓൺലി പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് പൊട്ടൻഷ്യൽ എനർജി വിൽ ബി മാക്സിമം. പൊട്ടൻഷ്യൽ എനർജി വിൽ ബി ദ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ഈ പൊസിഷനിൽ ഉണ്ടാവും. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. സോ ഈ ഒരു പൊസിഷൻ മാത്രം ഞാൻ കൺസിഡർ ചെയ്യാൻ കേട്ടോ. ഈ പൊസിഷൻ മാക്സിമം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഐ നോ ദാറ്റ് തിങ് ഇവിടെ ഓൺലി പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നുള്ളതായിരിക്കും ഇതിൻ്റെ എനർജി. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുന്ന ദൂരമല്ലേ? എക്സ്ട്രീം പൊസിഷൻ വരെ എടുക്കാനുള്ള ദൂരമല്ലേ? ദിസ് ഈസ് ദ എക്സ്. എന്താ പറയുക? എക്സ്ട്രീം പൊസിഷൻ വരെയുള്ള സാധനത്തിന് എന്താ വിളിക്കുക? ദിസ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ്. ഇതിനെല്ലാം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നുണ്ടാവുക. ഇത്ര ആംപ്ലിറ്റ്യൂഡിലാണ് വരുന്നുണ്ടാവുക. ദിസ് ഈസ് ദ എ വരുന്നുണ്ടാവും. സോ ദിസ് ആൻസർ വിൽ ബിക്കം ലൈക്ക് എക്സ് കെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം ദിസ് വിൽ ബിക്കം വാട്ട്? ദിസ് വിൽ ബിക്കം ഹാഫ് കെ എ സ്ക്വയർ എന്നുള്ള രൂപത്തിലേക്ക് വരുന്നുണ്ടാവും. ദിസ് വിൽ ബിക്കം വാട്ട്? ഹാഫ് കെ എ സ്ക്വയർ എന്നുള്ള വരുത്തിലുണ്ടാവും. സോ ഇവിടെ നോക്കിക്കേ. സോ ആ എക്സ്ട്രീം പൊസിഷൻ്റെ എക്സാമ്പിൾ മാത്രം എടുത്താൽ മതി. ടോട്ടൽ എനർജി വിൽ ബിക്കം ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ എന്നുള്ള രൂപത്തിലേക്ക് വരുന്നുണ്ടാവും. സോ ടോട്ടൽ എനർജി ഈ കാര്യത്തിൽ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമുക്ക് കാണാൻ പറ്റും. ടോട്ടൽ എനർജി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കെയിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എയിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് കെയിനെയും എയിനെയും മാത്രമേ ടോട്ടൽ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ യു ക്യാൻ സീ ദാറ്റ് തിങ് ഇവിടെ എമ്മിനെയോ അതിൻ്റെ വെലോസിറ്റിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് എം എന്തായാലും വി എന്തായാലും ടോട്ടൽ എനർജി വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ ദ കെ ആൻഡ് വാട്ട് ഈസ് ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ 6th ക്വസ്റ്റ്യൻ ഹിയർ. ദാറ്റ്സ് എ സിമ്പിൾ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ. അതിൻ്റെ തുടക്കത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ടോ? ഇതൊക്കെ നമ്മളെ വഴി തെറ്റിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞിരിക്കുകയാണ്. ആകെ ചോദിച്ചിട്ടുള്ള ഈ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ? ദ ടോട്ടൽ എനർജി ഓഫ് ദ ബോഡി ഡിപ്പെൻഡ്സ് അപ്പോൺ. ഇത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട്? കെ ആൻഡ് എ എന്നുള്ളതായിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക. മനസ്സിലാവാനുണ്ടോ മക്കളെ? റെഡി ആവാനുണ്ടോ? വേറെ ഒരു സാധനത്തിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. റെഡിയാണോ? ഈസ് ഇറ്റ് റെഡി മക്കളെ? മനസ്സിലായോ നോക്കി. സോ ഹിയർ ദ ക്വസ്റ്റ്യൻ നമ്പർ 7 കംസ്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 7 ഇവിടെ വരുന്നുണ്ട്. സോ എ ബോഡി എക്സിക്യൂട്ട് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഉറപ്പാണല്ലോ ഏതോ ഒരു ബോഡി ഈസ് ഇൻ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ദ പൊട്ടൻഷ്യൽ എനർജി that is PE and the kinetic energy the KE and the total energy is TE. Okay ആണല്ലോ അല്ലേ? are measured as functions of displacement x. Which of the following statement is true? Statement theory questions. Okay, you can definitely answer that thing. So another question to PE is maximum when x is equal to 0. x 0 ആകുമ്പോഴാണോ PE maximum ആവുന്നത്? നമുക്കറിയാൻ പറ്റും PE is equal to half k x square എന്നുള്ളതാണ് PEൻ്റെ ഇക്വേഷൻ വരുന്നത് അല്ലേ? സോ x 0 ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? PE will become 0. അതായത് ഒരു സാധനം യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇവിടെ നോക്കിക്കോ, വീണ്ടും എൻ്റെ പെൻഡുലം. ഈ പെൻഡുലം കൊള്ളാം. അടുത്ത ഓസിലേഷൻ്റെ ക്ലാസ് വരുമ്പോൾ ഐ വിൽ ബ്രിങ് എ പെൻഡുലം. ഓക്കെ ആണല്ലോ അല്ലേ? സോ ഇവിടെ നോക്കിക്കോട്ടോ, ഈ സാധനം ഇങ്ങനെ നിൽക്കുക. അതായത് മീൻ പൊസിഷനിലാണ്. ഇതിനാണ് x is equal to 0 എന്ന് പറയുക. കുറച്ചിങ്ങോട്ട് മാറുമ്പോൾ x ഇങ്ങനെ കൂടും അല്ലേ? നോക്കടാ മനസ്സിലായോ?
നോക്ക് ഇത് നമ്മുടെ ഒരു റൂഫ്, ഇതിനകത്തായിരുന്നു പെൻഡുലം തൂക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് താഴേക്കുള്ള ഒരു പൊസിഷൻ ആണല്ലോ അല്ലേ? നോക്ക് പെൻഡുലം ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പെൻഡുലത്തിനകത്ത് നമുക്കറിയാൻ പറ്റും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്പ്ലേസ് ചെയ്തില്ല. ദിസ് ഈസ് ഇൻ ദ മീൻ പൊസിഷൻ, എക്സ് ഈസ് ഈക്വൽ ടു 0. ഈ സ്ഥലത്ത് പൊട്ടൻഷ്യൽ എനർജി വിൽ ബിക്കം ഈക്വൽ ടു 0 ആയിരിക്കും. ബിക്കോസ് ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ് 0 വന്നിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. കുറച്ച് ഇങ്ങോട്ട് നീക്കി വെച്ചു എന്ന് വിചാരിച്ചോ. സോ ദാറ്റ് നൗ ദിസ് തിങ് ഈസ് ലൈക്ക് എങ്ങനെ പറയാം, പെൻഡുലം വിൽ ബി സ്റ്റാൻഡിങ് ലൈക്ക് ദിസ് തിങ്. അപ്പോൾ ഹിയർ ഈസ് ആൻ എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് എന്തുണ്ടാവും, ദർ വിൽ ബി വാട്ട് ഹാഫ് കെ എക്സ് സ്ക്വയറിന് ഒരു വാല്യൂ ഉണ്ടാവും. ഇനി ഇതിൻ്റെ എക്സ്ട്രീം പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ വരുന്നുണ്ടാവും, സോ ദിസ് വിൽ ബിക്കം വാട്ട് ഹാഫ് കെ എ സ്ക്വയർ ആവും. ദാറ്റ് വിൽ ബി ദ മാക്സിമം വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി. സോ പൊട്ടൻഷ്യൽ എനർജി എവിടെയാണ് മാക്സിമം വരുന്നുണ്ടാവുക, പൊട്ടൻഷ്യൽ എനർജി വിൽ ബി മാക്സിമം ഓൺ ദ എക്സ്ട്രീം പൊസിഷൻ, നോട്ട് ഓൺ ദ മീൻ പൊസിഷൻ. കിട്ടുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ തന്നെ ഇവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചോ. ഈ അറ്റത്ത് കിടന്ന ഈ സാധനം ലൈക്ക് ഇവിടെ ഇരുന്ന ഈ ഒരു സാനാപ്പി എന്ത് ചെയ്യാണ്, തിരിച്ച് നേരെ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഈ 0 എത്തുമ്പോഴത്തേക്ക് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി 0 ആവും. ആൻഡ് ഓൾ ദ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി കൈനറ്റിക് എനർജി. ഈ ഒരു മീൻ പൊസിഷനിൽ കൈനറ്റിക് എനർജി വിൽ ബി മാക്സിമം ആയിരിക്കും. ആൻഡ് തിരിച്ചിങ്ങോട്ടേക്ക് പോലെ ഇത് നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് പോകും. ഇങ്ങോട്ടേക്ക് വരുന്നതോറും അതിൻ്റെ വെലോസിറ്റി ഇങ്ങനെ എന്ത് ചെയ്യും, കുറഞ്ഞ് വരും. വെലോസിറ്റി കുറഞ്ഞ് വന്നിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും വെലോസിറ്റി വിൽ ബിക്കം 0 ആവും. അതുകൊണ്ട് വീണ്ടും കൈനറ്റിക് എനർജി വിൽ ബിക്കം 0 ആവും. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി വിൽ ബി മാക്സിമം ഹിയർ. അല്ല ഇവിടെയും എ അല്ലേ വരുന്നുണ്ടാവുക. സോ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി വീണ്ടും ഹാഫ് കെ എക്സ് ആവും. സോ ബേസിക് തിങ് ഈസ് ബേസിക്. നിങ്ങൾക്ക് പഠിച്ചു തരാനുള്ള കാര്യങ്ങൾ ഒറ്റ വാക്കിൽ ഞാനിവിടെ എഴുതി തരാം. സോ ഒരു സാധനം ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ദിസ് ഈസ് ദ മീൻ പൊസിഷൻ. മീൻ പൊസിഷനിൽ വാട്ട് ഇറ്റ് വിൽ ബി ഒക്കെ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 0 ആണ്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഇതിൻ്റെ ഈ എക്സ്ട്രീം പൊസിഷൻ അല്ലേ, ഇവിടെ ഒരു എക്സ്ട്രീം പൊസിഷൻ ഇല്ലേ, ഇവിടെ എത്തുമ്പോഴത്തേക്കും പൊട്ടൻഷ്യൽ എനർജി വിൽ ബി ഈക്വൽ മാക്സിമം ആയിരിക്കും പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചിട്ട് ഇതിന് ഇപ്പുറത്തെ എക്സ്ട്രീം പൊസിഷനിലെത്തും. ഇവിടെ എത്തുമ്പോഴത്തേക്കും വാട്ട് വിൽ ബി ഈക്വൽ, ഇവിടെയും പൊട്ടൻഷ്യൽ എനർജി വിൽ ബിക്കം ഈക്വൽ ടു മാക്സിമം ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. പക്ഷേ ഈ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവണ ഈ സ്ഥലത്ത് കൈനറ്റിക് എനർജിക്ക് എന്ത് പറ്റും, കൈനറ്റിക് എനർജി വിൽ ബിക്കം 0 ബിക്കോസ് ഇവിടെ വി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇങ്ങനെ വന്ന് സ്റ്റോപ്പ് ആവുന്ന ഒരു പോയിന്റ് അല്ലേ, പിന്നെ തിരിച്ചല്ലേ പോകണം. സ്റ്റോപ്പ് ആകുമ്പോൾ വെലോസിറ്റി 0 ആയിരിക്കും, കൈനറ്റിക് എനർജി 0 ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എത്തുമ്പോൾ ഇവിടെയും വി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതുകൊണ്ട് കൈനറ്റിക് എനർജി വിൽ ബിക്കം 0 ആയിരിക്കും. അപ്പോൾ ഈ മീൻ പൊസിഷനിൽ കൈനറ്റിക് എനർജി വിൽ ബി ദ മാക്സിമം. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഐഡിയ വരുന്നുണ്ടാവുക. സോ ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ്. ഇത് എന്തൊക്കെ സംഭവിക്കാന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും തോന്നുന്നുണ്ട്. കിട്ടണ്ടോ, റെഡിയാണോ, മനസ്സിലാവുന്നുണ്ടോ? അതായത് മീൻ പൊസിഷനിൽ ഏത് എനർജി ഉണ്ടാവുക, കൈനറ്റിക് എനർജി. എക്സ്ട്രീം പൊസിഷനിൽ ഏത് എനർജി ഉണ്ടാവുക, പൊട്ടൻഷ്യൽ എനർജി. കാരണം എക്സ്ട്രീം പൊസിഷനിൽ എത്തുമ്പോഴത്തേക്ക് ഇത് ഓടി ഇങ്ങനെ നിൽക്കും. വെലോസിറ്റി വിൽ ബിക്കം 0. ഹാഫ് എം വി സ്ക്വയറിൽ വി 0 വരുമ്പോൾ അത് മൊത്തത്തിൽ 0 വരുന്നുണ്ടോ, കിട്ടണുണ്ടോ? ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ക്ലിയർ ആണോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. സോ ഹിയർ ഈസ് ദ ക്വസ്റ്റ്യൻ ഫോർ യു. എവിടെ ക്വസ്റ്റ്യൻ, പോയോ? ബോഡി എക്സിക്യൂട്ട്. PE is maximum when x is equal to 0. അല്ല, x is equal to 0 ആണെങ്കിൽ PE is equal to 0 because it is half kx square. നോക്കൂ, രണ്ടാമത്തെ ഓപ്ഷൻ കൈനറ്റിക് എനർജി is maximum when x is equal to 0 ആണോ? കൈനറ്റിക് എനർജി is maximum when x is equal to 0 എന്നുള്ളത് എങ്ങനെ അവസ്ഥ വരുന്നുണ്ടാവുക? കൈനറ്റിക് എനർജി is maximum when x is equal to 0 എന്നുള്ളത് ശരിയാണ്. നമുക്കറിയാൻ പറ്റും അവിടെ നിന്ന് നിങ്ങൾ സ്റ്റോപ്പ് ആയ സാധനം അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്കും മാക്സിമം സ്പീഡായിരിക്കും, വെലോസിറ്റി മാക്സിമം. സോ ഹാഫ് എം വി സ്ക്വയറിൽ മാക്സിമം വെലോസിറ്റി കിട്ടുന്നത് മീൻ പൊസിഷനിലായിരിക്കും. ദാറ്റ് ഈസ് റൈറ്റ് ആൻസർ. തേർഡ് ഓപ്ഷൻ വായിച്ചു വെക്കാം. ടോട്ടൽ എനർജി 0 when x is equal to 0. ഒരിക്കലും ടോട്ടൽ എനർജി 0 ആവില്ല. ബിക്കോസ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇത് either it will have potential energy അല്ലെങ്കിൽ അതിന് കൈനറ്റിക് എനർജി ഉണ്ടാവും, എന്തെങ്കിലും സാധനം ഉണ്ടാവും. ടോട്ടൽ എനർജി വിൽ നെവർ ബിക്കം 0. അതിന് എന്തെങ്കിലും ഒരു എനർജി ഉണ്ടാവില്ല. ബിക്കോസ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയല്ലേ. ടോട്ടൽ എനർജി ഇല്ലാത്തൊരു സാധനം എങ്ങനെ ആടാൻ പറ്റും? ഒരിക്കലും ആടാൻ പറ്റില്ല. ടോട്ടൽ എനർജി വിൽ ബിക്കം നെവർ 0. ആൻഡ് KE ഈസ് മാക്സിമം വെൻ എക്സ് ഈസ് മാക്സിമം ആണോ? അല്ല, എക്സ് മാക്സിമത്തിൽ എത്തുമ്പോഴത്തേക്കും വാട്ട് വിൽ ഹാപ്പൻ, അവിടുത്തെ വെലോസിറ്റി 0 ആയി വരും. കാരണം ഇതിങ്ങനെ പോയി അറ്റത്തിൽ വെലോസിറ്റി ഇല്ല, അതുകൊണ്ട് അത് 0 ആയി പോകും. സോ ദാറ്റ് വിൽ ഓൾസോ എ റോങ് സ്റ്റേറ്റ്മെന്റ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? കൺസെപ്റ്റ് കാര്യങ്ങൾ റെഡി ആവുന്നുണ്ടോ എന്നുള്ള കാര്യം പറയണേ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരണം. സോ ഇവിടെ എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ യു ക്യാൻ സീ അഗെയിൻ ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ള അറിയാം. ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഇക്വേഷൻ ഓഫ് എ പാർട്ടിക്കിൾ റിപ്രസെന്റഡ് ബൈ y ഈസ് ഈക്വൽ ടു a sin pt പ്ലസ് b cos pt ദ പാർട്ടിക്കിൾ എക്സിക്യൂട്ട്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്നാണ് നോക്കിക്കേ. y ഈസ് ഈക്വൽ ടു a sin pt പ്ലസ് ബി കോസ് പി ടി എന്നുള്ളതാണ് സാധനം വന്നിട്ടുണ്ടാവുന്നത്. ഇവിടെ പാർട്ടിക്കിൾ എന്ത് മോഷനാണ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. പല സാധനങ്ങളുണ്ട്. യൂണിഫോം സർക്കുലർ മോഷൻ, യൂണിഫോം എലിപ്റ്റിക്കൽ മോഷൻ, എന്താ പറയുക, സിമ്പിൾ ഹാർമോണിക് മോഷൻ, റെക്ടിലീനിയർ മോഷൻ. ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് ഓസിലേഷൻ എന്ന് ചോദ്യം ആയതുകൊണ്ട് ഈ ചാപ്റ്റർ ടെസ്റ്റിന് നിങ്ങൾക്ക് എളുപ്പമാണ്. SHM എന്ന് കുത്തിയാൽ ശരിയാവും. കാരണം ഇവിടെ SHMനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. എൻ്റെ പെൻഡുലം ദൂരെ പോകും. സോ SHMനെ പറ്റിയാണ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഈ ചാപ്റ്ററിൽ നമുക്ക് SHM എന്ന് കുത്താൻ പറ്റും. പക്ഷേ വൈ ദിസ് ഈസ് എ SHM, എന്തുകൊണ്ട് ഇത് SHM ആവുന്നു എന്നുള്ളൊരു സാധനമാണ്. സോ ഞാനിത് ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷനെ പറ്റി കാര്യങ്ങൾ. ഈ കോമ്പോസിറ്റ് ഫംഗ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കട്ടോ, വാട്ട് ഈസ് ദിസ് പി, ഇവിടെ ഒരു പി കാണുന്നുണ്ടോ? വാട്ട് ഈസ് ദിസ് പി? ഈ എന്താ ഈ പി എന്ന് പറഞ്ഞ സാധനം? ഇവിടെ എന്താ സാധനം?
ഒന്ന് പറഞ്ഞു തരാൻ പറ്റും ആർക്കെങ്കിലും? ഇതാണ് ദിസ് പി ഈസ് വാട്ട് ഒമേഗ. ഇപ്പുറത്തെ ഫംഗ്ഷനിലും സെയിം ഒമേഗ തന്നെയുള്ളത്, രണ്ട് സ്ഥലത്തും പി ആണ്, അത് ഒരേ ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യു ക്യാൻ ഡയറക്ട്ലി ടെൽ ദാറ്റ് ദിസ് ഈസ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ പറയാൻ പറ്റും. പക്ഷേ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് പറയാനുള്ള ഒരു ക്രൈറ്റീരിയ സെയിം ഫ്രീക്വൻസി ആവുക എന്നുള്ളതല്ല, ഒമേഗ സെയിം എന്നുള്ളതല്ല അതിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് അറിയാം മക്കളെ? അതായത് ഒരു സാധനം വീണ്ടും ഈ സാധനത്തിൻ്റെ ആവശ്യമുണ്ട് അല്ലേ. സോ കംപ്ലീറ്റ്ലി നമുക്ക് ഈ സാധനത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അതായത് ഒരു സാധനം ഇതിൻ്റെ മീൻ പൊസിഷനിൽ ഇവിടെ നിൽക്കുകയാണെന്ന് വിചാരിച്ചോ, ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോകുമ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിനകത്തൊരു റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ട്. അതായത് ഇതിനെ തിരിച്ചിട്ട് ഈ പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടാവും. ആ ഫോഴ്സ് വിൽ ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദിസ് ഒറിജിനിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. അത് അതിൻ്റെ ആക്സിലറേഷനും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. എപ്പോൾ നിങ്ങൾ ആക്സിലറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആക്സിലറേഷൻ മൈനസ് ആണ്. നമ്മൾ വിളിച്ചില്ല A = -A ω² sin ωt എന്നുള്ളതാണ് ഇക്വേഷൻ വന്നത്. ആ മൈനസ് എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾവേസ് ദിസ് ആക്സിലറേഷൻ വിൽ ബി കമ്മിങ് ടുവേർഡ്സ് നെഗറ്റീവ് സൈഡിലേക്ക് എന്ന് പറയാം. ആൻഡ് ആ ഒരു സാധനമാണ് നമുക്കിവിടെ പറയാനുണ്ടാവുക. ഇത് SHM ആവണമെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇഫ് ഇറ്റ് ഈസ് ആൻ SHM, ഇഫ് ഇറ്റ് ഈസ് ആൻ SHM കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ്, അല്ലെങ്കിൽ നമ്മൾ പറയാം അല്ലേ, ഫോഴ്സ് എന്ത് ഫോഴ്സാണ്, റീസ്റ്റോറിങ് ഫോഴ്സ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് മീൻ പൊസിഷനിലേക്ക് എന്ത് ചെയ്യാനുണ്ടാവണം, ഈ സ്ഥാനത്തിനെ കൊണ്ടുവരണം എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ യു ക്യാൻ ടെൽ ലൈക്ക് അതിൻ്റെ ആക്സിലറേഷൻ ഷുഡ് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -y. അതിൻ്റെ ഡയറക്ഷൻ എത്രയാണോ പോകുന്നുണ്ടാവുക ആക്സിലറേഷൻ -y പ്രൊപ്പോർഷണലായിട്ട് ആവണം എന്നുള്ളതാണ് അതിൻ്റെ കഥ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇത് ഡെഫിനറ്റ്ലി ഇത് ഡയറക്ട്ലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. ഐ എം ടെല്ലിങ് ലൈക്ക് ഡോണ്ട് ബി ഇൻ എ ഫുൾ പൊസിഷൻ. ഇത് വെറുതെ കാണാതെ പഠിച്ചു വെക്കരുത്. ഒമേഗ സെയിം ആയതുകൊണ്ട് മാത്രമല്ല നമ്മൾ പറയുന്നത്, ഇത് acceleration should be directly proportional to -y. ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വി ക്യാൻ ഡെഫിനറ്റ്ലി ഒന്ന് മാത്തമാറ്റിക്കലി സോൾവ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ മാത്തമാറ്റിക്കൽ പവറും കൂടി ഈ ലോകം ഒന്ന് കണ്ടോട്ടെ, ആണല്ലോ അല്ലേ. സോ നിങ്ങളുടെ ഒരു മാത്തമാറ്റിക്കൽ പൊട്ടൻഷ്യൽ ഒന്ന് എടുത്തോട്ടെ. y = നോക്കിക്കോ, y = A sin PT, പി എന്ന് പറഞ്ഞാൽ ഒമേഗ ആണ്, അവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്കറിയാം, B cos PT. ഇങ്ങനെയാണ് ആ സാധനത്തിൻ്റെ എന്ത് വന്നത്, ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടാകും. നമുക്കിതിൻ്റെ ഒന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്ന ആദ്യം V കണ്ടുപിടിക്കണം, വെലോസിറ്റി ഈസ് ഈക്വൽ ടു വാട്ട്, dy/dt. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിന് ഓരോന്നിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ A sin PT ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടാം മക്കളെ, നമുക്കറിയാൻ പറ്റും A പുറത്തേക്ക് മാറും. ഇനി d/dt ഓഫ് sin PT ആണ്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു cos PT അല്ലേ. നോക്കടാ, ആലോചിച്ച് നോക്കുക, cos PT ഇൻറ്റു പി എന്നാണ് വരുന്നുണ്ടാവുക, ആണല്ലോ അല്ലേ. cos PT ഇൻറ്റു പി. അപ്പുറത്ത് എന്താ വരുന്നുണ്ടാവുക, ബി പുറത്തേക്ക് മാറ്റിയിട്ട് dy/dt ഓഫ് cos PT ആണ്. cos PT-ൻ്റെ സാധനം എന്താണ് വരിക, -sin PT ഇൻറ്റു പി എന്നാണ് വരുന്നുണ്ടാവുക. സോ ഞാനിതിനെ വൃത്തിക്ക് എഴുതി കഴിഞ്ഞാൽ ഈ എയും പിയും ഒരുമിച്ച് എഴുതി AP cos PT, നമുക്ക് കേട്ടോ AP cos PT. ഇനി ഈ മൈനസ് അല്ല ഇപ്പുറത്തേക്ക് വരുന്നുണ്ടാവുക, -BP sin PT എന്നാണ് വരുന്നുണ്ടാവുക. കിട്ടിയോ? ഇത് മനസ്സിലായോ നോക്കിയാൽ ആലോചിച്ച് നോക്കിക്കേ. ഇത് വെലോസിറ്റീൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിച്ചത്, നമുക്ക് തന്ന ക്വസ്റ്റ്യനിലുള്ള സാധനത്തിൻ്റെ വെലോസിറ്റീൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിച്ചത്. സോ ദിസ് ഈസ് AP cos PT - BP sin PT. കിട്ടുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ, റെഡി ആണോ എന്ന് വെച്ച് നോക്കി, കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനി എനിക്ക് ഐ വാണ്ട് ടു ഫൈൻഡ് ദ ആക്സിലറേഷൻ. എൻ്റെ ആക്സിലറേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -y എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഐ വാണ്ട് ടു ഡു ദ dv/dt ചെയ്യണം, ആണല്ലോ അല്ലേ. dv/dt ചെയ്യാൻ നേരത്തെ എനിക്ക് വീണ്ടും ഈ സാധനത്തിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. യു നോ ദാറ്റ് തിങ് AP ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ഐ വിൽ ബി റൈറ്റിംഗ് AP പുറത്തേക്ക് എടുത്തിട്ട് cos PT-ൻ്റെ ഡിഫറൻഷ്യൽ വീണ്ടും ഞാൻ എടുക്കും. cos PT-ൻ്റെ ഡിഫറൻഷ്യൽ എന്താ, -sin PT ഇൻറ്റു പി ആണ് വരുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ എഴുതും AP ഇൻറ്റു -sin PT ഇൻറ്റു പി. അങ്ങനെയാണല്ലോ ഫസ്റ്റത്തെ ടേം വരുന്നുണ്ടാവുക. ഇനി മൈനസ് ഉണ്ട്. ഇനി BP sin PT-ൻ്റെ ഇക്വേഷൻ എഴുതണം, ആണല്ലോ അല്ലേ. BP sin PT-ൻ്റെ ഡിഫറൻഷ്യൽ എഴുതണം. BP എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്, അത് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചു. ആൻഡ് ഐ വാണ്ട് ടു ഡിഫറൻഷ്യേറ്റ് ദ sin PT-ൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഐ വിൽ ബി ഗെറ്റിംഗ് വാട്ട്, cos PT അല്ലേ. sin PT-ൻ്റെ ഡിഫറൻഷ്യൽ cos PT ഇൻറ്റു പി ആണ്. ഇത് ബേസിക് ഡിഫറൻഷ്യലാണ്, നമ്മളവിടെ പണ്ട് പഠിച്ച സാധനമാണ്, +2 പഠിച്ചിട്ടുള്ള സാധനങ്ങളാണ്. സോ അത് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഞാൻ ഒന്നും കൂടി എഴുതി, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഒന്ന് വൃത്തിയാക്കി എഴുതാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഇവിടുത്തെ ഈ ടേം മൊത്തം മൈനസ് ആണ്, മൈനസ് ഇൻറ്റു AP ഇൻറ്റു പി, ദാറ്റ് വിൽ ബിക്കം AP² അല്ലേ. AP² sin PT ആണല്ലോ അല്ലേ. sin PT, ഇവിടെ ഒരു ടി ഉണ്ട്, sin PT. ഇനി മൈനസ് ഇങ്ങനെ തന്നെ ഉണ്ടാവുക, ഇത് BP ഇൻറ്റു പി, ദാറ്റ് വിൽ ബി ഈക്വൽ ടു BP² cos PT എന്നാണ് വരുന്നുണ്ടാവുക, ആണല്ലോ അല്ലേ. cos PT എന്നാണ് വരുന്നുണ്ടാവുക. കിട്ടിയോ? റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് ഇതിനകത്ത് എന്തൊക്കെ കോമൺ എടുക്കാൻ പറ്റും, എനിക്ക് മൈനസ് കോമൺ എടുക്കാൻ പറ്റും. സോ ഐ എം ടേക്കിംഗ് ദ മൈനസ് ആസ് കോമൺ. ആൻഡ് എനിക്ക് എന്തെടുക്കാൻ പറ്റും, ഈ P² കോമൺ എടുക്കാൻ പറ്റും. പറ്റൂലേ, P² രണ്ട് ടൈമിലും P² ഇല്ലേ നോക്കിയാൽ, ഇവിടെ ഒരു P² ഉണ്ട്, ഇവിടെ ഒരു P² ഉണ്ട്. മക്കളെ മനസ്സിലാവുന്നുണ്ടോ നോക്കണേ, ക്ലിയർ ആണോ, കൺഫ്യൂഷൻ ഉണ്ടോ നോക്കണേ. ഞാൻ ഇത് നോക്കുകയാണ്, P² പുറത്തേക്ക് എടുക്കാം. P² പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഐ വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് ഇതിവിടെ ഒരു P². ഇനി ബ്രാക്കറ്റിൽ എന്തുണ്ടാവുക,
എ സൈൻ പി ടി ബാക്കി ഉണ്ടാവും, എ സൈൻ പി ടി ഇല്ലേ. പിന്നെ ഇത് മൈനസ് പുറത്തേക്ക് എടുത്ത് പറഞ്ഞാൽ ദിസ് വിൽ ബിക്കം വാട്ട് പ്ലസ് ആവുന്നുണ്ടാവും ആൻഡ് ബി കോസ് പി ടി എന്ന് കിട്ടുന്നുണ്ടാവും, ദിസ് വിൽ ബിക്കം ബി കോസ് പി ടി എന്ന് കിട്ടുന്നുണ്ടാവും. സോ നമുക്ക് എ വിൽ ബി ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ പിന്നെ ബാക്കിൽ എ സൈൻ പി ടി പ്ലസ് എ സൈൻ പി ടി പ്ലസ് ബി കോസ് പി ടി എന്ന് കിട്ടിയിട്ടുണ്ടാവും. വാട്ട് ഈസ് ദിസ് എ സൈൻ പി ടി പ്ലസ് ബി കോസ് പി ടി? നോക്കിക്കോ, നമ്മൾ തുടങ്ങിയ സാധനം കണ്ടോ, നോക്കിക്കോ വൈ ഈസ് ഈക്വൽ ടു എ സൈൻ പി ടി പ്ലസ് ബി കോസ് പി ടി. അപ്പോൾ എ സൈൻ പി ടി പ്ലസ് ബി കോസ് പി ടി ഈസ് ഈക്വൽ ടു വൈ ആണ് വരുന്നുണ്ടാവുക. സോ ഐ എം ഗെറ്റിംഗ് ദ ഇക്വേഷൻ ലൈക്ക് ഹിയർ. എങ്ങനെ കിട്ടുന്നുണ്ടാവും നോക്കിയാൽ മക്കളെ, റെഡിയാണോ നോക്കണേ. എ ഈസ് ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ ഇൻറ്റു വൈ എന്ന് കിട്ടും. ആണോ ഇല്ലയോ എന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ മൈനസ് പി സ്ക്വയർ എന്താണ്, ഒരു കോൺസ്റ്റൻറ്റ് സാധനമാണ്, ഞാൻ മാറ്റുന്നില്ല. സോ ഐ വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് എ ഈസ് ഈക്വൽ ടു എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് വൈ എന്ന് കിട്ടുന്നുണ്ടാവും. കണ്ടോ ഇവിടെ കിട്ടിയോ, എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് വൈ എന്ന് കിട്ടിയോ. അതുകൊണ്ട് ഐ ക്യാൻ ടെൽ ലൈക്ക് ഈ ഇക്വേഷൻ, അതായത് വൈ ഈസ് ഈക്വൽ ടു എ സൈൻ പി ടി മൈനസ് കോസ് പി ടി എന്നുള്ള സാധനം എന്താണ്, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. വൈ? ബിക്കോസ് ആക്സിലറേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് വൈ, മൈനസ് പൊസിഷനിലേക്കാണ് അതിൻ്റെ മീൻ പൊസിഷനിലേക്ക് തിരിച്ചു വരയ്ക്കുന്ന ഫോഴ്സ് ആയിട്ടാണ് കിട്ടുന്നത്. സോ ഐ ക്യാൻ ടെൽ ലൈക്ക് ദിസ് തിങ്. ഇതിനെ പറ്റിയിട്ടൊന്നും നിങ്ങൾ പോകണ്ട, നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് നോക്കുക. ഇത് ഇവിടെ പി ആണ്, ഇവിടെയും പി ആണ്, രണ്ടും ഒരേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് എസ് എച്ച് എന്ന് പറയാൻ പറ്റും. പക്ഷേ എല്ലായിടത്തും കൊണ്ടുപോയി പൂശിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. നമ്മുടെ നീറ്റിൻ്റെ ലെവലിൽ ഇങ്ങനെയൊക്കെ വരുള്ളൂ എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ബേസിക്കലി എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടാവും. നിങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് നോക്കുകയാണ്, നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ, നിങ്ങൾക്ക് തല ഇറങ്ങുകയാണോ, നിങ്ങൾക്ക് മനസ്സിലാവുകയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ലുക്കിംഗ് ഇൻ ടു യുവർ കമൻറ്റ് ബോക്സ്. മനസ്സിലാവുന്നുണ്ടോ ഒന്ന് പറഞ്ഞു തരുമോ, മനസ്സിലായോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ. എന്താണ് വാട്ട് ഈസ് ആൻ എസ് എച്ച് എം എന്നുള്ളതിൻ്റെ കറക്റ്റ് കാര്യമാണ്. എസ് എച്ച് എം ആവണമെങ്കിൽ എന്ത് വേണം, എ ഷുഡ് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് വൈ എന്നുള്ളതാണ് അതിൻ്റെ കണ്ടീഷൻ വരേണ്ടത്. ക്ലിയർ ആണല്ലോ അല്ലേ. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ. റെഡി, മനസ്സിലാവുന്നുണ്ടോ, ക്ലിയർ ആണോ? റെസ്പോണ്ട് മീ ഫാസ്റ്റ് റെസ്പോണ്ട് മീ. ക്ലിയർ ആണോ എന്ന് ആലോചിച്ച് നോക്കി. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ പെൻഡുലം ഈസ് ഹങ് ഫ്രം ദ റൂഫ് ഓഫ് എ സഫിഷ്യൻ്റ്ലി ഹൈ ബിൽഡിംഗ് ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് ഫ്രീലി ആൻഡ് ടു ആൻഡ് ഫ്രോ എന്ന് പറയുമ്പോൾ നമുക്ക് ടു ആൻഡ് ഫ്രോ എന്ന് പറയുന്ന സമയത്ത് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് ആൻ ഓസിലേഷൻ, ഒരു എസ് എച്ച് എം ആണെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. ദ ആക്സിലറേഷൻ ഓഫ് ദ ബോബ് എന്താ തന്നിട്ടുള്ളത്, ആക്സിലറേഷൻ തന്നിട്ടുണ്ട് അല്ലേ. ആക്സിലറേഷൻ ഓഫ് ദ ബോബ് ഓഫ് ദ പെൻഡുലം ഈസ് എത്രയാണത് 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എ ഈസ് ഈക്വൽ ടു, അപ്പോൾ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ എടുത്ത് എഴുതണം കേട്ടോ. എ ഈസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നിട്ടുണ്ട്. ആൻഡ് ഡിസ്റ്റൻസ്, അറ്റ് എ ഡിസ്റ്റൻസ്, ഒരു ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോഴാണ് എക്സ് ഈസ് ഈക്വൽ ടു 5 മീറ്റർ എന്നുള്ള ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോഴാണ് ഈ ആക്സിലറേഷൻ ഉണ്ടാവുക. അവർ ചോദിക്കുന്ന സാധനം എന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ എന്നാണ് ചോദിക്കുക. അവർ ഈ ഓസിലേഷൻ്റെ ടൈം പീരീഡ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത് ബൈ ഗിവിങ് എ ആൻഡ് ഈ സാധനം തന്നിട്ട് ചോദിക്കുകയാണ്. സോ ലെറ്റസ് കണ്ടുപിടിക്കാം, നമുക്ക് ഈ സാധനം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചില്ല. എ ഈസ് ഈക്വൽ ടു എന്താ പഠിച്ചത്, എ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എക്സ് എന്നൊരു ഇക്വേഷൻ ഉണ്ട്. എ ഈസ് ഈക്വൽ ടു വാട്ട്, ഒമേഗ സ്ക്വയർ എക്സ് എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഇത് നോട്ട് ചെയ്ത് വെച്ചോ, യു വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് തിങ്. സോ ഇവിടെ നമുക്കറിയാൻ പറ്റൂലേ, എ എത്ര തന്നിട്ടുള്ളത്, എ 20 തന്നിട്ടുണ്ട്. ആൻഡ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് തന്നത് എത്രയാണ്, 5 തന്നിട്ടുള്ളത്. സോ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര വരും, ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 20/5 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4 എന്ന് വരും. ആൻഡ് ഒമേഗ നോക്കുകയാണെങ്കിൽ 4ൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ 2 എന്ന് കിട്ടും. ഒമേഗ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. സോ ഒമേഗ കിട്ടി, പക്ഷേ നമുക്ക് ഒരിക്കലും ടി കിട്ടിയിട്ടില്ല അല്ലേ. പക്ഷേ നമുക്കറിയാൻ പറ്റും വാട്ട് ഈസ് ഒമേഗ ആൻഡ് ടി. ഒമേഗയും ടി തമ്മിലുള്ള ബന്ധം എന്താണ്, ടി ഈസ് ഈക്വൽ ടു 2π/ഒമേഗ എന്നാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π/ഒമേഗ എന്നാണ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t എന്നാണ് കണ്ടുപിടിച്ചത്. ഇതാണ് ഇക്വേഷൻ ഉണ്ടാവുക. സോ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് എന്താ കിട്ടുന്നുണ്ടാവുക, ടി ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടാൻ മക്കളെ പറഞ്ഞോ, ടി ഈസ് ഈക്വൽ ടു 2π/ഒമേഗ. ഒമേഗ 2 അല്ല നമുക്ക് കിട്ടിയത്, 2 വെച്ച് കഴിഞ്ഞാൽ ഈ 2 ക്യാൻസൽ ആയി പോവും. ടി വിൽ ബി ഈക്വൽ ടു പൈ എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ടാവും. സോ ആൻസർ വിൽ ബി സെക്കൻഡ്, ദാറ്റ് ഈസ് 5 സെക്കൻഡ്സ് എന്നാണ് ഉത്തരം വരുന്നുണ്ടാവുക. ക്ലിയർ ആണോ, മനസ്സിലാവുന്നുണ്ടോ? താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞൊരു കാര്യം. സോ ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 ഇക്വേഷൻസ് ഞാനിവിടെ എഴുതിത്തരാം, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എക്സ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് കേട്ടോ. ബിക്കോസ് അത് തിരിച്ചല്ലേ വരുന്നത്, അതുകൊണ്ടാണ് ഇത് മൈനസ് എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് വാല്യൂ എന്നല്ല. നമ്മളത് അങ്ങോട്ട് പോകുമ്പോൾ ആക്സിലറേഷൻ ഇങ്ങോട്ടേക്കായിരിക്കും, അതായത് പോക്ക് അങ്ങോട്ടാണെങ്കിൽ ആക്സിലറേഷൻ ഇങ്ങോട്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മാത്രമേ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് ആക്സിലറേഷൻ. എ ഈസ് ഈക്വൽ ടു വാട്ട്, ആക്സിലറേഷൻ. ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ, ഒമേഗ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസിയാണ് പറയുന്നുണ്ടാവുക. ആൻഡ് എക്സ് ഈസ് ദ പൊസിഷൻ. ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം. അതുപോലെ പറഞ്ഞു ടി ഈസ് ഈക്വൽ ടു വാട്ട്, അല്ലെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒമേഗ ആംഗുലർ ഫ്രീക്വൻസിയാണ്, ടി ഈസ് ദ ടൈം പീരീഡ് ആണ് ടോട്ടൽ സാധനത്തിന്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നുണ്ടാവുക. സോ ഇക്വേഷൻ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കലല്ല, ഇതിനൊക്കെ ഡെറിവേഷൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വെക്കേണ്ടത്. റെഡി ആവുന്നുണ്ടോ? ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. ആ ക്വസ്റ്റ്യൻ റെഡി ആണെന്ന് വിചാരിക്കുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ. ലെറ്റ്സ് ഗോ ടു ദ 10th ക്വസ്റ്റ്യൻ. ഗോ സെയിം സാധനം.
ഇതൊരു സിമ്പിൾ സാധനമാണ്, പക്ഷേ ദിസ് ഈസ് മാത്തമാറ്റിക്കൽ. ഈ ഫിസിക്സ് എന്തുകൊണ്ട് ബുദ്ധിമുട്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്സിന് ദർ ഷുഡ് ബി സം മാത്തമാറ്റിക്കൽ ഐഡിയാസ് വേണം. ആൻഡ് ഡെഫിനറ്റ്ലി ഐ വിൽ ഷോ യു സംതിങ്. എൻ്റെ സാധനം എവിടെ പോയി? ഓക്കെ, എൻ്റെ ഐപാഡ് ലൈക്ക് അത് എൻ്റെ നോട്ട് അപ്പുറത്ത് ഞാൻ വെച്ചുപോയി. ലെറ്റ് മീ ടെൽ യു സംതിങ്. ഞാൻ പറഞ്ഞു 3.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ ഫിസിക്സിൻ്റെ ഈ ചാപ്റ്റേഴ്സിലേക്ക് കോറായിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ചെറിയ ഡൗട്ട് ക്ലിയറൻസ് എടുക്കുക, അല്ലാതെ ക്ലാസ് എടുക്കാനോ സാധനങ്ങൾക്കൊന്നും പോലില്ല. അതിൻ്റെ ഒരു ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടാവും. ഡെഫിനറ്റ്ലി സജഷൻസ് പറയണമെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ ഓസിലേഷൻസിൻ്റെ സാധനം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഐ ഫോർഗോട്ട് ഡിഫറൻഷ്യൽ ഓഫ് കോസ് ഒമേഗ ടി, അല്ലെങ്കിൽ സൈൻ എ പ്ലസ് ബി, കോസ് എ മൈനസ് ബി, സൈൻ 2a, സൈൻ a/2 എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ ഐ ഫോർഗോട്ട് ദാറ്റ് തിങ്. എനിക്ക് ടച്ച് വിട്ടുപോയി. ബേസിക്കലി അങ്ങനെ തന്നെയാണ്, ടച്ച് വിട്ടുപോയി. അപ്പോൾ വാട്ട് ഐ ഡിഡ്, ലൈക്ക് ഞാനൊരു ദിവസം കുത്തിയിരുന്നിട്ട് അതിൻ്റെ ഈ പറയുന്ന ഈ സൈൻ തീറ്റ കോസ് തീറ്റ പരിപാടികൾ, സാധനങ്ങൾ, ട്രിഗണോമെട്രീൻ്റെ ബേസിക് സാധനങ്ങൾ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പം ലൈക്ക് ഐ ക്യാൻ ഡൂ ദാറ്റ് തിങ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യമാണ്, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബേസിക് സാധനങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ട്രൈ ലേണിംഗ് ദാറ്റ് തിങ്. ബേസിക്കലി ഞാൻ നിങ്ങളെ ഇന്ന് ട്രൈ ചെയ്യാൻ നോക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതല്ല നിങ്ങളെപ്പറ്റി ഉദ്ദേശിക്കുന്ന സാധനം ഉണ്ടാവുക. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ഇത് എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തിയെന്നുള്ള കാര്യങ്ങളാണ്. കാരണം നിങ്ങളിൽ മനസ്സിലാവാത്ത ആൾക്കാരും നിങ്ങളിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെയാണ് ഈ ഓസിലേഷൻ. സാറുമാർ ക്ലാസ്സിൽ വന്നിട്ട് പല അഭ്യാസവും കാണിക്കും, പക്ഷേ നമുക്കത് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ഒരു സാധനം വേണ്ടേ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ടാണ് ഉള്ളത്, എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് നോക്കിയാൽ മതി. ഡെഫിനറ്റ്ലി വിൽ അപ്ഡേറ്റ് ദാറ്റ് തിങ്. ക്ലിയർ ആണോ? സോ നോക്കിക്കോ, ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ, ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഡിഫറൻസ് ആണ്. ഇതിപ്പോൾ എത്ര വ്യത്യാസത്തിലാണ് ഇവർ ഓടുക എന്നുള്ളത് ബിറ്റ്വീൻ ദ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, അതായത് ഇവർ ചോദിക്കുകയാണ് ഒരു മൊമെൻറ്റിലുള്ള വെലോസിറ്റിയും ആ മൊമെൻറ്റിലുള്ള ആക്സിലറേഷനും തമ്മിൽ എത്ര വെലോസിറ്റി ഉണ്ട്, വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. ബേസിക്കലി നിങ്ങൾ കണ്ടോ മക്കളെ, നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻസ് ഒരു പ്രാവശ്യം കൂടി എഴുതാം. ഡിസ്പ്ലേസ്മെൻറ്റ് y ഈസ് ഈക്വൽ ടു a sin omega t നമ്മൾ പഠിച്ചില്ലേ. v ഈസ് ഈക്വൽ ടു a omega cos omega t പഠിച്ചില്ലേ. ഇനി ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു a omega square minus a omega square sin omega t. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചു നോക്കി. അപ്പോൾ let us focus on these two things only. Velocity is a omega cos omega t, acceleration is minus a omega square sin omega t. So you can find out that thing. This velocity is a function of cos and this acceleration is a function of sin എന്നുള്ളതാണ്. ഒന്നൊരു സൈൻ ഫംഗ്ഷനും മറ്റേതൊരു കോസ് ഫംഗ്ഷനുമാണ്. സൈൻ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ മക്കളെ? ഇഫ് ഐ ആം ഡ്രോയിങ് ദ ഗ്രാഫ്, ഞാനൊരു ഗ്രാഫ് നിങ്ങൾക്ക് വരച്ചു തന്നു കഴിഞ്ഞാൽ ഞാനൊരു ഗ്രാഫ് നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി പോവാണ്. ദിസ് ഈസ് എ സിമ്പിൾ സൈൻ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സൈൻ അറിയാൻ പറ്റും, ഇത് 0 നിൽക്കുന്ന സമയത്ത്, 0 ഡിഗ്രിയിൽ നിൽക്കുന്ന സമയത്ത് സൈനിൻ്റെ വാല്യൂ 0 ആയിരിക്കും. വെൻ ഇറ്റ് ഈസ് റീച്ചിങ് ദ 90 ഡിഗ്രി എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ വി ക്യാൻ ടെൽ ലൈക്ക് ഇത് π/2 എന്നുള്ള റേഡിയനിലേക്ക് എത്തുന്ന സമയത്ത് ദിസ് സൈൻ വിൽ ബിക്കം 1 ആവും. സോ ഗ്രാജുവലി ഇറ്റ് വിൽ ബിക്കം 1. സോ ഇതാണ് 1 കേട്ടോ, 1 എന്നുള്ളതിലേക്ക് എത്തും. ഇനി ഇവിടെ നിന്ന് 90യിൽ നിന്ന് അടുത്ത 90 കഴിഞ്ഞിട്ട് 180 ഡിഗ്രിയിലേക്ക് എത്തുമ്പോഴത്തേക്കും ദാറ്റ് വിൽ ബിക്കം π ഡിഗ്രിയിലേക്ക് എത്തുമ്പോഴത്തേക്കും സൈൻ വിൽ ബിക്കം ലോവർ, വീണ്ടും 0 ആയി മാറുന്നുണ്ടാവും. ആണല്ലോ അല്ലേ? ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു 90 കൂടി കഴിഞ്ഞ് 270 ഡിഗ്രിയിലേക്ക് എത്തുമ്പോഴത്തേക്ക്, അതായത് 3π/4 എത്തുന്ന സമയത്തേക്ക് ദിസ് വിൽ ബിക്കം അഗെയിൻ 1. പക്ഷേ ഇത് നോർമൽ 1 അല്ല, ഇത് താഴത്തെ 1 ആണ്. ദാറ്റ് വിൽ ബിക്കം വാട്ട്? -1 ആവും. ആൻഡ് ഇത് വീണ്ടും 360 ഡിഗ്രിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് 360 ഡിഗ്രി ദാറ്റ് വിൽ ബിക്കം 2π ഡിഗ്രി. 2πയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ദിസ് വിൽ അഗെയിൻ 0 ആവും. സോ ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് ദ സൈൻ ഫംഗ്ഷൻ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ അല്ലേ? സൈൻ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പോവുക. 90 ഡിഗ്രിയിലാണ് അതിന് 1 കിട്ടുന്നുണ്ടാവുക എന്നുള്ളത് യു ഓൾറെഡി നോ ദാറ്റ് തിങ്. സപ്പോസ് ഞാൻ ഇതിനകത്തേക്ക് തന്നെ നമ്മുടെ കോസ് ഗ്രാഫും കൂടി വരയ്ക്കാമെന്ന് വിചാരിച്ചോ. കോസിൻ്റെ ഗ്രാഫും കൂടി വരയ്ക്കുകയാണെങ്കിൽ കോസ് 0യിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ 1 ആണ്. 90 ഡിഗ്രിയിലേക്ക് എത്തുമ്പോഴത്തേക്കും കോസ് വിൽ ബിക്കം വാട്ട്? 0 എത്തും. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇനി 90 നിന്ന് 180 ഡിഗ്രിയിലേക്ക് എത്തുമ്പോഴത്തേക്കും കോസ് വിൽ ബിക്കം വാട്ട്? -1 എത്തും. 270ലേക്ക് എത്തുമ്പോഴത്തേക്കും വീണ്ടും 0 എത്തും. ആൻഡ് അത് കഴിഞ്ഞിട്ട് 360ലേക്ക് എത്തുമ്പോഴത്തേക്കും വീണ്ടും ഇറ്റ് വിൽ ബിക്കം വാട്ട്? 1 എത്തുന്നുണ്ടാവും. സോ ദിസ് ഈസ് ദാറ്റ് തിങ്. അപ്പോൾ സൈൻ ഫംഗ്ഷൻ ഇങ്ങനെയാണ്, കോസ് ഫംഗ്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ സൈൻ ഫംഗ്ഷൻ്റെയും കോസ് ഫംഗ്ഷൻ്റെയും ഗ്യാപ്പ് ഡിഫറൻസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് തിങ്. ഇവർ റൺ ചെയ്യുന്നത് ഒരു 90 ഡിഗ്രിയുടെ ഡിഫറൻസിലാണ്. 90 ഡിഗ്രിയുടെ ഫേസ് ഡിഫറൻസിലാണ് സൈൻ ഫംഗ്ഷനും കോസ് ഫംഗ്ഷനും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഐ ക്യാൻ ടെൽ ലൈക്ക് ഇത് π/2ൻ്റെ ഡിഫറൻസിലാണ് പോവുക. π/2 എന്ന് പറഞ്ഞാൽ 1/2 π ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.5 π എന്നാണ് വരുന്നുണ്ടാവുക. എവറി സൈൻ ഫംഗ്ഷൻ ആൻഡ് എവറി കോസ് ഫംഗ്ഷൻ ഇസ് ഇൻ എ ഫേസ് ഡിഫറൻസ് ഓഫ് വാട്ട്? π/2ലാണ് ഓടുന്നുണ്ടാവുക. കിട്ടുന്നുണ്ടെന്ന് ആലോചിച്ച്. സോ ഇതാണ് ഇവിടെ ഭയങ്കര സിമ്പിളാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെയും ആക്സിലറേഷൻ്റെയും സാധനമാണ് ചോദിച്ചത്. ബേസിക്കലി ആക്സിലറേഷൻ എന്ന് പറയുന്ന സാധനം സൈനിൻ്റെ ഫംഗ്ഷനായിട്ടും വെലോസിറ്റി ഒരു കോസിൻ്റെ ഫംഗ്ഷൻ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ like it is π/2 or it is 0.5 π എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിച്ചോ, പേടിക്കണ്ട. ഡോണ്ട് വറി, ലെറ്റ് us ലേൺ.
ഇത് അറിയില്ല എന്ന് പറഞ്ഞ് പേടിക്കാനോ അറിയില്ല എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് പറയാനോ അല്ലെങ്കിൽ അറിയില്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കാനോ നോക്കിക്കഴിഞ്ഞാൽ മക്കളെ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. നിങ്ങൾക്കൊരു കാര്യം അറിയില്ലെങ്കിൽ അത് പഠിക്കാൻ വേണ്ടിയിട്ട് 100 വഴിയുണ്ട്. ഇല്ലെങ്കിൽ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനുണ്ട്, ഡോപ്പ ഉണ്ട്, ബാക്കി ആൾക്കാരുണ്ട്. വി വിൽ സപ്പോർട്ട് യു. അറിയില്ലാത്ത കാര്യങ്ങൾ സൈൻ അറിയില്ലേ നമുക്ക് പഠിക്കാം, കോഴ്സ് അറിയില്ലേ നമുക്ക് പഠിക്കാം, ആവശ്യമുള്ള സാധനങ്ങൾ പഠിക്കാം. ഇത് എല്ലായിടത്തും വിട്ടപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ ചില ആൾക്കാർ പറയും എങ്ങനെയാണെങ്കിൽ ആദ്യം സൈനും കോഴ്സൊക്കെ പഠിച്ചിട്ട് നമുക്കിത് പഠിക്കാം. അല്ല, നമ്മളിത് പഠിക്കുന്നതിൻ്റെ കൂടെ പഠിച്ചത്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചില്ലേ സൈനിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് പോകണേ, കോഴ്സിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് പോകണമെന്ന് പഠിച്ചില്ലേ. ദിസ് ഈസ് ദ ലേണിംഗ്. ഇതാണ് ലേണിംഗ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തരാൻ പറ്റും. സോ ഷോ സം ലവ്, നമ്മുടെ കൂടെ നിൽക്കുക, ഒരുമിച്ചാവുക. ഡെഫിനറ്റ്ലി വി വിൽ അച്ചീവ്. ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ ദാറ്റ് വാസ് എ ക്വസ്റ്റ്യൻ നമ്പർ 10 ഫോർ യു. ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് പോവാം. റെഡിയാണോ? നോക്കിക്കോട്ടോ. ദ ആക്സലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ പെർഫോമിംഗ് ആൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് 12 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. കേട്ടോ, 12 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 സെൻറ്റിമീറ്റർ ഫ്രം ദ മീൻ പൊസിഷൻ. അപ്പോൾ ആക്സലറേഷൻ, ഒരു പൊസിഷനിലുള്ള ആക്സലറേഷനാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഇക്വേഷൻ ഓൾറെഡി അറിയാം. എ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എക്സ്. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്, എക്സ് ഒമേഗ സ്ക്വയർ. ഒരു മൈനസും കൂടിയുണ്ട്. മൈനസ് ഇൻഡിക്കേറ്റിംഗ് ദ ഡയറക്ഷൻ, നെഗറ്റീവ് തിരിച്ചു വരുന്ന ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സാധനമാണെന്നുള്ള കാര്യം. ആക്സലറേഷൻ തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. ആക്സലറേഷൻ ഈസ് വാട്ട്, എ ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. ആൻഡ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്, അവിടെ ചോദിച്ചാൽ എന്താ വെച്ചാൽ ഫൈൻഡ് ഔട്ട് ദ ടൈം പീരീഡ്. ടൈം പീരീഡാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാൻ പറ്റും 12 ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു 3. സോ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 12/3, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4. ദാറ്റ് ഗിവൻസ് ഒമേഗ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടുന്നുണ്ടാവും. കിട്ടിയോ? ഒമേഗ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടിയോ? റെഡി ആണെന്ന് ആലോചിക്കേ. ഒമേഗ 2 എന്ന് കിട്ടിയല്ലോ അല്ലേ. ഒമേഗ 2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ വി നോ ദാറ്റ് തിങ്. എന്താ നമുക്ക് അറിയുന്നുണ്ടാവുക, ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നമുക്കറിയാം ടി ഈസ് ഈക്വൽ ടു 2π/ω എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി തൊട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കോട്ടോ, ഒമേഗ ടി ഈസ് ഈക്വൽ ടു 2π/ω എന്നുള്ള സാധനം ഉണ്ടാവുക. സോ ഇവിടെ നമുക്ക് ഒമേഗ 2 എന്ന് കിട്ടിയിട്ടുണ്ട്. 2π/ω ദാറ്റ് ഈസ് 2 എന്ന് പറഞ്ഞ സാധനം വരുമ്പോൾ യു ക്യാൻ ഡു 2 ക്യാൻസൽ ആയിപ്പോൾ ദ ആൻസർ വിൽ ബി പൈ സെക്കൻഡ്സ് എന്നുള്ളതായിരിക്കും ആൻസർ. പക്ഷേ ഇവിടെ ഓപ്ഷനിൽ നോക്കുമ്പോൾ പൈ സെക്കൻഡ്സ് ഇല്ല, പകരം 3.14 സെക്കൻഡ്സ് ഉണ്ട്. യു ക്യാൻ ടേക്ക് ദ 3.14 സെക്കൻഡ് ആസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയോ? റെഡിയാണോ മക്കളെ? റെഡിയാണോ എന്നുള്ള കാര്യം കറക്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ. റെഡി ആണെങ്കിൽ റെഡിയാണ്, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു തന്നെ. സോ വി ആർ ഫിനിഷിംഗ് ലൈക്ക് 1 അവറിൻ്റെ അടുത്ത് സമയം എടുത്തിട്ടുണ്ട് ഇത്ര എത്താൻ വേണ്ടിയിട്ട്. ആൻഡ് അനദർ 45 മിനിറ്റ്സ് ഐ വിൽ ഡെഫിനറ്റ്ലി ടെൽ യു, ലൈക്ക് അനദർ 45 മിനിറ്റ്സ് ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ആസ്പെക്ട്സിലേക്കും കൂടി നമ്മൾ പോകുന്നുണ്ടാവും. ഡെഫിനറ്റ്ലി സ്റ്റേ വിത്ത് മീ. അടിപൊളിയാക്കി ഉഷാറാക്കിയിട്ട് പോകണം. 3.14 സെക്കൻഡ് ആയിരിക്കും എൻ്റെ ആൻസർ വരുന്നുണ്ടാവുക. ആൻഡ് ദ ക്വസ്റ്റ്യൻ നമ്പർ 12. ലെറ്റ്സ് ഗോ. നോക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 12ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12 ദ പാർട്ടിക്കിൾ ഈസ് വൈബ്രേറ്റിംഗ് ഇൻ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ആൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് 4 സെൻറ്റിമീറ്റർ. നോക്കിക്കോട്ടോ, ഒരു പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ്. ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ. നമുക്ക് എഴുതാം എ, ക്യാപിറ്റൽ എ ഈസ് ആംപ്ലിറ്റ്യൂഡ് ഈസ് വാട്ട് 4 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ആൻഡ് അറ്റ് വാട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ, ഏത് ഇക്വിലിബ്രിയം പൊസിഷനിലാണ് ദ എനർജി ഈസ് ഹാഫ് പൊട്ടൻഷ്യൽ ആൻഡ് ഹാഫ് കൈനറ്റിക്. ഒരു ഹാഫ് പൊട്ടൻഷ്യൽ ആൻഡ് ഹാഫ് എന്താ പറയുന്നത്, ആരോ ഒരാൾ വന്നിട്ട് പറയുകയാണ് ഓഗി 4444. സ്വന്തം പേരിട്ടിട്ട് വേടാ കള്ളന്മാരെ. ഒന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, എന്ത് ചെയ്യും, ടെൻഷനാകുന്നു. ഒന്നും പഠിക്കാൻ തുടങ്ങാത്ത ആൾക്കാർ ഒന്നും ചെയ്യേണ്ട, പഠിക്കാൻ തുടങ്ങിയാൽ മതി. വളരെ സിമ്പിളല്ലേ, ഒറ്റ തുടങ്ങി ഇവിടെ തുടങ്ങിക്കോ. ദ ആംപ്ലിറ്റ്യൂഡ് ഈസ് 4 സെൻറ്റിമീറ്റർ. ഈ ക്വസ്റ്റിന് പഠിച്ചു തുടങ്ങുക, അതാണ് സംഭവം. ഈ ക്വസ്റ്റിന് പഠിച്ചു തുടങ്ങുക. അറ്റ് വാട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ, പെട്ടെന്ന് എടുത്തോ. ഈസ് ദ എനർജി ഓഫ് ദ ഹാഫ് പൊട്ടൻഷ്യൽ ആൻഡ് ഹാഫ് കൈനറ്റിക്. അതായത് ഈ ടോട്ടൽ എനർജിയിൽ പകുതി എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ടും പകുതി എനർജി കൈനറ്റിക് എനർജി ആയിട്ടും നിൽക്കുന്ന സ്ഥലം ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ കേട്ടോ, നമുക്ക് നോക്കാം. ടോട്ടൽ എ തന്നിരിക്കുന്നത് 4 സെൻറ്റിമീറ്റർ എ തന്നിട്ടുണ്ട്. സോ എ അവിടെ നിൽക്കട്ടെ. സോ ലെറ്റസ് അസ്യൂം ബാക്കി കാര്യങ്ങൾ നോക്കാം. സോ ഇവിടെ നോക്കട്ടോ, ടോട്ടൽ എനർജി നമ്മളിത് ഓൾറെഡി പഠിച്ച സാധനമാണ്. ഈസ് ഈക്വൽ ടു സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് സം ഓഫ് കൈനറ്റിക് എനർജി. നമ്മൾ ഓൾറെഡി പഠിച്ച സാധനമല്ലേ. റെഡിയാണോ? ആണ്. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എത്ര വരുന്നുണ്ടാവുക, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു വാട്ട്, ഹാഫ് k ഇൻറ്റു എക്സ് സ്ക്വയർ എന്നാണ് വരിക. ആൻഡ് ഇവിടെ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വാട്ട് ഹാഫ് mv സ്ക്വയർ എന്നാണ് വരിക. ആണല്ലോ അല്ലേ, നമുക്ക് ഓൾറെഡി അറിയുന്ന സാധനമാണ്. ആൻഡ് ഇവിടെ പറയുകയാണ് ടോട്ടൽ എനർജീൻ്റെ പകുതി പൊട്ടൻഷ്യൽ എനർജിയും പകുതി കൈനറ്റിക് എനർജി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഈ സാധനം ഈക്വൽ ആവുക എന്നല്ല അതിൻ്റെ അർത്ഥം അല്ലേ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി എന്നാവുക എന്നുള്ളതാണ്. സോ ലെറ്റസ് നമുക്ക് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അത് എവിടെ വെച്ചിട്ടാണ് ഉണ്ടാവുക, അതിൻ്റെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി, അത്രേ ഉള്ളൂ കേട്ടോ. സോ ഇവിടെ നമുക്ക് ഹാഫ് k എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ എന്നാവും. അത്രേ ഉള്ളൂ സാധനങ്ങൾ. ഇങ്ങനെ നോക്കാം. ഇനി ഇവിടെയാണ് മക്കളെ ഒരു സാധനം ഉണ്ട്. നമുക്ക് ഈ വിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും. ആ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഫോർമുല ഞാൻ ആദ്യം പറഞ്ഞുതരാം. ആൻഡ് ഐ വിൽ ഷോ യു ദ എന്താ പറയുക ഈ സാധനങ്ങളും കൊടുക്കും.
ലെറ്റ് സ്റ്റാർട്ട് ഓഗി. ആരാ പറയുന്നത്? ഹിത എന്ത് ചെയ്യാണ്, പ്രോത്സാഹനം കൂടെ കൊടുക്കുക. അവിടെ പഠിച്ചോട്ടോ, ഈ വീക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും. വീക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാമെന്നറിയോ? ലെറ്റ് us ഡു ദിസ് തിങ് വെരി ക്ലിയർലി. കറക്റ്റായിട്ടൊരു ക്ലിയർ ആയിട്ടൊരു സാധനം കൊടുത്തു വെക്കാം. ഇപ്പോൾ വീക്ക് ഉള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയോ? നമുക്കറിയാൻ പറ്റൂലേ, ടോട്ടൽ എനർജി എക്സ്ട്രീം പൊസിഷനിലേക്ക് എത്തുമ്പോഴത്തേക്ക് എത്ര ആവും? പൊട്ടൻഷ്യൽ എനർജി മാത്രമാവും. അത് നമുക്കറിയാൻ പറ്റും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ എന്നാണ് വരുന്നുണ്ടാവുക. ഞാൻ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുക്കാമെന്ന് വെച്ചോ. ദാറ്റ് വിൽ ബി ഹാഫ് കെ എ സ്ക്വയർ. നമ്മൾ എന്താ നോക്കണത്? വീക്കൊരു ഫോർമാറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കണത്. വീക്കൊരു ഫോർമാറ്റ് കണ്ടുപിടിക്കണം. അതാണ് എൻ്റെ ഉദ്ദേശം. വീക്ക് ഫോർമാറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഹാഫ് കെ എ സ്ക്വയറിന് ടോട്ടൽ എനർജിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാം. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണേ. സോ അങ്ങനെയാണെങ്കിൽ ദിസ് ഇക്വേഷൻ വിൽ ബിക്കം, ഞാൻ മേളിലേക്ക് എഴുതാം. സോ നോക്കുക, അല്ലെങ്കിൽ ഇപ്പുറ സൈഡിലേക്ക് എഴുതാം. ദിസ് ഇക്വേഷൻ വിൽ ബിക്കം ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ, ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ, ടോട്ടൽ എനർജിയാണ് അറ്റ് എക്സ്ട്രീം പൊസിഷനിൽ വരുന്ന സമയത്ത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ എന്നുള്ള രൂപത്തിലേക്ക് വരും. അപ്പോൾ എനിക്ക് വേണ്ട എന്താ? വീക്ക് ഒരു ഇക്വേഷൻ അല്ലേ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ ഈ എക്സ് സ്ക്വയറിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് ഹാഫ് കെ ഇൻറ്റു എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ എന്നുള്ള രൂപത്തിലേക്ക് വരും. ആണല്ലോ അല്ലേ? ഞാൻ അതിനകത്ത് ഹാഫ് കെ കോൺസ്റ്റൻ്റ് അല്ലേ, ഇവിടെയും ഹാഫ് കെ ഉണ്ട്, ഇവിടെയും ഹാഫ് കെ ഉണ്ട്. എനിക്കത് പുറത്തേക്ക് എടുക്കാമല്ലോ. സോ ഞാനത് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ദാറ്റ് വിൽ ബിക്കം ഹാഫ് കെ ഇൻറ്റു എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ആംപ്ലിറ്റ്യൂഡ് മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ദാറ്റ് വിൽ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ എന്നുള്ള സാധനത്തിലേക്ക് വരുന്നുണ്ടാവും. ക്ലിയർ ആണെന്ന് ചോദിക്കുകയെ. സോ ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ എന്നുള്ള രൂപത്തിലേക്ക് വരുന്നുണ്ടാവുക. സോ ഐ ക്യാൻ ഈസിലി ക്യാൻസൽ. എന്തിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? ഈ ഹാഫ് കെനെ അല്ല, ഹാഫിനെ ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റും, ഈ ഹാഫിനെ ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ വന്നതെന്ന് നോക്ക്. ദിസ് ഈസ് ബിക്കമിങ് ലൈക്ക് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എം ഇൻറ്റു വി സ്ക്വയർ എന്ന് വന്നു. ഇനി ഈ വീക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാനല്ലേ, അപ്പോൾ ഞാൻ ഈ എമ്മിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. സോ എമ്മിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് തിങ് കെ ബൈ എം ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ എന്നുള്ള രൂപത്തിലേക്ക് വരും. സോ സപ്പോസ് ഇഫ് ഐ എം ടെല്ലിങ് ലൈക്ക് വാട്ട് ഈസ് വി, നമുക്ക് പറഞ്ഞോ വി എന്ന് പറയുന്ന സമയത്ത് വി വിൽ ബി ടെല്ലിങ് ലൈക്ക് റൂട്ട് ഓഫ് കെ ബൈ എം ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള ഇക്വേഷനിലേക്ക് വരും. മനസ്സിലാക്കണേ മക്കളെ, റെഡിയാണ്. ഞാൻ ഇതിൻ്റെ ആക്ച്വൽ മെത്തേഡ് പറഞ്ഞാൽ ഇതിനൊക്കെ ഡിറൈവ്ഡ് ഫോംസും ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ ഇത് ആക്ച്വൽ മെത്തേഡ് ഇഫ് യു നോ ദാറ്റ് തിങ് യു വിൽ നെവർ ഫോർഗെറ്റ് ദാറ്റ് തിങ്. സോ ഇത് 1-2 പ്രാവശ്യത്തേക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. 1-2 പ്രാവശ്യത്തേക്ക് പതുക്കെ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഉണ്ടാവുക. സോ ഇവിടെ നോക്കിക്കോ, വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം ഇൻറ്റു ഹാഫ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരിക. ഈ റൂട്ട് ഓഫ് കെ ബൈ എം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ വാട്ട് ഈസ് റൂട്ട് ഓഫ് കെ ബൈ എം എന്നുള്ള കാര്യം? കൃത്യമാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. ദാറ്റ് ഈസ് യുവർ എന്താണ് ഒമേഗേൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനാണ്. വളരെ സിമ്പിളായിട്ട് എടുക്കണം. ഒമേഗേൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനാണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു വാട്ട്? റൂട്ട് ഓഫ് കെ ബൈ എം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന സാധനമാണ്. ഇതിനും വേറെ ഡെറിവേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം എന്നാണ്. സോ ഐ ക്യാൻ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ ലൈക്ക് വി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളൊരു സാധനത്തിലേക്കുണ്ട്. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. സപ്പോസ് ഇഫ് യു നോ ദാറ്റ് തിങ് യു ക്യാൻ അപ്ലൈ ഇറ്റ് സംവെയർ സ്ഥലങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റാണ്. ഡയറക്ട്ലി ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. പക്ഷേ ബെറ്റർ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് എങ്ങനെയാണെന്ന് പറയും. നമ്മൾ ആ ടോട്ടൽ എനർജിക്ക് ഹാഫ് കെ എ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്തെടുത്തപ്പോഴാണ് നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മ ഉണ്ടായാൽ മതി. അപ്പോൾ നമ്മൾ ഇക്വേഷൻ മറന്നു പോയി കഴിഞ്ഞാലും എക്സാം ഹാളിൽ നിന്നാണെങ്കിലും നമുക്ക് ഈ സാധനങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും കേട്ടോ. ഓഗീനെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഓഗീനെ ഞാൻ ടൈം ഔട്ടിലിടാം. നോക്കിയാൽ ഒരു 30 മിനിറ്റ് അവിടെ ഇരുന്നു. ബിക്കോസ് അവിടെ പൈലറ്റ് ആവണം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പൈലറ്റ് ആവാനല്ല നോക്കണം, നമ്മളിപ്പോൾ ഓസിലേഷൻ പഠിക്കാൻ വേണ്ടി നോക്കാൻ കേട്ടോ. സോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് സാധനങ്ങൾ ചെയ്യുക. അടിപൊളിയല്ലേ? നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഇതൊരു ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റാണ്. ഇത് ഈ രൂപത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ വില്ലിങ്നെസ് ഉണ്ടായാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയായി വന്നോളും. സോ വീക്ക് ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ പറയാലോ, ഇതിവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ ഹാഫ് പൊട്ടൻഷ്യൽ എനർജിയും ഹാഫ് കൈനറ്റിക് എനർജിയും ഹാഫ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ എനർജി വിൽ ബി ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്നുള്ള രൂപത്തിലേക്ക് എത്തുന്ന കാര്യം പറഞ്ഞു. എന്നിട്ട് അതിനകത്ത് നമുക്ക് ആ വീക്ക് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച സബ്സ്റ്റിറ്റ്യൂഷൻ ഇട്ടു. വാട്ട് ഈസ് വി? വി ഈസ് ഈക്വൽ ടു ഒമേഗ പറഞ്ഞോ ഒമേഗ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളതാണ് വീൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാം. ഹാഫ് കെ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു ഇല്ലേ ഒമേഗ മാറ്റാം. ഒമേഗയ്ക്ക് വരെ എനിക്ക് മറ്റേ സാധനം തന്നെ ഇടാം അല്ലേ. റൂട്ട് ഓഫ് എന്തായിരുന്നു ഒമേഗ? ഒമേഗ ഈസ് റൂട്ട് ഓഫ് കെ ബൈ എം അല്ലേ ഒമേഗ വരുന്നുണ്ടാവുക. സോ ഐ എം ജസ്റ്റ് പുട്ടിങ് ദാറ്റ് ഹിയർ റൂട്ട് ഓഫ് നോക്കൂ കേട്ടോ ഹാഫ് എം ഇൻറ്റു നോക്കൂ റൂട്ട് ഓഫ് കെ ബൈ എം ഇൻറ്റു റൂട്ട് ഓഫ് വാട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള സാധനത്തിൻ്റെ ഹോൾ സ്ക്വയർ. എം വി സ്ക്വയർ അല്ലേ വേണ്ടത്. സോ ദാറ്റ് വിൽ ബിക്കം ഹാഫ് എം ഇൻറ്റു ഇതിന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ദാറ്റ് വിൽ ബിക്കം വാട്ട്? കെ ബൈ എം എന്ന് വരും.
ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് എന്താ വരും? ദാറ്റ് വിൽ ബിക്കം എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള സാധനത്തിലേക്ക് വരുന്നുണ്ടാവും. സോ ഇഫ് ഐ ക്യാൻ ക്യാൻസൽ ദിസ് തിങ്, ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. സോ ഇവിടെ എന്താ വരുന്നുണ്ടാവുക? ഹാഫ് കെ എക്സ് സ്ക്വയർ അല്ലേ, ഹാഫ് കെ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ വരുന്നുണ്ടാവുക? ഇവിടെയും ഹാഫ് ഉണ്ടാവും, ഈ ഹാഫ് ഇവിടുത്തെ കെ ഉണ്ടാവും ഇൻറ്റു എന്താ വരുന്നുണ്ടാവുക? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള രൂപത്തിലേക്ക് വരുന്നുണ്ടാവുക. സോ എനിക്ക് ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്ക്. ഈ ഹാഫ് കെ ക്യാൻസൽ ആക്കി കളയാൻ പറ്റും, ഇവിടുന്ന് ഹാഫ് കെ ക്യാൻസൽ ആക്കാൻ പറ്റും. സോ ഇവിടെ എന്താ വരുന്നത്? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, എനർജി ഈക്വൽ ആവുന്ന പൊസിഷനാണ്, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള രൂപത്തിലേക്ക് വരും. ഞാൻ ഈ എക്സ് സ്ക്വയറിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2x സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നുള്ള രൂപത്തിലേക്ക് വരുന്നുണ്ടാവും. ഇല്ലേ? ആലോചിച്ച് നോക്ക്. ഇപ്പോൾ നോക്കടാ, ഈ മൈനസ് എക്സിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരില്ലേ, മനസ്സിലാവുന്നില്ല എന്ന് പറയണേ കുറേ ആൾക്കാർ പോയി. കുഴപ്പമില്ലല്ലോ, എനിക്ക് നോ പ്രോബ്ലം കേട്ടോ. ഐ എം നോട്ട് വർക്കിംഗ് ഫോർ വ്യൂവേഴ്സിനോ വ്യൂ കൗണ്ടിനോ സാധനത്തിലേക്ക് ഒന്നുമല്ല നോക്കുന്നത്. ഐ എം ജസ്റ്റ് ടീച്ചിങ് യു ദാറ്റ് ആക്ച്വൽ സാധനങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നാൽ മതി. ഐ വിൽ ഗിവ് യു മൈ വാട്സാപ്പ് നമ്പർ. അതിൻ്റെ ഫീഡ്ബാക്ക് തന്നോ, അതനുസരിച്ചിട്ട് ഐ വിൽ ഇംപ്രൂവ് ഓൺ ദ നെക്സ്റ്റ് ചാപ്റ്റർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് വരും. ബിക്കോസ് ഞാൻ ഈ മൈനസ് എക്സ് സ്ക്വയറിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നത് നോക്കിക്കോ. അപ്പോൾ ദാറ്റ് വിൽ ബിക്കം 2x സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള രൂപത്തിലേക്ക് വരുന്നുണ്ടാവും. ആൻഡ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എങ്ങനെ വരുന്നുണ്ടാവുക? എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്നുള്ള രൂപത്തിൽ വരും. ആൻഡ് വാട്ട് ഈസ് ദ എക്സ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കണം അല്ലേ. സോ എ സ്ക്വയറിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എ വരും, എ ബൈ റൂട്ട് 2 എന്നുള്ള ഉത്തരം വരും. സോ ഇതാണ് അതിൻ്റെ സാധനം. എ ബൈ റൂട്ട് 2 എന്നുള്ള ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോഴത്തേക്കും വാട്ട് വിൽ ബി ഒക്കർ? ഒരു സിമ്പിൾ ഹാർമോണിക് മൊമെൻറ്റത്തിൻ്റെ കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. ഏത് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെയും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുന്നത് എ ബൈ റൂട്ട് 2 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തുമ്പോഴാണ് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. സോ വേറെ ഏതാ പൊസിഷൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ആവുന്നത്? വേർ എക്സ് ഈസ് ഈക്വൽ ടു എ ബൈ റൂട്ട് 2 എന്നുള്ള സ്ഥലത്തേക്ക് എത്തുമ്പോഴാണ് ആ സാധനം വരിക എന്നുള്ളതാണ് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണെന്ന് ആലോചിച്ച് നോക്കിക്കേ. എക്സ് അതിൻ്റെ പൊസിഷൻ, അതിൻ്റെ മൂവ്മെൻറ്റ് ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ റൂട്ട് 2 എന്നുള്ള പൊസിഷൻ എത്തുമ്പോൾ എന്ത് ചെയ്യും? ഈ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നിരുന്നത് പാർട്ടിക്കിൾ ഈസ് വൈബ്രേറ്റിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ആൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് 4 സെൻറ്റിമീറ്റർ അറ്റ് വാട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ ഇറ്റ്സ് ദ എനർജി ഹാഫ് പൊട്ടൻഷ്യൽ ആൻഡ് ഹാഫ് കൈനറ്റിക്. അതായത് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി എവിടെ വെച്ച് ഈക്വൽ ആവും? നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എന്താണ്? അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ആവുന്ന ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി വാട്ട്? എ ബൈ റൂട്ട് 2 ആണ്. എ ഡിവൈഡഡ് ബൈ റൂട്ട് 2 ആണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എ ബൈ റൂട്ട് 2 എ തന്നിരിക്കുന്നത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 4 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ റൂട്ട് 2 ആണ് വരുന്നുണ്ടാവുക. അപ്പോൾ 4 ബൈ റൂട്ട് 2 എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുക? നമുക്കറിയാം അല്ലേ. 4 ബൈ റൂട്ട് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4നെ എങ്ങനെ എഴുതാൻ പറ്റും? 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ റൂട്ട് 2 എന്ന് എഴുതാൻ പറ്റും. ഈ 2നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഐ ക്യാൻ റൈറ്റ് ലൈക്ക് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു 2 എന്ന് എഴുതാൻ പറ്റില്ലേ? ഈ 2നെ ഞാൻ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതി, താഴെ ബൈ റൂട്ട് 2 എന്ന് എഴുതി. ഇതിനെ കട്ട് ചെയ്ത് കളയാണെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് റൂട്ട് 2 ദാറ്റ് വിൽ ബി ഈക്വൽ ടു വാട്ട്? 2 റൂട്ട് 2 എന്നാണ് വരുന്നുണ്ടാവുക. ഐ ക്യാൻ ഫൈൻഡ് ഔട്ട് ദിസ് ആൻസർ. 2 റൂട്ട് 2 എന്നുള്ളൊരു സാധനം എടുക്കുക. ആൻഡ് ആക്ച്വൽ ആൻസർ വിൽ ബി ദ ഓപ്ഷൻ 4. റെഡിയാണോ? മനസ്സിലാവുന്നുണ്ടോ? ദിസ് ഈസ് ഹൗ വി വിൽ ബി സോൾവിങ് ദാറ്റ് തിങ്. ഇതൊരു സിമ്പിൾ സാധനമാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. വേർ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി കൈനറ്റിക് എനർജി ഈക്വൽ ആവുന്നത് എ ബൈ റൂട്ട് 2 എന്നുള്ള പൊസിഷനിലാണെന്ന് നമുക്ക് വെറുതെ ഓർത്തിരിക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട്. പക്ഷേ ഇത് വെറുതെ ഓർത്തിരിക്കലല്ല, യു ക്യാൻ സോൾവ് ദീസ് തിങ്സ്. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ സോൾവ് ചെയ്തെടുക്കാം. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. വാട്ട് ഈസ് ദ വിൻ്റെ ഫോർമാറ്റ്? വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വാട്ട്? കെ ബൈ എം ഇൻറ്റു റൂട്ട് ഓഫ് വാട്ട്? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളൊരു സാധനമുണ്ട്. ഇത് ഓർത്തിരിക്കുക. ആ റൂട്ട് ഓഫ് കെ ബൈ എം ഈസ് ഈക്വൽ ടു ഒമേഗ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദാറ്റ് വിൽ ബി ഓൾസോ ഹെൽപ്പിംഗ് യു. 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ, നോക്കിക്കോട്ടോ 13ാമത്തെ ക്വസ്റ്റ്യൻ. സമയമുണ്ടല്ലോ അല്ലേ. സോ ഇപ്പോൾ ഇങ്ങനെ സമയം ഇങ്ങനെ പോയി പോകുന്നുണ്ട്. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ പാർട്ടിക്കിൾ അണ്ടർഗോയിങ് SHM ഇൻ 1 ടൈം പീരീഡ് ഈസ്. ഒരു ടൈം പീരീഡിൽ എത്ര ഡിസ്റ്റൻസ് ഇത് കവർ ചെയ്യും എന്നുള്ളതാണ്. ആംപ്ലിറ്റ്യൂഡ് എ എന്ന് തന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഓഫ് ആൻ SHM എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എവിടെ എൻ്റെ പെൻഡുലം? കമോൺ മിസ്റ്റർ പെൻഡുലം, ഇവിടെ പോരട്ടെ കേട്ടോ. ഈ പെൻഡുലം നോക്കിക്കഴിഞ്ഞാൽ പെൻഡുലം എനിക്ക് പറഞ്ഞു തരുമല്ലോ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം. ഒരു ടൈം പീരീഡ്. എന്താ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SHMൻ്റെ ആരാ പറഞ്ഞു തരാം? ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീൻ പൊസിഷൻ ഇല്ലേ, ഇത് ആദ്യം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണം, പിന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വരണം, പിന്നെ തിരിച്ചിങ്ങോട്ടേക്ക് പോകണം, പിന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വരണം. ഇതിനെയാണ് ഒരു ടൈം പീരീഡ് എന്ന് പറയുക. അതിനെടുക്കുന്ന ടൈം. അതായത് ഇവിടെ നിന്ന് തുടങ്ങി എക്സ്ട്രീം പൊസിഷനിൽ പോയി തിരിച്ച് മീൻ പൊസിഷനിൽ വന്ന് തിരിച്ച് മറ്റേ എക്സ്ട്രീം പൊസിഷനിൽ പോയി തിരിച്ച് മീൻ പൊസിഷനിൽ വരണം. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടാവുക? ഒരു ടൈം പീരീഡ് എന്ന് വിളിക്കുന്നുണ്ടാവുക. സോ ഇൻ എ ടൈം പീരീഡ് ഒരു SHM, ഒരു ഓസിലേറ്റിംഗ് ബോഡി അതിൻ്റെ മീൻ പൊസിഷനിൽ തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു എക്സ്ട്രീം പൊസിഷനിലേക്ക് പോകും. ആ എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് തിരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരും.
പിന്നെ തിരിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് എക്സ്ട്രീം പൊസിഷനിൽ വരും, പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന നോക്കിയേ. ഒന്നാമത്തെ സ്റ്റെപ്പിൽ ആദ്യം എങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു എക്സ്ട്രീം പൊസിഷനിലേക്ക് പോകുമ്പോൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു എ കവർ ചെയ്യും ആണല്ലോ അല്ലേ, അങ്ങോട്ട് ആംപ്ലിറ്റ്യൂഡ് അല്ലേ. ഇനി ആ എയിൽ നിന്ന് തിരിച്ച് മീൻ പൊസിഷനിലേക്ക് വരണം, അടുത്ത എ കവർ ചെയ്യും. ഇനി ഇവിടെ നിന്ന് അടുത്ത എക്സ്ട്രീം പൊസിഷനിലേക്ക് പോകണം, അടുത്ത എ കവർ ചെയ്യും ആണോ. ഇനി തിരിച്ചിങ്ങോട്ടേക്ക് വരണം, അടുത്ത എ കവർ ചെയ്യും. അപ്പോൾ ടോട്ടൽ എത്ര എ കവർ ചെയ്ത് നോക്കി, എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എ, ദാറ്റ് ഈസ് 4a ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ടൈം പീരീഡിനാണ് ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നുണ്ടാവുക. ഒരു ടൈം പീരീഡിൽ 4a കവർ ചെയ്യുന്നുണ്ടാവും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ദിസ് ഈസ് വാട്ട് ഈസ് 4a. സോ ഉറപ്പായിട്ട് ഓർത്തിരിക്കണേ, ഇത് മറന്നു പോകാൻ സാധ്യതയുള്ള, തെറ്റിക്കാൻ സാധ്യതയുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കാം. അഗെയിൻ വി ആർ കമ്മിങ് വിത്ത് എ പെൻഡുലം. ആക്ച്വലി ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ അടുത്തേക്കാണ് 14ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എത്തുന്നത്. സിമ്പിൾ പെൻഡുലത്തിൽ പറയുന്നത് ഫൈൻഡ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എ ടൈം പീരീഡ് ഇഫ് ദ ലെങ്ത് ഓഫ് എ സിംഗിൾ പെൻഡുലം ഈസ് ഇൻക്രീസ്ഡ് ബൈ 3%. അഗെയിൻ പെർസെൻറ്റേജ് വെച്ചിട്ടുള്ളൊരു കണക്കാണ്. സോ പെർസെൻറ്റേജ് നമുക്ക് കണക്കൂട്ടാൻ അറിയണം എന്നുള്ളതാണ്. ബേസിക്കലി നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം, ഒരു തൂക്കിയിട്ടിരിക്കുന്ന പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π√L/g എന്നുള്ളതാണ് ഇക്വേഷൻ ഉണ്ടാവുന്നുണ്ടാവുക. ബേസിക്സ് ആണെന്ന് പറഞ്ഞാൽ 2π√L/g എന്നുള്ളതാണ് ഇക്വേഷൻ വരുന്നുണ്ടാവുക. ആൻഡ് ഇതിനകത്ത് എങ്ങനെയാണ് കൂട്ടുക എന്നുള്ളത്. അപ്പോൾ ആദ്യം ടി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പുതിയ ടി ആണ്, പുതിയ ടി ഡാഷ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ ചെയ്തത്, എല്ലിനെ 3% ഇൻക്രീസ് ചെയ്തു. പെർസെൻറ്റേജിൻ്റെ ഒരു ഗെയിം പറഞ്ഞുതരാം മക്കളെ, വളരെ സിമ്പിളായിട്ട് പെർസെൻറ്റേജിൻ്റെ ഒരു ഗെയിം പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പറയുകയാണെ ഒരു സാധനത്തിൻ്റെ 10% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ കൂടെ അതിൻ്റെ 100ൽ 10 കൂടി കൂട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. ബേസിക്കലി ആലോചിച്ച് നോക്കി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ 3% തന്നെ വെച്ചിട്ട് പറയാം. ഇപ്പോൾ ഐ എം ടെല്ലിംഗ് ലൈക്ക് 3% കൂട്ടി എന്ന് പറയില്ലേ. വാട്ട് ഈസ് 3%? 3% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/100 എന്നാണ് അർത്ഥം. ബേസിക്കലി നിങ്ങൾ ആലോചിച്ച് കേട്ടോ, ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചിഹ്നമില്ലേ, വാട്ട് ഈസ് ദിസ് ചിഹ്നം എന്നറിയോ, ഈ വരയില്ലേ, ഈ വര 1 ഈ 0 അല്ലേ, അത് ഒരു 0 ആണ്. ഇത് 0 അല്ലേ, അത് അടുത്തൊരു 0 ആണ്. ദാറ്റ് ഈസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100ൽ നിന്ന് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. 3% എന്ന് പറഞ്ഞാൽ 3/100 എന്നാണ് അതിൻ്റെ അർത്ഥം. 3/100 എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രയും കൂട്ടി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം അതിൻ്റെ ലെങ്ത്ത് എല്ലായിരുന്നു. ഇപ്പോൾ എന്താക്കിയെന്ന് വെച്ചാൽ ഒരു 3/100 അല്ല, 3/100 ആവുകയല്ല ചെയ്ത് ആ എല്ലിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഒരു 3/100 എല്ലും കൂടി കൂട്ടി വെച്ചു. ഇങ്ങനെയാണ് അതിൻ്റെ ഉത്തരം വരുന്നുണ്ടാവുക. ഇതിപ്പോൾ എങ്ങനെ കണക്കൂട്ടാം മക്കളെ, L + 3/100 L ഇതെങ്ങനെ കണക്കൂട്ടാന്ന് വെച്ചാൽ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എനിക്ക് ഇതിനെ ചെയ്യാൻ പറ്റും, ഇതിനെ 100L/100 എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് വിൽ ബിക്കം വാട്ട്, ഇത് നോക്കി വരുമ്പോൾ ഒരു 103 L/100 എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ എനിക്കിതിനെ എഴുതാൻ പറ്റുന്ന കാര്യം വെച്ചാൽ 1.03 L/100 എന്ന് എഴുതാൻ പറ്റും. ഇതാണ് അതിൻ്റെ പുതിയ ലെങ്ത്ത്. 3% കൂട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനീഷ്യൽ ലെങ്ത് എത്രയായിരുന്നു, എല്ലായിരുന്നു. ഇപ്പോഴത്തെ ലെങ്ത് എത്രയാണ്, 1.03 L/100 എന്നുള്ളതാണ്. അല്ലെ 1.03 പിന്നെ 100/100 ഇല്ല കേട്ടോ, 1.03 L എന്നുള്ളതാണ് ഇതിൻ്റെ സാധനം. അത് നമുക്ക് ഓൾറെഡി ഇക്വേഷൻ അറിയാം. ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു 2π√L/g എന്നുള്ളതാണ് ഇക്വേഷൻ. ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു വാട്ട്, 2π√L/g എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നുണ്ടാവുക. മനസ്സിലാവാനുണ്ടോ നിങ്ങൾക്ക്, ക്ലിയർ ആണോ? ആൻഡ് നമുക്കറിയാൻ പറ്റും ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഇത് കോൺസ്റ്റൻ്റ് ആണ്. വി ക്യാൻ റൈറ്റ് ലൈക്ക് T ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √L എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ടൈം പീരീഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √L ആയിരുന്നു. രണ്ടാമത്തെ ടൈം പീരീഡ് T ഡാഷ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √1.03 L എന്നുള്ളതായിരുന്നു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, വലിയൊരു പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് അറിയോ, ഈ 1.03ൻ്റെ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റൂല. ഇത് കുറച്ച് പ്രശ്നമുള്ള സാധനമാണ്. ഇത് അത്ര സിമ്പിൾ അല്ല ഇത് കണ്ടുപിടിക്കാൻ. അങ്ങനെ ചെയ്യാൻ നേരത്തിട്ട് നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ പഠിച്ച് വെച്ചിട്ടുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്കിലേക്കാണ് നമ്മളിവിടെ പോണത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉണ്ടാവുന്ന ചേഞ്ച്, അതായത് ഇപ്പോൾ നടന്നിരിക്കുന്ന ചേഞ്ച് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 10%, 10% താഴെയുള്ള ചേഞ്ച് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ നടന്നില്ല, ഇവിടെ ഉണ്ടായ ചേഞ്ച് എത്രയാണ്, 3% ചേഞ്ച്. 3% ഇവിടെ മാറിയിട്ടുള്ളൂ. 10% താഴെയുള്ള ഒരു ചേഞ്ചാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ചേഞ്ച് ഇൻ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. എന്താ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ടെൽ ലൈക്ക് ടോട്ടൽ ഡെൽറ്റ T/T, that is change in time period, that will be equal to delta L/L എന്നുള്ളതാണ് പറയുക. ഒരു ഇക്വേഷൻ വളരെ സിമ്പിളായിട്ടൊരു ഇക്വേഷനാണ്. എല്ലിന് എന്ത് ചേഞ്ച് ഉണ്ടായോ ആ ഒരു സാധനത്തിനാണ് വരിക എന്നുള്ളതാണ് കാര്യം ഉണ്ടാവുക. അപ്പോൾ ഡെൽറ്റ√L കേട്ടോ, ഡെൽറ്റ√L/L എന്നുള്ള സാധനം വരുന്നത്. ഇനി ഇവിടെ കേട്ടോ, ഇവിടെ നിങ്ങളിത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവില്ലേ, അതായത് ഒരു സാധനം ഇപ്പോൾ എന്തോ ഒരു സാധനം ഉണ്ട്. സോ ഇപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു A² ഇൻറ്റു ബി ഇങ്ങനെയാണെങ്കിൽ എയ്ക്ക് 1% ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ എക്സിന് എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ഉണ്ടാവുമെന്ന് ചോദിക്കുക. അപ്പോൾ ഡെൽറ്റ X/X ഈസ് ഈക്വൽ ടു എങ്ങനെ പറയുന്നുണ്ടാവുക, ഡെൽറ്റ A/A പ്ലസ് ഡെൽറ്റ B/B എന്നൊരു സാധനമാണ് നമ്മൾ എവിടെ പഠിച്ചത്, നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിൽ നമ്മൾ പഠിച്ചു വെച്ച സാധനങ്ങൾ.
അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ എന്താ വെച്ചാൽ എക്ക് ഇവിടെ സ്ക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെറുതെ ചെയ്താൽ പറ്റില്ല. ഈ സ്ക്വയറിന് നമുക്ക് ഇപ്പുറത്തേക്ക് എഴുതണം. അതായത് 2 × Δ A/A എന്ന് എഴുതണം. എത്രയാണോ മേളിലുള്ള ആ ഒരു സാധനം അതിന് ഇപ്പുറത്തേക്ക് എഴുതിയിട്ട് 2 Δ A/A എന്ന് എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിച്ചോട്ടോ, ഇവിടെ നമുക്ക് ആ ഒരു മെത്തേഡ് വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാണ്. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് എടുക്കാൻ പാടായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവുക. ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കുമ്പോഴേക്കും ടി ഡയറക്ഷണലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എൽ എന്നാണ് നമ്മൾ പറയുക. റൂട്ട് എൽ എന്നാണ്. എന്താ മക്കളെ റൂട്ട് എൽ എന്നറിയോ? റൂട്ട് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ റൈസ് ടു 1/2 എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. റൂട്ട് എൽ എന്ന് പറഞ്ഞാൽ 1/2 എൽ റൈസ് ടു 1/2 എന്നാണ് അർത്ഥം വരുന്നുണ്ടാവുക. യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ്. ഇത് അറിയില്ലാത്ത ആൾക്കാർ മനസ്സിലാക്കണം. റൂട്ട് എന്ന് പറഞ്ഞാൽ റൈസ് ടു 1/2 എന്നാണ്. ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ റൈസ് ടു 1/3 എന്നാണ്. ഇനി റൂട്ട് 4 ടൈം റൂട്ട് എടുക്കണമെങ്കിൽ റൈസ് ടു 1/4 എന്നാണ് അതിൻ്റെ ഉത്തരം വരുന്നുണ്ടാവുക. അപ്പോൾ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ റൈസ് ടു 1/2 എന്നാണ്. ഇത് അറിയില്ലാത്ത ആൾക്കാർ ഈ സാധനം കൃത്യമായിട്ട് പഠിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അവിടെ നോക്കിക്കോ, ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ റൈസ് ടു 1/2 എന്നാണ് വരുന്നുണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ആ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിലെ മെത്തേഡ് അപ്ലൈ ചെയ്യാണ്. ഡെൽറ്റ ടി ബൈ ടി ഈസ് ഈക്വൽ ടു ഈ സാധനത്തിന് ഇപ്പുറത്തേക്ക് എഴുതണം 1/2 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ എന്നാണ് ഉത്തരം വരുന്നുണ്ടാവുക. അതായത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ലെങ്ത് എന്നുള്ളതാണ് സാധനം വരുന്നുണ്ടാവുക. സോ ദാറ്റ് വിൽ ബിക്കം ഈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ലെങ്ത് എന്നുള്ള സാധനത്തിന് നമുക്ക് അതിൻ്റെ 3% തന്നിട്ടുണ്ട്. സോ ഐ ക്യാൻ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ലൈക്ക് 1/2 ഇൻറ്റു 3 എന്ന് എഴുതാൻ പറ്റും. ഡയറക്ട്ലി ആൻസർ 1.5% നമുക്ക് ഡയറക്ട്ലി ആൻസർ നമുക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ പെർസെൻറ്റേജ് കണ്ട് അതിൻ്റെ ചേഞ്ച് കണ്ട് അതിനെങ്ങനെ ചെയ്യലാണ് ചെയ്യൽ. പക്ഷേ ഇത് ലെസ് ദാൻ 10% ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ സാധനങ്ങൾ ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ സപ്പോസ് പറയാണ് 11% ഇൻക്രീസ് ചെയ്തു അല്ലെങ്കിൽ 21% ഇൻക്രീസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഡോണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ലൈക്ക് ദിസ് തിങ്. യു ഹാവ് ടു ഡൂ ബൈ ദ ആക്ച്വൽ ചേഞ്ചിൽ വെച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇപ്പോഴുള്ള ചേഞ്ചും അപ്പോഴുള്ള ചേഞ്ചും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പറയാനുള്ളത്. ആക്ച്വൽ സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നിങ്ങൾ ചെയ്യാവുള്ളൂ. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ ഇത് എങ്ങനെ ചെയ്തതെന്നുള്ള കാര്യങ്ങൾ? സോ ഇവിടെ ചോദിച്ച സാധനം ഇതാണ്. സോ പെർസെൻറ്റേജ് ചേഞ്ച് 3% ആണ്. ലെസ് ദാൻ 10 ചേഞ്ച് ഉണ്ടായത്. നമുക്കറിയാം ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എൽ എന്നാണ് വരുന്നുണ്ടാവുക. റൂട്ട് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ റൈസ് ടു 1/2 എന്നാണ് വരുന്നുണ്ടാവുക. അപ്പോൾ ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ റൈസ് ടു 1/2 ആണ് വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ടിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലെസ് ദാൻ 10% ആയതുകൊണ്ട് ഡെൽറ്റ ടി ബൈ ടി ഈസ് ഈക്വൽ ടു ഈ 1/2 ഞാൻ ഇപ്പുറത്തേക്ക് എഴുതണം ആദ്യം. 1/2 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ എന്നാണ് പറയുക. ഡെൽറ്റ എൽ ബൈ ചേഞ്ച് ഇൻ എൽ എന്നാണ് പറയുക. അതിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എൽ തന്നത് 3% എന്നാണ്. സോ ദാറ്റ് വിൽ ബിക്വൽ 1/2 ഇൻറ്റു 3 എന്നാണ് വരിക. ദാറ്റ് വിൽ ബിക്വൽ 1.5% എന്നാണ് വരുന്നുണ്ടാവും. ദാറ്റ് വിൽ ബിക്കം 1.5% എന്ന് വരുന്നുണ്ടാവും. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി നോക്കി. ഈസ് ഇറ്റ് ക്ലിയർ? റെഡിയാണോ? കൺഫ്യൂഷൻസ് ഉണ്ടോ? എത്ര സമയം നിങ്ങൾ കുറേ ആൾക്കാർ കാണാൻ നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ എന്നെ ഭയങ്കര ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. നിങ്ങളിരിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ഓരോ ആൾക്കാർക്കും ഈ സാധനം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളതിന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുകയാണെങ്കിൽ ലെറ്റ് മീ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ഫീൽ ലൈക്ക് ദിസ് ഈസ് എ സാധനം, ബട്ട് ദിസ് ഈസ് വി ഹൗ ലേൺ ഫ്രം യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻസ്. ഇപ്പോൾ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചോ, ഇവിടെ നിന്ന് പഠിച്ചു വെച്ചോ. നമുക്ക് യൂണിറ്റ്സ് പഠിക്കുന്ന സമയത്ത് റിവൈസ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാലോ. സോ ഡെഫിനറ്റ്ലി ആ സാധനം ചെയ്യാൻ പറ്റും. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. ദ ആക്സലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ SHM ഈസ്. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള സാധനത്തിൻ്റെ ആക്സിലറേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓൾവേസ് 0 അങ്ങനെ ആയിരിക്കുമോ? അല്ല, നമുക്കറിയാം അല്ലേ. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു -a⍵² സൈൻ ഒമേഗ ടി എന്നുള്ളതാണ് ആക്സിലറേഷൻ ഉണ്ടാവുക. ഓൾവേസ് ഇങ്ങനെ ആയിരിക്കും ആക്സിലറേഷൻ. വാട്ട് ഈസ് ദിസ് മൈനസ്? ബിക്കോസ് ഇറ്റ് ഈസ് കമ്മിങ് ടു ദ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും എപ്പോഴും വരിക എന്നുള്ളതാണ്. ഓൾവേസ് കോൺസ്റ്റൻറ്റ് അല്ല, ഓൾവേസ് കോൺസ്റ്റൻറ്റ് അല്ല. ബിക്കോസ് ഇത് സൈൻ ഫംഗ്ഷൻ ആണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ നോട്ട് ഇത് കോൺസ്റ്റൻറ്റ്. ഇതിങ്ങനെ മാറി വേരിയിങ് ആണ്. സോ ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. മാക്സിമം അറ്റ് ദ എക്സ്ട്രീം പൊസിഷൻ ആക്സിലറേഷൻ ആണോ? മാക്സിമം അറ്റ് ദ എക്സ്ട്രീം പൊസിഷൻ ആണോ? മാക്സിമം അറ്റ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ ആണോ? എവിടെ ആക്സിലറേഷൻ ഏറ്റവും മാക്സിമം ഉണ്ടാവുക? ഏറ്റവും സ്പീഡിൽ വരുന്ന സ്ഥലത്തല്ലേ ആക്സിലറേഷൻ മാക്സിമം ഉണ്ടാവുക. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. എക്സ്ട്രീം പൊസിഷനിലേക്ക് പോകുമ്പോഴത്തേക്കും ഇത് പോയി 0 ആവുകയാണ് ചെയ്യുക. ആൻഡ് തിരിച്ചു വരുന്ന സമയത്തായിരിക്കും ഉണ്ടാവുക. സോ ദാറ്റ് വിൽ ബി മാക്സിമം അറ്റ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നുള്ളതായിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോണേ. ആൻഡ് അടുത്തത് എ സെക്കൻഡ് പെൻഡുലം. സെക്കൻഡ് പെൻഡുലം ഈസ് മൗണ്ടഡ് ഓൺ എ പോയിന്റ്. ബേസിക്കലി സെക്കൻഡ് പെൻഡുലം എന്താണെന്നുള്ള കാര്യം അറിയണം കേട്ടോ. 2 സെക്കൻഡ് ടൈം പീരീഡ് ഉള്ള പെൻഡുലത്തിനാണ് സെക്കൻഡ് പെൻഡുലം എന്ന് പറയുക. 1 സെക്കൻഡ് അല്ല ടൈം പീരീഡ്, 2 സെക്കൻഡ് ടൈം പീരീഡ് ഉള്ള പെൻഡുലത്തിനാണ് സെക്കൻഡ്. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി തിരിച്ചു വരാൻ 1 സെക്കൻഡ് എടുക്കും, ഇങ്ങോട്ട് പോയി തിരിച്ചു വരാൻ 1 സെക്കൻഡ് എടുക്കും. അങ്ങനെ 2 സെക്കൻഡ് ടൈം പീരീഡ് ഉള്ള പെൻഡുലത്തിനാണ് നമ്മൾ പറയുക സെക്കൻഡ് പെൻഡുലം എന്ന് പറയുക. അതല്ല ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഈസ് മൗണ്ടഡ് ഓൺ എ റോക്കറ്റ്. ഒരു റോക്കറ്റിൽ വെച്ചേക്കാണ്. എന്നിട്ട് ഇഫ് ഇറ്റ്സ് പീരീഡ് ഓഫ് ഓസിലേഷൻ ഡിക്രീസസ്. ആ പെൻഡുലത്തിന് എന്താ സംഭവിക്കുന്നത്? പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരികയാണ്. അങ്ങനെയാണെങ്കിൽ റോക്കറ്റ് എന്ത് ചെയ്യാണ്? റോക്കറ്റ് പൊങ്ങിപ്പോവാണോ, റോക്കറ്റ് വെറുതെ നിൽക്കുകയാണോ, റോക്കറ്റ് തിരിച്ചു വരുവാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഭൂമിയിലേക്ക് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഹിയർ? നമ്മുടെ ടൈം പീരീഡ്, പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്താ? T ഈസ് ഈക്വൽ ടു 2π
റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. 2π റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നുള്ളതാണ് വരുന്നുണ്ടാവുക. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സോ ഡെഫിനറ്റ്ലി അവിടെ ലെങ്ത്ത് മാറുന്നില്ല, 2π ഒരിക്കലും കോൺസ്റ്റൻ്റ് ആണെന്ന് മാറുന്നില്ല. നമുക്ക് വിചാരിക്കണം വെച്ചാൽ റോക്കറ്റാണ് ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് അകത്തേക്ക് വരുമ്പോൾ ഇവിടെ മാറ്റം ഉണ്ടാകാൻ പോകുന്നത്, ദാറ്റ് ഈസ് ഫോർ ജി ആണ്. അപ്പോൾ ഇവർ ക്വസ്റ്റ്യൻ ചോദിച്ചത് ടൈം പീരീഡ് ഡിക്രീസ് ചെയ്യാണെന്നാണ്. ഇത് ടൈം പീരീഡ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ജി എന്ത് ചെയ്യണം, ജി കൂടണം. കാരണം ഇത് ഡിവിഡൻഡ് അല്ലേ, താഴെ കിടക്കുന്ന സാധനമല്ലേ, താഴെയുള്ള വാല്യൂ കൂടുമ്പോൾ ഇപ്പുറത്തുള്ള വാല്യൂ കുറയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇൻവേഴ്സ് റിലേഷൻഷിപ്പിലുള്ളത്. അപ്പോൾ ജി കൂടണം. ജി എപ്പോഴാണ് കൂടുന്നുണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ജസ്റ്റ് നോക്കാം കേട്ടോ. ലെറ്റ് us assume this thing. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, നമ്മളൊരു റോക്കറ്റ്, ഒരു എർത്താണ്. അപ്പോൾ എർത്തിലേക്ക് താഴേക്ക് ഇങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ എർത്തൊന്നും വരയ്ക്കേണ്ട, എർത്തൊക്കെ വരച്ച് ഞാൻ കൺഫ്യൂഷൻ ആവും അല്ലേ. താഴേക്ക് വലിക്കുന്ന ഫോഴ്സാണ് ജി എന്ന് പറയുന്ന സാധനം അല്ലേ. ഇപ്പോൾ റോക്കറ്റ് മേളിലേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കും. ഒരു എ എന്നൊരു ആക്സലറേഷൻ റോക്കറ്റ് മേളിലേക്കാണ് പോകുന്നത് വിചാരിച്ചോ. സോ വാട്ട് ഈസ് ദ എഫക്റ്റീവ് ആക്സലറേഷൻ? ആക്ച്വലി എഫക്റ്റീവായിട്ട് വരുന്ന ആക്സലറേഷൻ എത്ര, അല്ലെങ്കിൽ എഫക്റ്റീവ് വരുന്ന ജി ഡാഷ് എത്ര വരുന്നതെന്ന് വെച്ചാൽ ജി മൈനസ് എ എന്നുള്ളതായിരിക്കും അതിൻ്റെ ആക്ച്വൽ ആക്സലറേഷൻ വരുന്നുണ്ടാവുക. മേളിലേക്ക് പോകല്ലേ, ആലോചിച്ച് നോക്കിക്കേ മക്കളെ, റെഡി ആണെന്ന് ആലോചിക്കേ, മേളിലേക്ക് പോകല്ലേ. അപ്പോൾ ജി മൈനസ് എ എന്നുള്ളതായിരിക്കും അതിൻ്റെ എഫക്റ്റീവ് ആക്സലേഷൻ വരുന്നുണ്ടാവുക. ഇനി തിരിച്ചാലോചിക്ക്, റോക്കറ്റ് കുതിച്ച് താഴേക്ക് വരും, വൂം താഴേക്ക് വരുമെന്ന് വിചാരിച്ചോ, തിരിച്ച് ഭൂമിയുടെ അങ്ങോട്ടേക്ക് വരുമെന്ന് വിചാരിച്ചോ. അതായത് നമ്മുടെ ഈ ജിയും താഴേക്കാണ്, റോക്കറ്റിൻ്റെ ആക്സലേഷൻ എയും താഴേക്കാണ്. അപ്പോൾ എഫക്റ്റീവ് ആക്സലേഷൻ ജി ഡാഷ് എന്ന് പറയുന്ന സാധനം ജി പ്ലസ് എ എന്നുള്ള രൂപത്തിലേക്ക് വരുന്നുണ്ടാവും, ജി പ്ലസ് എ എന്നുള്ള രൂപത്തിലേക്ക് വരുന്നുണ്ടാവും. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ജി വിൽ ബി ഇൻക്രീസിങ് ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഇവിടെ ചോദിച്ച ക്വസ്റ്റൻ ഇതാണ്, എന്ത് ചെയ്യുമ്പോഴാണ് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ കുറയുക? ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ കുറയണമെങ്കിൽ എഫക്റ്റീവ് ജി എന്ത് ചെയ്യണം, കൂടണം. എഫക്റ്റീവ് ജി കൂടണമെങ്കിൽ എന്ത് ചെയ്യണം വെച്ചാൽ റോക്കറ്റ് ഷുഡ് ബി കമ്മിങ് ബാക്ക് ടു ദ എർത്ത്, എർത്തിലേക്ക് തിരിച്ച് വരികയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. റെഡി ആണെന്ന് ആലോചിക്കേ. സോ ഇറ്റ് ഈസ് മൂവ്, എന്താ സംഭവിക്കുന്നുണ്ടാവുക, മൂവ് ഡൗൺ വിത്ത് എ യൂണിഫോം ആക്സലറേഷൻ എന്നുള്ളതായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നുണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാധനം. നോക്കിക്കോട്ടോ, ഭയങ്കര സിമ്പിൾ സാധനങ്ങളാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 4 ക്വസ്റ്റ്യൻ കൂടിയേ ഉള്ളൂ. ലാസ്റ്റ് 4 ക്വസ്റ്റ്യൻസ് ഹിയർ. ജിനാ സാർ വന്നിട്ടുണ്ടല്ലോ, താങ്ക് യു ജിനാ സാർ. ജിനാ സാർ എന്നെ കുറേ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ സാധനങ്ങൾ, കുറേ ഡൗട്ടുകളും കുറേ കൺഫ്യൂഷൻസൊക്കെ സാറിനോട്. ഇപ്പോൾ ഞാൻ അത്രയും മനസ്സിലാക്കുന്നുള്ളൂ. ബേസിക്കലി സംഭവം എന്താ വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം, സോ സപ്പോസ് ഇഫ് യു ഡോണ്ട് നോ സംതിങ്, ബി റെഡി ടു ആസ്ക്. സംഭവം വളരെ സിമ്പിളായിട്ട് ചോദിക്കുക, ഡയറക്റ്റ്ലി ചോദിക്കുക, അറിയുന്ന ആൾക്കാരോട് ചോദിക്കുക, അറിയുന്ന സമയത്ത് നോക്കുക, നമ്മളെപ്പോലുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തിരുന്നുണ്ട്, ഓരോരോ സാധനങ്ങൾ. എന്ത് കൺസെപ്റ്റ് അറിയില്ലാത്തതെന്ന് പറഞ്ഞാൽ മതി, ആ സാധനത്തിലുള്ള ക്ലാസ്സുകളായിട്ട് തന്നെ എടുത്തു തരാൻ പറ്റും. റെഗുലറായിട്ട് ഈ സാധനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനാണ്. ഡെഫിനറ്റ്ലി ദിസ് തിങ്സ് വിൽ ബി ഗെറ്റിംഗ് എ റിസൾട്ട് വൺ ഡേ. റെഗുലറായിട്ട് പണിയെടുക്കുന്നതിൽ റെഗുലർ ആവുക, നല്ല ഫോക്കസ്ഡ് ആവുക, അറിയില്ലാത്ത കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അറിയില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുക. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ കാര്യം കേട്ടോ. സോ നോക്കാം, റെഡി ആണോ ആലോചിച്ച് നോക്കിക്കേ. സോ ഇവിടെ they are asking about a damping force on an oscillator. അപ്പോൾ ഇവരിവിടെ പറയുന്ന സാധനം വെച്ചാൽ ദാറ്റ് ഈസ് അബൌട്ട് എ ഡാംപ്ഡ് ഓസിലേഷനെ പറ്റിയിട്ടാണ് പറയുക. ഡാംപ്ഡ് ഓസിലേഷനെ പറ്റിയിട്ടാണ് പറയുക. ഡാംപ്ഡ് ഓസിലേഷനിൽ അവിടെ ഡാംപ്ഡ് ഫോഴ്സിനെ പറ്റിയിട്ട് അവർ പറയുന്നുണ്ട്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി. നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റൂലേ, എത്ര സ്പീഡിലാണോ വെലോസിറ്റിയിലാണോ പോകുന്നത് അതനുസരിച്ച് ഡാമ്പിംഗ് ഫോഴ്സ് കൂടും എന്നുള്ളതാണ് പറയുക. അപ്പോൾ ഡാമ്പിംഗ് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി, വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പറയുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ആക്കാൻ വേണ്ടിയിട്ട് എഫ് ഈസ് ഈക്വൽ ടു എന്താക്കി മാറ്റുന്നുണ്ടാവും, ഒരു ഇക്വേഷൻ ഉണ്ട്, ഡാമ്പിംഗ് കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് ബി ഇൻറ്റു വി എന്നിടാം, മൈനസ് ബി ഇൻറ്റു വി എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നുണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് ഡാമ്പിംഗ് കോൺസ്റ്റന്റ്. ഇതാണ് ഡാംപ്ഡ് ഓസിലേഷൻ. നമ്മൾ ഒരുപാട് പഠിക്കാനില്ല എൻ സി ആർ ടിയിൽ, നമ്മുടെ സിലബസ് ഇല്ല, കുറച്ചേ പഠിക്കാനുള്ളൂ, കുഞ്ഞായിട്ട് പഠിച്ചാൽ മതി. സോ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ബി വി എന്ന് പറയുക. അവർ ചോദിക്കുന്ന കാര്യം വെച്ചാൽ യൂണിറ്റ് ഓഫ് ദ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, അതായത് ഈ മൈനസ് ബീൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിക്കുന്നുണ്ടാവുക. സോ ബേസിക്കലി അഗെയിൻ ദിസ് ക്വസ്റ്റ്യൻ ഈസ് കമ്മിങ് ഫ്രം യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്നാണ് വരുന്നുണ്ടാവുക. എങ്ങനെ ചെയ്യുന്നുണ്ടാവുക, എഫിൻ്റെ യൂണിറ്റ് എത്രയാണെന്ന് നോക്കണം. എഫ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നുണ്ടാവും മക്കളെ, എഫ് ഈസ് ഈക്വൽ ടു എം മാസ് ഇൻറ്റു ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ബി ഇൻറ്റു വെലോസിറ്റി. ഇങ്ങനെയല്ലേ വരുന്നുണ്ടാവുക. മാസിൻ്റെ യൂണിറ്റ് എത്രയാണ്, കിലോഗ്രാം. ആക്സലറേഷൻ്റെ യൂണിറ്റ് എത്രയാണ്, മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് സ്ക്വയർ. ഇങ്ങനെയല്ലേ വരുന്നുണ്ടാവുന്ന ആലോചിക്കേ. സോ ദിസ് എഫ് ഈസ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞാൽ കിലോഗ്രാം മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് സ്ക്വയർ എന്നാണ് എഫിൻ്റെ യൂണിറ്റ് വരുന്നുണ്ടാവുക. മൈനസ് ബീൻ്റെ യൂണിറ്റ് നമുക്കറിയില്ല, അതവിടെ ഇരുന്നോട്ടെ, മൈനസ് ഒഴിവാക്കാം അല്ലേ, മൈനസ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സാധനമില്ല, അത് ഒഴിവാക്കി വെക്കാം. വി എന്ന വെലോസിറ്റിന് എത്ര, മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ആണ് ഇതിൻ്റെ യൂണിറ്റ് വരുന്നുണ്ടാവും. മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡാണ്. ബീൻ്റെ യൂണിറ്റ് എത്ര കണ്ടുപിടിച്ചാൽ പോരെ, വളരെ സിമ്പിൾ. അവിടെ നിന്ന് എടുത്ത് വേണേ, ഞാനൊന്ന് എടുത്ത് എഴുതി വയ്ക്കാം. കിലോഗ്രാം മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബീൻ്റെ യൂണിറ്റ് അറിയില്ല, എന്തെങ്കിലും ആവട്ടെ, ബീൻ്റെ യൂണിറ്റ് അറിയില്ല, ഇൻറ്റു വെലോസിറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെയല്ലേ വരുന്നുണ്ടാവുക. നമുക്ക് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഈ എസും ഈ സെക്കൻഡ് സ്ക്വയറും ക്യാൻസലായി പോകും, ഈ മീറ്ററും ഈ സാധനം ക്യാൻസലായി പോകും. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ ബീൻ്റെ യൂണിറ്റ് ഇവിടെ, ബീൻ്റെ യൂണിറ്റ് ഓഫ് ബി ഈസ് ഈക്വൽ ടു കിലോഗ്രാം
ഡിവൈഡഡ് ബൈ സെക്കൻഡ്. നമുക്ക് എഴുതുകയാണെങ്കിൽ കിലോഗ്രാം പെർ സെക്കൻഡ് എഴുതാം, അല്ലെങ്കിൽ കിലോഗ്രാം s⁻⁻1 എഴുതാൻ പറ്റും. സോ ദിസ് ഈസ് ദ യൂണിറ്റ് ഓഫ് ദ ഡാമ്പിംഗ് കോൺസ്റ്റന്റ്. ഡാമ്പിംഗ് കോൺസ്റ്റന്റിൻ്റെ യൂണിറ്റ് ഇതാണ് വരുന്നുണ്ടാവുക. ഐ യു അണ്ടർസ്റ്റാൻഡിങ്? ക്ലിയർ ആണോ എന്ന് ആലോചിച്ച് കിലോഗ്രാം പെർ സെക്കൻഡ് എന്നുള്ളതാണ് ആ സാധനത്തിൽ വരുന്നുണ്ടാവുക. അടുത്ത നോക്ക് 18ാമത്തെ ക്വസ്റ്റ്യൻ. റെഡിയാണോ? പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് ദ സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ഫ്രീക്വൻസി എഫ്. ഏതോ ഒരു പാർട്ടിക്കിളിന് എന്താണെന്നുണ്ട് ഫ്രീക്വൻസി എഫ് വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ഫ്രീക്വൻസി മക്കളെ? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു വാട്ട്? 1 ടൈം പീരീഡ് ആണ്. അതായത് ബേസിക്കലി അത് ഇക്വേഷനാണ് കേട്ടോ. ഇക്വേഷൻ അല്ലല്ലോ നമ്മൾ പഠിച്ചു വെക്കുന്നത്. നമ്മൾ എന്താണെന്നല്ലേ, ഒരു സെക്കൻഡിൽ ഈ ഒരു സൈക്കിൾ എത്ര പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യുന്നുള്ളതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നുണ്ടാവുക. ഒറ്റ സെക്കൻഡ്, ഒരു സെക്കൻഡ് സമയം കൊണ്ട് എത്ര വട്ടം ഈ സാധനം ചെയ്യും എന്നുള്ളതാണ് ഈ ഫ്രീക്വൻസി എന്ന് പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ചോദിക്കുന്നുണ്ടാവുക. ഇവിടെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് ഇറ്റ്സ് കൈനറ്റിക് എനർജി ചേഞ്ചസ് ഇൻ ടു പൊട്ടൻഷ്യൽ എനർജി വിൽ ബി. അതായത് ഈ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആവുന്നതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, പക്ഷേ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അവിടെ ചോദിക്കുന്നത് ദ ഫ്രീക്വൻസി. എന്താ ചോദിക്കുന്നത്? ഫ്രീക്വൻസിയാണ് ചോദിക്കുന്നത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഫ്രീക്വൻസി എന്ന് ചോദിക്കുന്നുണ്ടാവുക. സോ അറ്റ് വിച്ച് ഇറ്റ്സ് കൈനറ്റിക് എനർജി ചേഞ്ചസ് ഇൻ ടു പൊട്ടൻഷ്യൽ. അപ്പോൾ ഒരു ഓസിലേഷൻ്റെ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്ന പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുക മക്കളെ? കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുക നോക്കിക്കോ. ഇപ്പോൾ ഒരു ഓസിലേറ്റർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലൈക്ക് മേ ബി ഇവിടെ ഇരുന്ന് ദിസ് ഈസ് ദ മെയിൻ പൊസിഷൻ. ഇവിടെ വന്നിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാണ്. ദിസ് ഈസ് ഗോയിങ് ടു ദ എക്സ്ട്രീം പൊസിഷനിലേക്ക് പോയിട്ട് ഇറ്റ് ഈസ് റീച്ചിങ് ഇറ്റ്സ് എക്സ്ട്രീം പൊസിഷൻ. ഇതാണ് എക്സ്ട്രീം പൊസിഷൻ എന്ന് വിചാരിച്ചോ. ഇവിടെ എത്തുമ്പോൾ നമുക്കറിയാൻ പറ്റും ദിസ് വി വിൽ ബിക്കം 0. വെലോസിറ്റി 0 ആയിട്ട് പിന്നെ തിരിച്ചു വരാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇവിടെ എത്തുമ്പോൾ ആണോ അല്ലയോ? വി വിൽ ബിക്കം 0 ആണോ മക്കളെ? മനസ്സിലാക്കുന്നുണ്ടോ? അവിടെ എത്തുമ്പോഴത്തേക്കും വി 0 ആവും, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കും വെച്ചാൽ ഇവിടെ കൈനറ്റിക് എനർജി വിൽ ബി 0 ആൻഡ് ഈ കൈനറ്റിക് എനർജി ഫുള്ളായിട്ട് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. ഇതാണ് ഒരു സംഭവം. പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും എക്സ്ട്രീം പൊസിഷനിലേക്ക് കഴിയുമ്പോൾ ആണല്ലോ അല്ലേ? പിന്നെ തിരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ വെലോസിറ്റി കൂടി വരും. ഇവിടെ എത്തുമ്പോഴത്തേക്കും പൊട്ടൻഷ്യൽ എനർജി 0 ആവും, കൈനറ്റിക് എനർജി ഫുൾ ആവും. പിന്നെ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇതിങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തുമ്പോൾ വീണ്ടും വെലോസിറ്റി വിൽ ബിക്കം 0. രണ്ടാമത് വീണ്ടും വെലോസിറ്റി 0 ആവും. അവിടെ എന്ത് സംഭവിക്കും? വീണ്ടും കൈനറ്റിക് എനർജി 0 ആയിട്ട് പൊട്ടൻഷ്യൽ എനർജി എന്താവും? പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിട്ട് മാറുന്നുണ്ടാവും. സോ ഒരൊറ്റ ഓസിലേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്ന സമയത്ത് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഒരൊറ്റ ഓസിലേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരുമ്പോൾ 2 തവണ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് 2 തവണ എന്ത് സംഭവിക്കുന്നുണ്ടാവും? ഈ കൈനറ്റിക് എനർജി മുഴുവനായിട്ടും പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നുണ്ട്. എവിടെയാണ് 2 തവണ? ഒരു എക്സ്ട്രീം പൊസിഷനിലും മറ്റേ എക്സ്ട്രീം പൊസിഷനിലും. ഈ എക്സ്ട്രീം പൊസിഷനിലേക്ക് എത്തുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് മാറും, ഇപ്പുറത്തെ എക്സ്ട്രീം പൊസിഷനിലെത്തേക്കും ഫുള്ളായിട്ട് മാറുന്നുണ്ടാവും. സോ 2 തവണ ഈ സാധനങ്ങൾ മാറുന്നുണ്ടാവും. സോ അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡയറക്റ്റ്ലി യു ക്യാൻ ആൻസർ ഇറ്റ് ഈസ് ലൈക്ക് 2f എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നുണ്ടാവുക. ഇറ്റ്സ് ഭയങ്കര സിമ്പിളായിട്ട് തന്നെ എടുക്കുക. ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ്. ക്ലിയർ ആണോ മക്കളെ? റെഡി ആണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തന്നെ 18ാമത്തെ ക്വസ്റ്റ്യൻ ഇത് എങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യത്തിൽ. സോ ഇത് ഒരു സൈക്കിളിൽ 2 തവണയാണ് കൈനറ്റിക് എനർജി മുഴുവനായിട്ട് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുക. എവിടെയാണ്? ഒരു എക്സ്ട്രീം പൊസിഷനിലും മറ്റേ എക്സ്ട്രീം പൊസിഷനിൽ എത്തുന്ന സമയത്തും ഈ 2 സാധനത്തിനാണ് ആ സാധനത്തിൽ അവിടെ പറയുന്നുണ്ടാവുക. ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ്. ക്ലിയർ ആണല്ലോ അല്ലേ? 19ാമത്തെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടോ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, വലിയ സംഭവങ്ങളൊന്നുമില്ല. ഒരു സിമ്പിൾ പെൻഡുലം ഉണ്ട് ഹാങ്ങിങ് ഫ്രം ദ സീലിംഗ് ഓഫ് എ സ്റ്റേഷനറി ലിഫ്റ്റ്. ഒരു ലിഫ്റ്റ് സ്റ്റേഷനറി ആണ് ആസ് എ ടൈം പീരീഡ് T1. വെറുതെ ഇരിക്കുമ്പോൾ ഒരു ലിഫ്റ്റിനകത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ടൈം പീരീഡ് എത്രയാണ്? T1 ആണ്. വെൻ ദ ലിഫ്റ്റ് മൂവ്സ് ഡൗൺവേർഡ്സ്, താഴേക്കാണ് ലിഫ്റ്റ് വരുന്നത്, വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി മാറുന്നില്ല, ഒരേ വെലോസിറ്റിയിൽ മേളിൽ നിന്ന് താഴേക്ക് വരിക. അതായത് ഇങ്ങനെ മേളിൽ 5 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ താഴേക്ക് വരുമ്പോഴും 5 മീറ്റർ പെർ സെക്കൻഡ് തന്നെ അതേ വെലോസിറ്റി തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് ആ സമയത്ത് ടൈം പീരീഡ് T2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ T1 T2 തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിക്കുന്നുണ്ടാവുക. ഇവിടെ ആലോചിച്ച് നോക്കിയാൽ മക്കളെ, ഇവിടെ ഇമ്പോർട്ടൻസ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയ പറ്റിക്കലാണ്. ദാറ്റ് ഈസ് ഇവിടെ തന്നിരിക്കുന്നത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി തന്നിട്ടുള്ളത്. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. ദർ ഈസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇങ്ങനെയല്ലേ പറയുന്നുണ്ടാവുക. സോ വാട്ട് ഈസ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 0. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലല്ലേ ആക്സിലറേഷൻ ഉണ്ടാവുള്ളൂ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലേ ആക്സിലറേഷൻ. വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ 0 ആണ്. ആക്സിലറേഷൻ 0 ആണെങ്കിൽ എന്തെങ്കിലും പറ്റുമോ? ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു 2π√L/g എന്നുള്ളതല്ലേ. ആക്സിലറേഷൻ ഉണ്ടെങ്കിലല്ലേ ഈ ജീനെ അഫക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദർ ഈസ് നോ ആക്സിലറേഷൻ, ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ്. സോ വാട്ട് ഇറ്റ് വിൽ ബി ഒക്കറിങ്? ഈ നമ്മൾ ആദ്യം പറഞ്ഞ T1ഉം രണ്ടാമത് പറഞ്ഞ T2ഉം ഈക്വൽ ആയിരിക്കും. ബിക്കോസ് അവിടെ എന്താണ്, അത് മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി വിത്തൗട്ട് എനി ആക്സിലറേഷൻ. ആ സ്ഥാനം കിട്ടിയോ നോക്കി, മനസ്സിലാവോ? റെഡി ആവാനുണ്ടോ? ക്ലിയർ ആണോ? കൺഫ്യൂഷനോ സാധനങ്ങളോ ഇല്ല. ആരോ ചോദിക്കുന്നുണ്ട് ഡോഡോ എന്ന് പറഞ്ഞാൽ പണ്ട് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു പക്ഷിയല്ലേ.
ആ ഡോഡോ എന്നുള്ള പേര് മാറ്റിക്കോ, അത് നല്ലതാണ്. ബേസിക്കലി നമുക്ക് നെഗറ്റീവ് അടിച്ചിരിക്കണ്ടല്ലോ, ഫുൾ ടെൻഷൻ ആവുന്നു. ടെൻഷൻ ആവേണ്ട ആവശ്യമില്ലല്ലോ, ഇത് നമുക്ക് പഠിച്ചെടുക്കാം. ഇപ്പോൾ ഡോഡോ ഇവിടെ നോക്ക്. ഡോഡോ എന്താ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം ഒരു ലിഫ്റ്റ് തൂക്കിയിട്ടുണ്ട്. ആ ലിഫ്റ്റ് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് വ്യത്യാസം ഉണ്ടായെന്നുള്ള ആലോചിക്കുക. അപ്പോൾ എന്ത് വ്യത്യാസം ഉണ്ടായത്? അപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായില്ല. ബിക്കോസ് എന്താണ്, കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോകുമ്പോൾ ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ ഇല്ലെങ്കിൽ ഒന്നും എഫക്റ്റഡ് ആവുന്നില്ല. സെയിം ടൈം പീരീഡ് തന്നെയായിരിക്കും ഉണ്ടാവുക. T1 = T2 എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റൂലേ? ഈ ഒരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി 2024 നീറ്റിന് വരും. ഉറപ്പായിട്ടും 2024 നീറ്റിന് ഈ ക്വസ്റ്റ്യൻ വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിച്ചാൽ വി ക്യാൻ അവോയ്ഡ് ടെൻഷൻ. ഡെഫിനറ്റ്ലി ടെൻഷൻ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും മോർണിംഗ് മീറ്റിംഗിൽ നമ്മൾ പറയാറുണ്ട്. ഡെഫിനറ്റ്ലി അതിലേക്ക് വന്നാൽ മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉഷാറാക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ ആണല്ലോ അല്ലേ? ഇവിടെ നോക്ക്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഓഫ് ടുഡേസ് ഡിസ്കഷൻ. ഇന്നത്തെ ഡിസ്കഷനിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏകദേശം 1.25 മണിക്കൂറായി. നമ്മൾ 2 മണിക്കൂറാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ 1.25 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റി. സോ ഇവിടെ നോക്കിക്കോട്ടോ, എ സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റം. നോക്കിക്കോട്ടോ, ഒരു സ്പ്രിങ്ങും ബ്ലോക്കുള്ള സിസ്റ്റമാണ്. ഷോൺ ഇൻ ദ ഫിഗർ ഓസിലേറ്റ് ഇട്ട് സർട്ടൻ ടൈം പീരീഡ്. ഒരു ടൈം പീരീഡിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെ ഇഫ് എ ചാർജ് ക്യൂ ഈസ് ഗിവൺ. ഈ ബ്ലോക്കിലേക്ക് ഒരു ചാർജ് ക്യൂ തരാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് കൊണ്ടുപോയി മിക്സ് ചെയ്യാണ് അല്ലേ? ഇതിനകത്ത് എന്ത് തരാണ്? ഒരു ചാർജ് ക്യൂ. ഇവിടെ ഒരു ചാർജ് ക്യൂ വെച്ചു. ആൻഡ് അതുപോലെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇ അപ്ലൈ ചെയ്യാണ്. സ്വിച്ച് ഓൺ ഇൻ ദിസ് ഡയറക്ഷൻ. ഈ ഡയറക്ഷനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇയും അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ത് സംഭവിക്കും എന്നുള്ളത് വെച്ചാൽ ബേസിക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ എങ്ങനെ മാറുന്നുള്ളത് നമുക്കറിയാം. സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റം ആണെങ്കിൽ ടൈം പീരീഡ് ഓഫ് ഇത് വരുന്നത് T is equal to 2π√m/k എന്നല്ലേ വരുന്നുണ്ടാവുക. വാട്ട് ഈസ് T? ടൈം പീരീഡ്. ഉറപ്പാണല്ലോ. വാട്ട് ഈസ് 2π? കോൺസ്റ്റന്റ്. വാട്ട് ഈസ് m? അതിൻ്റെ മാസ്. വാട്ട് ഈസ് k? അതിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണല്ലോ അല്ലേ? അപ്പോൾ ഞാൻ നോക്കട്ടെ, ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡും ഇതും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏത് സാധനത്തിനാണ് മാറ്റം വരുന്നത്? ഇതിൻ്റെ മാസ് മാറുമോ? മാസ് ഒരിക്കലും മാറാൻ പറ്റില്ല. പിന്നെ ഇതിനകത്ത് ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കെ മാറുമോ? കെ മാറില്ല. 2π വാല്യൂ മാറുമോ? 2π വാല്യൂ മാറില്ല. അപ്പോൾ പിന്നെ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാനാണ്? ഒന്നും സംഭവിക്കാനില്ല. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ദിസ് തിങ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. അതൊരു കോൺസ്റ്റന്റ് സാധനമാണ്. ഇപ്പോൾ ഈ 2π√m/k എന്ന് പറഞ്ഞ സാധനം ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് ഫോർ എ സിംഗിൾ മാസ്, എ സിംഗിൾ സാധനം. അപ്പോൾ ഒരു സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റത്തിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ 2 സാധനം ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ അതിൻ്റെ മാസ് മാറ്റണം, അല്ലെങ്കിൽ അതിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് മാറ്റണം. മാസ് മാറ്റിയാലോ സ്പ്രിംഗ് കോൺസ്റ്റന്റ് മാറ്റിയാലോ മാത്രമേ ടൈം പീരീഡ് മാറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും ടൈം പീരീഡ് മാറ്റാൻ നമുക്ക് സാധിക്കില്ല. ആർ യു അണ്ടർസ്റ്റാൻഡിങ് മക്കളെ? റെഡി ആണോ? ക്ലിയർ ആണോ? കൺഫ്യൂഷൻസ് ഉണ്ടോ? സോ ഇവിടെ എന്താ സംഭവിക്കുക? ദിസ് വിൽ റിമെയിൻ ദ സെയിം എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നുണ്ടാവുക. ഇവിടെ മാറുന്നുണ്ടാവില്ല. പക്ഷേ ഐ വിൽ ടെൽ യു വൺ എക്സെപ്ഷൻ ഹിയർ. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്തല്ല എക്സെപ്ഷൻ. സപ്പോസ് ഇറ്റ് ഈസ് എ സിമ്പിൾ പെൻഡുലം. ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന, ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു റൂഫിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്ന എന്താണ് ഒരു സിമ്പിൾ പെൻഡുലമാണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് എ സിമ്പിൾ പെൻഡുലമാണ്. ഈ സിമ്പിൾ പെൻഡുലത്തിനകത്ത് ഇവിടെ ഒരു ക്യൂ എന്നൊരു ചാർജ് കൊടുത്തിട്ട് ഐ ആം ജസ്റ്റ് ടേണിങ് ഓൺ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈക്ക് ഇ. ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. സോ വാട്ട് വിൽ ബി ഒക്കറിങ്? ഈ പെൻഡുലത്തിന് താഴേക്ക് പുള്ളി ചെയ്യുന്നത് mg എന്ന് പറഞ്ഞ ഫോഴ്സ് ആയിരുന്നു. ബിക്കോസ് ഇതിനകത്ത് g എന്ന് പറഞ്ഞ ഒരു ആക്സലറേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് എന്തുണ്ട്? വേറൊരു ഫോഴ്സും കൂടി ഇതിനകത്തേക്ക് വരും. ബിക്കോസ് ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ചാർജ് എന്നുള്ളൊരു സാധനം കൂടി ഇതിനകത്തേക്ക് വരുന്നുണ്ടാവും. പുതിയൊരു ഫോഴ്സും കൂടി ഇങ്ങോട്ട് വരും. അപ്പോൾ താഴേക്ക് ഒരു പുള്ളും കൂടി ഉണ്ട്. അപ്പോൾ g മാത്രമല്ല, ജിൻ്റെ കൂടെ ഒരാളും കൂടി ഇവിടെ വരും. പുതിയൊരാൾ. അതാ പുതിയത് ആ ഇലക്ട്രിക് ഫോഴ്സും കൂടി താഴേക്ക് പുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് താഴേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ടൈം പീരീഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2π√L/g ആണ് വരുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ആദ്യം L/g ആയിരുന്നു. ഇപ്പോൾ ഒരു ഫോഴ്സും കൂടി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരാൾ കൂടി വരുന്നുണ്ടാവും. സോ ഡിനോമിനേറ്ററിൻ്റെ അളവ് കൂടുമ്പോൾ ഇവിടെ ടൈം പീരീഡ് കുറയും. സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് എ സിമ്പിൾ പെൻഡുലം ലൈക്ക് ദിസ്, ഇതിലാണെങ്കിൽ മാത്രമാണ് ഈ സാധനത്തിന് വർക്ക് ഉണ്ടാവുക. ഈ സിമ്പിൾ പെൻഡുലത്തിന് പകരം ഞാൻ പറയുകയാണ് ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒരു സ്പ്രിംഗ് ഉള്ളതെന്ന് വിചാരിക്കുക. ഇറ്റ് ഈസ് നോട്ട് എ ഇത്. ഇവിടെ ഒരു മാസ് ഉണ്ട്. ആൻഡ് ഈ സാധനം ഓസിലേറ്റ് ചെയ്യാണ്. ആൻഡ് ഇവിടെ എന്താണ്? ഇതുപോലെ തന്നെ ഞാൻ ഇലക്ട്രിക് ഫീൽഡ് ഓട് ചെയ്തു. ഇവിടെ ഒരു ക്യൂ ചാർജും കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ മേളിൽ ഡെഫിനറ്റ്ലി ഈ ക്യൂ എന്ന് പറയുന്നത് ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഫോഴ്സ് അപ്ലൈ ചെയ്യാതിരിക്കുകയൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ടൈം പീരീഡ് T is equal to 2π√m/k എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ജിയോ വേറെ ഫോഴ്സിനോ വേറെ ആൾക്കും വാല്യൂ ഇല്ല. ഈ എമ്മിനും കെയ്ക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ എമ്മും കെയും കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നിടത്തോളം കാലം അവിടെ എത്ര വലിയ ഫോഴ്സ് കൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ മാറില്ല. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ക്ലിയർ ആണെന്ന് ആലോചിച്ച് നോക്കിക്കേ. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓസിലേഷൻ ഓഫ് എ സ്പ്രിംഗ് മാസ് സിസ്റ്റം ആൻഡ് എ സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഈ പറയുന്ന ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. താഴേക്കുള്ള പുള്ള്, താഴേക്കുള്ള ഫോഴ്സ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ സാധനം വരുന്നുണ്ടാവുക. പക്ഷേ ഇഫ് ഇറ്റ് ഇസ് എ സ്പ്രിംഗ് മാസ് സിസ്റ്റം അതിനകത്ത് എന്തുണ്ടാവില്ല? ഇങ്ങനത്തെ ഒരു ഡിപ്പെൻസ് സാധനങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഐ ഹോപ്പ് ദിസ് ഈസ് ഓക്കെ ഫോർ യു. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഹിയർ ഐ ആം ഫിനിഷിംഗ് മൈ ജോബ്
എൻ്റെ ജോബ് ഞാനിവിടെ ജസ്റ്റ് ഫിനിഷ് ചെയ്യാണ്. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ഓഫ് ഓസിലേഷൻ. ഓസിലേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ടി ആൻഡ് ഡിൻ്റെ ഫസ്റ്റത്തെ സാധനം. ഓസിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ അല്ല, ആക്ച്വലി ടി ആൻഡ് ഡി എന്ന് പറയുന്ന സാധനത്തിൻ്റെ തന്നെ ഫസ്റ്റത്തെ ഡിസ്കഷൻ ആയിരുന്നു ദ ഓസിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് തിങ്. വളരെ അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇനി അടുത്ത DTS ആണ് നടക്കുക എന്നുള്ള കാര്യം. ഇപ്പോൾ കഴിഞ്ഞ DTS ഓസിലേഷൻ്റെ ആയിരുന്നു. വിന്നേഴ്സിൻ്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആതിര, രഘു, നഫീസ, കൻസാൻ, റെന, ഫാത്തിമ, കൺഗ്രാറ്റ്സ്. ആൻഡ് അടുത്ത DTS നടക്കാൻ പോണത് ദാറ്റ് ഈസ് ഓൺ ഏത് ദിവസത്തിലാണെന്നറിയോ? അടുത്ത DTS ഈസ് ഓൺ നമ്മുടെ ഒക്ടോബർ 25. അപ്പോൾ ഇന്നേതാ ദിവസം? ഇന്ന് 23rd ആണ്. നാളെ 24th, മറ്റന്നാൾ നടക്കുന്നുണ്ടാവും. ചാപ്റ്ററിൻ്റെ പേര് ദാറ്റ് ഈസ് വാട്ട്? റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് അടുത്തത് നടക്കുന്നുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഹൂവർ വാച്ചസ് ദിസ് ലൈവ് പ്രിപ്പയർ ഫോർ ദ റിഡോക്സ് റിയാക്ഷൻ DTS ഡോപ്പ ടെസ്റ്റ് സീരീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. റിഡോക്സ് റിയാക്ഷൻ്റെ എക്സാം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട്, വളരെ സിമ്പിളായിട്ടൊരു ചാപ്റ്ററാണ്, നല്ല നിലയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് റിഡോക്സ് റിയാക്ഷൻ്റെ സാധനങ്ങൾ എഴുതുക. ആൻഡ് നിങ്ങൾക്ക് റിഡോക്സ് റിയാക്ഷൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ കൂടി തരാം. ജസ്റ്റ് പോസ്റ്റ് സ്കാൻ ദെയർ. ആൻഡ് നമ്മുടെ ഫസ്റ്റ് കമൻറ്റിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ജോയിൻ ദ വാട്സാപ്പ് ചാനൽ ആൻഡ് ഐ വിൽ ബി ടെല്ലിങ് യു ഹൗ ടു സ്റ്റഡി റിഡോക്സ് റിയാക്ഷൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. സോ വാട്ട് ഐ ആം ഗോയിങ് ടു ഡു നൗ, ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? കെമിസ്ട്രി പഠിച്ചിട്ട് റിഡോക്സ് റിയാക്ഷൻ പഠിപ്പിച്ചിട്ട് കുറേ ദിവസങ്ങളായതാണ്, കുറേ വർഷങ്ങളായത് ആക്ച്വലി. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു നൗ, ഞാനിപ്പോൾ പോയിട്ട് റിഡോക്സ് റിയാക്ഷൻ പഠിക്കാൻ വേണ്ടി പോവാം. ഞാൻ നേരെ പോകുന്നു, ഞാൻ റിഡോക്സ് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് അതിൻ്റെ ക്ലാസ് സാധനങ്ങളൊക്കെ എസെൻഷ്യൽ സാധനങ്ങൾ നോക്കുന്നു, അതിൻ്റെ പഴയ നോട്ടൊക്കെ എടുത്ത് തുറന്ന് നോക്കുന്നു, വായിച്ച് നോക്കുന്നു, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് നോക്കുന്നു. ആൻഡ് ഫൈനലി ഐ വിൽ ബി കമ്മിങ് ബാക്ക് ടു യു പീപ്പിൾ, നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു ഫോർ ദ ഡിസ്കഷൻ ഓൺ ഏത് ദിവസമായിരിക്കും ഉണ്ടാവുമെന്ന് അറിയോ? റിഡോക്സ് റിയാക്ഷൻ്റെ ഡിസ്കഷൻ ഒക്ടോബർ 20 പറഞ്ഞ മക്കളെ, ഒക്ടോബർ 26th നമ്മൾ റിഡോക്സ് റിയാക്ഷൻ്റെ ഡിസ്കഷൻ ഉണ്ടാവും. രാത്രി ഇതുപോലെ ലൈവിൽ ഐ വിൽ ബി കമ്മിങ്, ഐ വിൽ ബി ഡിസ്കസിങ് എവറി ലിറ്റിൽ പോയിന്റ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വരേക്കും സാധനങ്ങൾ ചെയ്തു തരുന്നുണ്ടാവും. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ലൈക്ക് ബി ഹിയർ ആൻഡ് ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക് ഐ നീഡ് ഫീഡ്ബാക്സ്. ഈ ഒരു സാധനത്തിൻ്റെ ഫീഡ്ബാക്സ് എന്തായാലും വേണം. ബിക്കോസ് ആസ് ഐ സെഡ് ദിസ് ഈസ് ലൈക്ക് എ കം ബാക്ക്. കുറച്ചൊരു ടച്ച് വിട്ടിട്ടുണ്ട് സാധനങ്ങളുടെയൊക്കെ, കുറച്ച് പഴകിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഫീഡ്ബാക്ക് തരുന്നതനുസരിച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്യാം. ഐ എം പ്രോമിസിങ് യു ഐ വിൽ ബി ദെയർ വിത്ത് യു ടിൽ ദ എൻഡ്. ഓരോ ചാപ്റ്ററും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും 25th എക്സാം കഴിഞ്ഞാൽ 28th അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ എക്സാം ഉണ്ട്. സോ ഡെഫിനറ്റ്ലി അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഡിസ്കസ് ചെയ്യാനും ഞാൻ തന്നെ വരുന്നുണ്ടാവും. സോ വി ക്യാൻ ഡു ദാറ്റ് തിങ്. നിങ്ങളുടെ കൂടെ നമ്മളും കൂടി ലേൺ ചെയ്ത് നമ്മൾ കൊണ്ടുപോകാം. സോ ആ രൂപത്തിലേക്കായിരിക്കും നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ടാവുക. ബി പവർഫുൾ, ഭയങ്കര ഉഷാറാക്കുക, അടിപൊളിയാവട്ടെ. സോ ലെറ്റ് സീ ഇൻ ദ അനദർ ലൈവ്. ബാക്കി എന്ത് കാര്യം ഉണ്ടെങ്കിലും നാളെ രാവിലെ മോർണിംഗ് മീറ്റിംഗിൽ വന്നാൽ മതി. മോർണിംഗ് മീറ്റിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ അവിടെ നോക്കിയിട്ട് നമുക്ക് പവർഫുൾ ആക്കാം, അടിപൊളിയാക്കാം കേട്ടോ.